Hello. JEE 2024 സെഷൻ 1 എക്സാമിനേഷൻസിൽ ജാനുവരി 29 മോർണിംഗ് ഷിഫ്റ്റ് എക്സാമിനേഷനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് ഈ പേപ്പറിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും ക്വസ്റ്റ്യൻസ് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ സെഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഫ് കോഴ്സ് ഇത് മെമ്മറി ബേസ്ഡ് ആണ്, പല സോഴ്സസ് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാത്തിലും ഡേറ്റ ആക്യുറേറ്റ് അല്ല. അപ്പം പല പോസിബിലിറ്റീസ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഒരു ക്ലോസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ പോവുക, ആ ക്ലോസ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പോവുക എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനിലൂടെ നമ്മൾ വിൽ മൂവ് ത്രൂ ദ സൊല്യൂഷൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ സ്റ്റെപ്പ് വൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ PDF നിങ്ങൾക്ക് നമ്മുടെ ലിങ്കിലൂടെ ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്. സെഷൻ 27ന്റെ സെഷൻസിനെക്കാട്ടും കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. വിൽ ഗോ ടു ദ ക്വസ്റ്റ്യൻസ് വെരി ക്വിക്ലി. നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I is equal to I0 beta t, where I0 is given as 20, beta is given as 3. പ്രോപ്പർ യൂണിറ്റ്സിലാണ് തന്നിട്ടുണ്ടാവുക, സോ ദാറ്റ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ. ഫൈൻഡ് ചാർജ് പാസിംഗ് ത്രൂ ഇറ്റ് ഇൻ t is equal to 20 seconds. 20 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ t 20 സെക്കൻഡ് ആവുന്നവരെ എത്ര ചാർജ് പാസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഇസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ ദാറ്റ് യു ഓഫൻ സീ. I is equal to dq by dt എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെൽറ്റ ക്യൂ is equal to integral I of t dt from t initial to t final. കറണ്ടിന്റെ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, വിത്തിൻ ദ ലിമിറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചാർജ് ഫ്ലോയിങ് കിട്ടും. ഡെൽറ്റ ക്യൂ is equal to വി ആർ യൂസിങ് ദ ഫംഗ്ഷൻ ഹിയർ. ഫംഗ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 20 + 3t dt ആണ്, 20 + 3t ആണ് ഫംഗ്ഷൻ. സോ വി ആർ ഡൂയിങ് I of t dt. ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ ക്യൂ 1000 കിട്ടും നിങ്ങൾക്ക്. ആ സൊല്യൂഷൻ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദ സൊല്യൂഷൻ. ആൻഡ് സിമിലർ ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓൾവേസ് റിമെമ്പർ ഏതാണ് സിമിലർ ക്വസ്റ്റ്യൻസ് എന്നുള്ളതും, ഇനി ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഒരു ഡിസ്കഷനിൽ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അഗെയിൻ, I is equal to dq by dt ഫോമാറ്റുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാവുന്നതാണ്. Q of t അല്ലെങ്കിൽ Q ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഏതൊരു ഇൻസ്റ്റന്റിലും കറണ്ട് കാണാൻ പറ്റും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതേപോലത്തെ ഡെൽറ്റ ക്യൂ കാണുന്ന ക്വസ്റ്റ്യൻസ് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ഏരിയ അണ്ടർ I of t ഗ്രാഫ്, കറണ്ടിന്റെയും ടൈമിന്റെയും പ്ലോട്ടിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നാച്ചുറലി ഇവർ ഡെൽറ്റ ക്യൂ ആണ്. ഈക്വേഷൻ കണ്ടറിയാം, അതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ Q of t വേഴ്സസ് t ഗ്രാഫിന്റെ സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് കറണ്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് കാണുന്നതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം, അല്ലാതെ കാൽക്കുലസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതേ സെക്ഷനിൽ വരാൻ പറ്റും. സോ പ്ലീസ് നോട്ട് ദാറ്റ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a wire of resistance 16 ohm is bent to form a square and a battery of EMF 9 volt and internal resistance 1 ohm is connected across a side of the square and 4 microfarad capacitor is connected across one diagonal. Find the energy stored in the capacitor. ഇത് അഗെയിൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ ഷിഫ്റ്റിന്റെ ഡിസ്കഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റഡി സ്റ്റേറ്റ് കപ്പാസിറ്റേഴ്സിന്റെ പ്രോബ്ലംസ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വയേഴ്സ് ബെൻഡ് ചെയ്ത് സർക്കുലർ ഫോമിലോ സ്ക്വയർ ഫോമിലോ ബെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും 2 പോയിന്റ്സിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രിഡിക്ട് ചെയ്തതാണ്. ഈ 2 എലമെന്റ്സും ഈ ക്വസ്റ്റ്യനിലുണ്ട്. നൗ വിൽ ലുക്ക് അറ്റ് ഹൗ ദിസ് ഇസ് ബീങ് സോൾവ്ഡ്. നമുക്ക് ആദ്യം ഇവിടെ വേണ്ടത് കപ്പാസിറ്റൻസ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് CV² നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. വി ഹിയർ ഇസ് VAB. നമ്മൾ നോക്കുന്ന V എന്ന് പറയുന്നത് VAB ആണ്. ആ കപ്പാസിറ്റർ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എയും ബിയും ആണ് കപ്പാസിറ്റർ അക്രോസ് ഉള്ള പോയിന്റ്സ്. നിങ്ങൾ ആ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഒരു സൈഡിന് അക്രോസ് ആണ് നമ്മൾ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടത് ഈ ആംസിലൂടെ പോകുന്ന കറണ്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. I is equal to V by R എഫക്റ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങൾക്കറിയാം കപ്പാസിറ്ററിലൂടെ സ്റ്റഡി സ്റ്റേറ്റിൽ കറണ്ട് പോകില്ല. R എഫക്റ്റീവ് കാണുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 3 ആം സീരീസും 1 ആം പാരലും ആയിട്ടാണ് വരിക. ആ ഇഫക്റ്റീവ് കണ്ട ശേഷം ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ അതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാം കൂടെ കണ്ട ശേഷം നിങ്ങൾക്ക് വരിക R എഫക്റ്റീവ് 4 ഓം ആണ് വരിക. ബാറ്ററി 9 വോൾട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് കിട്ടും. കറണ്ട് ഇസ് 9/4 ആണ് നിങ്ങൾക്ക് കറണ്ട് കിട്ടുക. നൗ ആ കറണ്ട് രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പർ ആമിലേക്കും ലോവർ ആമിലേക്കും ബ്രാഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ ആമിലയുടെ കറണ്ട് കണ്ടു കഴിഞ്ഞാൽ യു കൻ ആക്ച്വലി കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A ആൻഡ് B.
അത് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് ടാസ്ക് ഉള്ളൂ. ദാറ്റ് ഇസ് 9/2 വോൾട്ട്. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 9/2 വോൾട്ട് ആണ് VAB എങ്കിൽ ഹാഫ് ഇൻറ്റു കപ്പാസിറ്റൻസ് C ഇൻറ്റു V സ്ക്വയർ ഇസ് ഈക്വൽ ടു 81/2 മൈക്രോ ജൂൾ ആണ് ആൻസർ വരിക. ഇറ്റ്സ് ഈസിലി സോൾവ്ഡ്. സിമിലർ ക്വസ്റ്റ്യൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ എഗെയിൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റഡി സ്റ്റേറ്റ് RC സർക്യൂട്ട്സ് ആൻഡ് RL സർക്യൂട്ട്സ് ഇൻ DC സപ്ലൈ. അപ്പോൾ ഇത് ഏതിൽ വേണമെങ്കിൽ ചോദിക്കാം. അതിലിപ്പം ചാർജ് സ്റ്റോർഡും കണ്ടുപിടിക്കാൻ പറയാം, ഒരു പക്ഷേ എനർജി സ്റ്റോർഡ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. രണ്ടിലും ചെയ്യേണ്ട കാര്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്. നൗ ഇതേ ക്വസ്റ്റ്യന് ഒരു ഡിഫറെൻറ്റ് സർക്യൂട്ടും പല സോഴ്സസിൽ കാണുന്നുണ്ട്. സോ ഐ ട്രൈ ടു ബ്രിങ് ദാറ്റ് ഇൻ ടു ദ പിക്ചർ ഓൾസോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ സ്ക്വയറിന്റെ ഒരു സൈഡിന് അക്രോസ് അല്ല കണക്ട് ചെയ്തിട്ടുള്ളത്, ആ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് അക്രോസ് ആണ്. അപ്പോൾ ഈ സർക്യൂട്ട് ഒന്ന് ഡിഫറെൻ്റ് ആവും, വേറെ ഒന്നുമില്ല. എഗെയിൻ നമുക്ക് വേണ്ടത് AB തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആംസിലൂടെ പോകുന്ന കറണ്ടിൽ വ്യത്യാസം വരും. ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ വയേഴ്സ് കണക്ട് ചെയ്തതെങ്കിൽ അപ്പർ ഹാഫിനൊരു 8 ഓം ഉണ്ടാവും, ലോവർ ഹാഫിനും ഒരു 8 ഓം ഉണ്ടാവും. ഇക്വലന്റ് സർക്യൂട്ട് നോക്കുക. 1.8 ആംപിയർ ആണ് ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഓരോ ആമിലേക്കും സ്വാഭാവികമായിട്ടും 0.9 ആംപിയർ ആണ് ഉണ്ടാവുക, കാരണം ഈക്വൽ ഡിവിഷൻ ആയതുകൊണ്ട്. ആ ഇൻഫർമേഷൻ വെച്ച് കറണ്ട് ഫ്ലോയിങ് വെച്ച് റെസിസ്റ്റൻസും വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ കണ്ടുപിടിച്ചിട്ടാണ് VAB ഇവാലുവേറ്റ് ചെയ്യുന്നത്. VAB 3.6 വോൾട്ട് ആണ് വരുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഹാഫ് CV സ്ക്വയർ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 3.6 സ്ക്വയർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 25.92 മൈക്രോഫാരഡ്. ഇത് ഇറ്റ്സ് എൻ ഓൾട്ടർനേറ്റീവ് എന്നുള്ളതല്ല പറയേണ്ടത്. ഇതേ ക്വസ്റ്റ്യന്റെ ഡിസ്ക്രിപ്ഷൻ വ്യത്യാസപ്പെട്ട് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ ഉണ്ടാവാം. അപ്പം അവിടെ രണ്ട് മെത്തേഡിൽ ഏത് രീതിയിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിലും എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിലിണ്ടർ ഓൺ an incline of 60 degrees slips with an acceleration of x/√3. Find x. Now ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. സ്ലിപ്സ് എന്നാണ് ഇവിടെ വാക്കുള്ളത്. അപ്പം ഞാൻ രണ്ട് പോസിബിലിറ്റി, സ്ലിപ്പിംഗ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, റോളിംഗ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്. സ്ലിപ്പിംഗ് ആണെങ്കിൽ സാധാരണ ഒരു ബോഡി വെച്ച് സ്ലൈഡ് ചെയ്ത് വരുന്ന അതേ സിറ്റുവേഷനാണ് ഉണ്ടാവുക. ആ ആക്സലറേഷൻ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, G sin θ ആണ് വരിക. റോളിംഗ് ഇല്ലെങ്കിൽ ശരിക്കും റോളിംഗ് എന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് ഇവിടെ. സർഫസ് ഷുഡ് ബി റഫ്, അങ്ങനെയാണെങ്കിലാണ് റോളിംഗ് മോഷൻ പോസിബിൾ ആവുക. റോളിംഗ് ആണെങ്കിൽ ആക്സലറേഷൻ ഇസ് G sin θ ഡിവൈഡഡ് ബൈ 1 + I/mr², where I is the moment of inertia of the rolling body. അങ്ങനെയാവുമ്പോൾ G sin θ ഡിവൈഡഡ് ബൈ ഹാഫ് mr²/mr² വരും, ബിക്കോസ് ഇറ്റ്സ് എ സിലിണ്ടർ ഹിയർ. സിലിണ്ടറിന് നമ്മൾ ഹോളോ എടുക്കുന്നില്ല, സോളിഡ് സിലിണ്ടർ എടുക്കുന്നത്. ഹാഫ് mr² ആണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നത്. Now that gives you A is equal to 2G sin 60/3. കാൽക്കുലേറ്റ് ചെയ്യുമ്പം 10/√3 കിട്ടും ആക്സലറേഷൻ A. സോ X will be 10. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓർക്കാനുള്ളത്, റോളിംഗ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്തായിരുന്നില്ല ഈ വർഷം, പക്ഷെ റോളിംഗ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിച്ച് ആക്ച്വലി മീൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആവുകയാണ്. റോളിംഗ് ഓക്കെ ആണെങ്കിൽ, റോളിംഗ് ചോദിക്കാമെങ്കിൽ, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഡൗൺ എൻ ഇൻക്ലൈൻ, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി, ഇവരുടെ റേഷ്യോ, ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് വെക്കുക. വലിയ ബുദ്ധിമുട്ടല്ല അത് ചെയ്യാൻ. അതിന്റെ ബേസിക് സ്ട്രക്ചർ അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി പുൾ ഇറ്റ് ഓഫ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ബേസ്ഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ നോക്കൂ, രണ്ട് പോസിബിലിറ്റിയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. സ്ലിപ്പിംഗ് എന്നുള്ള അല്ല ശരിക്കും അത് പറയേണ്ടത്. സ്ലിപ്പിംഗ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷന്റെ കേസ് വരുന്നില്ല, വിച്ച് ആക്ച്വലി മീൻസ് ആ റോളിങ്ങിനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോഴും ക്വസ്റ്റ്യന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോഴും അത് ശരിക്കും പ്യുവർ റോളിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്ന കേസാണ് തന്നിരിക്കുന്നത്. സോ പ്ലീസ് ലുക്ക് അറ്റ് ദാറ്റ് സെക്ഷൻ. ഈ ഒരു ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. നൗ moving on to the next question. A 100 kilogram block slides for 10 meters on a rough horizontal surface with mu is equal to 0.4. Calculate work done by friction. നോക്കൂ, work done by friction is very easy. F vector dot S vector ആണ്. നോക്കൂ, ഫ്രിക്ഷൻ ആയതുകൊണ്ട് തന്നെ ബോഡി മുന്നോട്ട് പോവുകയും ഫ്രിക്ഷൻ ബാക്കൗട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് സൈൻ ഇസ് ടേക്കൺ ഫോർ അക്കൗണ്ടഡ് ഫോർ ഹിയർ. -Fs ആണ് ആ വർക്ക് ഡൺ വരിക. -μmgs ആയിരിക്കും സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടി വരിക. മ്യൂ തന്നിട്ടുണ്ട് 0.4 ആണ്. M is 100 kilogram, G 10 എടുക്കുക, ആൻഡ് ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് അഗെയിൻ 10, 4000 joules ആണ് ആൻസർ വരിക. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻസ് യു ഷുഡ് ബി അവെയർ ഓഫ്, ഓർ ക്വസ്റ്റ്യൻസ് യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ഇസ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. പല കേസസിലുള്ളത് മനസ്സിലാക്കുക. വർക്ക് ഡൺ ആൻഡ്
application of work energy theorem on bodies moving on inclines. നോക്കൂ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഫ്രിക്ഷനോട് കൂടി മൂവ് ചെയ്യുന്ന ബോഡികളിൽ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയാൻ, ഒരു ബോഡി സ്ലൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അറ്റ് ദി എൻഡ് ഇറ്റ് സ്റ്റോപ്സ്. അപ്പോൾ എന്തായിരിക്കും മ്യൂ എന്നുള്ളത് കണ്ടെത്തുക. പിന്നെ ഒരു ഹാഫ് പോർഷൻ സ്മൂത്ത് ആണ്, അതുവരെ സ്ലൈഡ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് വരുന്നു, പിന്നെ അങ്ങോട്ട് റഫാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും റെസ്റ്റ് ആണ്, എൻഡിങ് സമയവും റെസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ ഓഫ് ദ സെക്കൻഡ് പാർട്ട് കാണാൻ, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കഷൻ സമയത്ത് കണ്ടിട്ടുണ്ടാവും. പ്ലീസ് ഗോ ത്രൂ ഓൾ ഓഫ് ദം. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The de Broglie wavelength of electron and proton are equal. Then ratio of kinetic energy of electron and proton is. നോക്കൂ, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി ഡി ബ്രോയ് വേവ്ലെങ്ത്തിനുള്ള ഇക്വേഷൻ ആണ്. ആ ലാംഡ പി എന്നുള്ളതിനെ √2m കെ ഇ ആയിട്ട് എഴുതുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ √2m കെ ഇ. നോക്കൂ, രണ്ടാളുടെയും ലാംഡ സെയിം ആണ്, ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ലാംഡ എക്സാക്ട്ലി സെയിം ആണ്, വിച്ച് ആക്ച്വലി മീൻസ് MKE should be same for both of them. Mass of the electron into kinetic energy of the electron should be equal to mass of the proton into kinetic energy of the proton. The rearrange ചെയ്യുമ്പോൾ kinetic energy ratio basically inverse of mass ratio ആയി വരും, which actually is mass of a proton by mass of an electron. Kinetic energy of electron to kinetic energy of proton ആണ് ചോദിച്ചിരിക്കുന്നത്, which will actually give you mass of the proton divided by mass of an electron, which is actually approximately equal to 1837. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ തിങ്. നൗ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിമിലർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റഡ് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ്, അത് പ്രധാനമാണ്. അവിടെ കെ ഇ എന്നുള്ളതിന് പകരം ചാർജ് ഇൻറ്റു വി വരും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വി കൻ സ്റ്റിൽ കാൽക്കുലേറ്റ് ഇറ്റ്. നൗ again lambda proportional to 1 by root m varum when k is constant. Similarly lambda proportional to 1 by root k e varum when m is a constant. These equations ഉപയോഗിച്ചിട്ടുള്ള മാനിപ്പുലേഷൻ, റേഷ്യോ കട്ടിംഗ് ഒക്കെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡി ബ്രോയ് വേവ് ലെങ്ത് കമ്പയർ ചെയ്യുക പല പാർട്ടിക്കിൾസിന്റെ, ഇലക്ട്രോണിന്റെ, പ്രോട്ടോണിന്റെ, ഫോട്ടോണിന്റെ, ആൽഫ പാർട്ടിക്കിളിന്റെ ഒക്കെ കമ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ പ്രോട്ടോണും ഫോട്ടോണും പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എലൈക്ക് ആയിട്ട് തോന്നും. Please make sure that you read it very carefully and you don't make any mistakes. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോട്ടോൺ ആണെങ്കിൽ പ്രത്യേകമായിട്ട് വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Now, find the ratio of depth and height from the surface of Earth at which weight of a body becomes same. Now, ഈ ക്വസ്റ്റ്യനിൽ again there is a confusion. തന്നിരിക്കുന്ന ക്ലോസ് എന്താന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ട് വഴിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഇസ്, if height is very small compared to our radius of Earth, ആ കേസിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ നോക്കൂ, W at a certain depth is equal to W at a certain height തന്നിട്ടുണ്ട്. അത് നമുക്ക് അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് ദാറ്റ് ഈസ് ഓൺലി വെൻ ദ ഹൈറ്റ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു RE. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇക്വേഷൻ ഇവിടെ വെയിറ്റിന് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് D by H, the depth by height as 2. അതൊരു സിമ്പിൾ സൊല്യൂഷൻ ആണ്. ബട്ട് വി ഹാവ് മോർ ഡീറ്റെയിൽ വൺ കമ്മിങ് അപ്പ്. അതിന് മുന്നേ മനസ്സിലാക്കുക, വേരിയേഷൻ ഓഫ് ജി നന്നായിട്ട് പഠിക്കുക. വേരിയേഷൻ ഓഫ് ജി ബേസിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വന്ന് കാണുന്നുണ്ട്, ഇപ്പോഴും 1-2 സെഷനിലായിട്ട് കണ്ടു. ആൻഡ് ദെൻ വെയിറ്റ് അറ്റ് ദ ഡെപ്ത് ഇസ് n ടൈംസ് ദ വെയിറ്റ് അറ്റ് എ സർട്ടൻ ഹൈറ്റ്. അങ്ങനത്തെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ്, റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഓർത്ത് വെക്കുക. നൗ വേരിയേഷൻ ഓഫ് ജി ഫോർ ഡിഫറെന്റ് ലാറ്റിറ്റ്യൂഡ്സ്, അതൊന്ന് ഓർത്ത് വെക്കുക. സ്പിന്നിങ് ഓഫ് എർത്ത് കാരണം ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ജി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഈ ഷിഫ്റ്റുകളിലായിട്ട് കണ്ടിട്ടില്ല. ഇറ്റ്സ് വെരി ഹൈലി പ്രോബബിൾ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് അത്, ആ കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ദിസ് ഇസ് ആക്ച്വലി ദ ക്വസ്റ്റ്യൻ, കാരണം ഒരുപാട് സോഴ്സസിൽ ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. നൗ ലിസൺ, a body has same weight at a certain distance x above and below the surface of the earth. Find x. നോക്കൂ, ഇവിടെ നമ്മൾ അപ്രോക്സിമേഷൻ ഉപയോഗിച്ചില്ല. ഞാൻ സൈഡിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, എക്സ് ഇസ് കമ്പയറബിൾ ടു RE. സോ ദർ ഇസ് നോ അപ്രോക്സിമേഷൻ ഹിയർ. നോക്കൂ, ദിസ് ഇസ് വെയിറ്റ് അറ്റ് എ സർട്ടൻ ഡെപ്ത് ആൻഡ് ദിസ് ഇസ് വെയിറ്റ് അറ്റ് എ സർട്ടൻ ഹൈറ്റ്. നോക്കൂ, ഒരേ ദൂരം എക്സ് മുകളിൽ പോകുമ്പോഴും എക്സ് സർഫസിന് താഴെ പോകുമ്പോഴും ഒരേ വെയിറ്റാണ് കിട്ടുന്നതെന്ന് പറയുന്നു. സോ ഐ ഇക്വേറ്റ് ദ വാല്യൂസ് ഹിയർ. ബാക്കി അങ്ങോട്ട് മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ആണ്. നോക്കുക, യു ഹാവ് 1 plus x by RE ഹിയർ ഓൺ വൺ സൈഡ് ആൻഡ് ദെൻ ഓൺ ദി അതർ സൈഡ് യു ഹാവ് 1 by 1 plus x by RE ഹോൾ സ്ക്വയർ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു ക്യാൻ ഈസിലി അറേഞ്ച് ഇറ്റ് ഇൻ a plus b into a minus b ഫോമാറ്റ്. സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാവും, which actually gives you a detailed expression here.
ഈ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾക്ക് സാധാരണ എക്സ്പാൻഷനിൽ കിട്ടുന്നതാണ്. ആൻഡ് ദെൻ ഐ ക്യാൻസൽ ഓഫ് എക്സ് ബൈ ആർ ഇ ഫ്രം ഓൾ ടേംസ് വിച്ച് ഇസ് വെരി മച്ച് പോസിബിൾ. എന്നിട്ട് ഐ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ എക്സ് ബൈ ആർ ഇ വിച്ച് ആക്ച്വലി മീൻസ് എനിക്ക് ഈ ഇക്വേഷനെ എക്സ് ബൈ ആർ ഇനെ വേറെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. വിച്ച് ആക്ച്വലി മേക്സ് എ സിംപ്ലിഫിക്കേഷൻ ലിറ്റിൽ മോർ ഈസി. അത്ര മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷനാണ് ഈ കാണുന്നത്. എക്സ് ബൈ ആർ ഇനെ ടി എന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് ഐ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹിയർ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫോർ മീ എ ഇസ് 1 ഹിയർ, ബി ഇസ് അഗൈൻ 1 ആൻഡ് സി ഇസ് -1. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac by 2a എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഐ ഗെറ്റ് ടി ഇസ് ഈക്വൽ ടു √5 - 1 by 2. ടി എന്താണെന്നുള്ള കാര്യം മറക്കരുത്. എക്സ് ബൈ ആർ ഇ ആണ് √5 - 1 by 2 വിച്ച് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇ ഇൻറ്റു √5 - 1 by 2. Now, ഇതാണ് എൻ്റെ സൊല്യൂഷൻ. ദിസ് ഇസ് ഹൗ യു സോൾവ് ഇറ്റ്. എങ്ങനെയാണ് ഈ മെത്തേഡ് ആണോ ചെയ്യേണ്ടത്, പ്രീവിയസ് ആണോ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ ചോദിച്ചാൽ ഓപ്ഷൻ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓപ്ഷനിൽ ആർ ഇയുടെ ടേംസിലാണ് ഇത് ഇങ്ങനെ റൂട്ടൊക്കെ വരുന്ന ആൻസർ ആണുള്ളതെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഷുഡ് ആക്ച്വലി സോൾവ് ഇറ്റ്. ആൻഡ് ഇത് നമ്മൾ സാധാരണ ഡിസ്കഷൻ സമയത്തൊക്കെ ക്ലാസ് റൂം ചാപ്റ്റർ ഡിസ്കഷൻ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. പ്ലീസ് നോട്ട് ദ ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ. എ ബോഡി ഹാസ് സെയിം വെയിറ്റ് അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് എക്സ് എബവ് ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് ദി എർത്ത്. Find x. അതിനുള്ള ആൻസർ ആണത്. പ്ലീസ് നോട്ട്, പ്ലീസ് ഗോ ത്രൂ ദ സ്റ്റെപ്സ് വെരി ക്ലിയർലി ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. Now, next question. U, potential energy, is given as 2x square plus 3y cube plus 2z. Find magnitude of x component at x is equal to x component of force ആണ്. Magnitude of force, magnitude of the x component of the force at x equal to 1. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ശരിക്കും വരേണ്ടത് കേട്ടോ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. Find the magnitude of the x component of force at a point where x is equal to 1. That is how you should state it. Now, നോക്കൂ, ഇതൊരു കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിനെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എനി കോമ്പണന്റ് ഓർ ഫോർ എക്സാമ്പിൾ എഫ് എക്സ്, the x component of force is given by minus dou by dou x of the scalar potential energy function. അതാണ് ഈ കാണുന്നത്. പൊട്ടൻഷ്യൽ എനർജി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡിനെയാണ് നമ്മൾ ആ ഒരു സ്പേസിലുള്ള സ്കെയിലാർ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ആയിട്ട് പറയുക. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് എ മൈനസ് സൈൻ വിൽ ഗിവ് യു ദ കറസ്പോണ്ടിങ് കോമ്പണന്റ് ഓഫ് ഫോഴ്സ്. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് ഡു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഹിയർ. റിമെമ്പർ വെൻ ഐ ഡു ഡോ ബൈ ഡോ എക്സ്, എക്സ് ഇസ് എ വേരിയബിൾ, എവറിഥിങ് എൽസ് ഇസ് കൺസിഡർഡ് ആസ് എ കോൺസ്റ്റന്റ്. നൗ അതിൻ്റെ കിട്ടിയ ആൻസറിൽ ഞാൻ എക്സിന് 1 കൊടുക്കുമ്പോൾ ഐ ഗെറ്റ് മൈ ഫൈനൽ ആൻസർ എഫ് ഓഫ് എക്സ് ഓർ എഫ് എക്സ്, ദാറ്റ് ഇസ് എക്സ് കോമ്പണന്റ് ഓഫ് ഫോഴ്സ് വിൽ ഹാവ് എ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 4. ദാറ്റ്സ് ഹൗ യു സോൾവ് ഇറ്റ്. നൗ ഈ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്ലീസ് ട്രൈ ആൻഡ് നോട്ട് ദ പ്രോബ്ലംസ് where you solve, where you find out the force vector from scalar potential energy function. അതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഫ്രം ഫോഴ്സ് വെക്ടർ കാണുന്ന ഇൻ എ കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് കാണുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ബോത്ത് ദീസ് പ്രോബ്ലംസ് ആർ ആക്ച്വലി കണക്റ്റഡ് വിത്ത് ദീസ് ടു ഇക്വേഷൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡാണ്. സോ സാധാരണ മെക്കാനിക്സിൽ നിങ്ങൾ കോൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ഹൗ ദീസ് ഇക്വേഷൻസ് ബിക്കം വെരി റെലവെന്റ് ഹിയർ ഇൻ കണക്ഷൻ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. നൗ we'll move on to the next one. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ്റെ വളരെ സിമിലർ ആയിട്ടുള്ള എക്സാക്ട്ലി അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണിത്. Now let's look at the question. Potential energy function corresponding to a conservative force is given as u of x comma y comma z, that is a scalar potential energy function, that is given by 3x square by 2 plus 5y plus 6z. Then the force at x is equal to 6 is p Newton. The value of p up to its nearest integral value is. Now listen. നോക്കൂ, ഇതാണ് നമ്മുടെ ഫോഴ്സ് വെക്ടർ. എഫ് വെക്ടർ is defined in rectangular component form as fx I cap plus fy j cap plus fz k cap. ഇതിൻ്റെ അകത്ത് ഓരോ കോമ്പണന്റും കാണാൻ നിങ്ങൾ കറസ്പോണ്ടിങ് ഡിറക്ഷനിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് നെഗറ്റീവ് സൈൻ എടുത്താൽ മതി. ആരുടെ? പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷന്റെ, സ്കെയിലാർ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷന്റെ. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇസ് meant by this equation here. F conservative vector is given by minus del u. Please understand that. Nabla operator എന്നാണ് നമ്മൾ ഇത് പറയുക. You must have gone through that. ഇനി അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് അറിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ.
Please understand that there is an operation here which you call partial derivatives. ആ partial derivative ഉപയോഗിച്ച് നിങ്ങൾക്ക് fx ഉം fy ഉം fz ഉം കാണാൻ പറ്റും. മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് യു ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എഫ് എക്സ്, മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് യു ചെയ്ത് യു ഗെറ്റ് എഫ് വൈ, ആൻഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് യു ചെയ്താൽ യു ഗെറ്റ് എഫ് സെഡ്. ആ മൂന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഫ് വൈ ആൻഡ് എഫ് സെഡ് ആർ ആക്ച്വലി കോൺസ്റ്റൻസ്. എഫ് എക്സിന് മാത്രമേ ഒരു പൊസിഷൻ ഡിപ്പെൻഡൻസ് കാണുന്നുള്ളൂ. അത് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ വെക്ടർ ഹിയർ. നോക്കൂ, ദിസ് ഇസ് ആക്ച്വലി വാട്ട് യു ഗെറ്റ് ഇൻ എ ജനറൽ ഫോം. ആൻഡ് എക്സിന് 6 കൊടുക്കുമ്പോൾ യു ഗെറ്റ് the specific force vector at that specific point. And then in the magnitude കാണാൻ, you just do root of fx square plus fy square plus fz square. You get the answer very close to 20. So the nearest integer we could say is 20. Now we will move on to the next question. ഓർത്തു വെക്കുക, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പിൽ വരുന്നതാണ്. This is very much this actually works very well with electrostatics as well. Now next question. A capacitor having capacitance of 100 microfarad is charged with a potential difference of 12 volt and is connected to an inductor of inductance 10 millihenry. Find maximum current through the inductor. Now listen. നോക്കൂ, ഇതൊരു എൽ സി സർക്യൂട്ട് ആണ്, എൽ സി ഓസിലേറ്ററിന്റെ കാര്യമാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. The most important thing you should understand about an LC oscillator is whatever the energy it started off with, our total energy, unless there is a resistor to dissipate the energy, resistor illengil pure LNC ആണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് എന്ത് എനർജി ആണോ ഉള്ളത്, തുടങ്ങുന്ന സമയത്ത് കപ്പാസിറ്ററിൽ ലോഡ് ആയത് എന്ത് എനർജി ആണോ ഉള്ളത്, ആ എനർജി തന്നെയായിരിക്കും ടോട്ടൽ എനർജി ആയിട്ട് എല്ലാ സമയത്തും ഉണ്ടാവുക. And this energy will start to be shared between the energy stored in the inductor and the energy stored in the capacitor. Now maximum current ഉള്ള സമയത്താണ് maximum energy stored in the inductor ഉണ്ടാവുക, which actually means ടോട്ടൽ എനർജി സെയിം ആയിരിക്കണമല്ലോ. അപ്പം മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ തന്നെയായിരിക്കും മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ. ആ സമയത്തുള്ള കറണ്ട് ആയിരിക്കും സർക്യൂട്ടിലെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി യൂസ്ഡ് ഹിയർ. ഇത് ഒമേഗ കണ്ടുപിടിച്ച് ഇതിനെ കഷ്ടപ്പെട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഐ തിങ്ക് ദിസ് ഇസ് ആക്ച്വലി ദി ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. നൗ ഹാഫ് സി വി സ്ക്വയർ ആണ് തുടങ്ങുന്ന സമയത്തുള്ള എനർജി. That will have to be equal to half Li max square. Maximum energy stored in the inductor will have to be equal to the maximum energy stored in the capacitor. All right. Now that is what we are solving here. The rearrangement മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. I find out I max by just basic mathematical manipulation, and the answer, final answer will be 1.2 amperes. Now ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് remember there are a lot of questions based on LC oscillators and the frequency, time period evaluate അങ്ങനത്തെ questions ഓർത്ത് വെക്കുക. And energy shared between capacitor and inductor അങ്ങനത്തെ questions ഇഷ്ടം പോലെ ഉണ്ട്. അതായത് find the time at which the 3/4 of the energy is in the inductor and the remaining energy is in the capacitor. അങ്ങനത്തെ questions ഉണ്ട്. Find out the time at which the energy is equally shared between the inductor and capacitor. അങ്ങനത്തെ ഒരുപാട് questions ഈ സെക്ഷനെ ബേസ് ചെയ്തിട്ടുണ്ട്. Please go through that because you see this question. Now നോക്കൂ, a gas undergoes a cyclic process ABCA. Find the work done by the gas from A to B to C. നോക്കൂ, ഈ ഒരു cyclic processൽ I think A and B and C are not marked anyways, but still please understand that it is a cyclic process and we have to find out the work done by the gas in the cyclic process. എനിവേസ് നോക്കൂ, ഇതിൽ ഈ ക്വസ്റ്റ്യൻ പല സോഴ്സസിൽ യൂണിറ്റ് സിസ്റ്റം മാറിയതായിട്ട് കാണുന്നുണ്ട്. ദർ ആർ സോഴ്സസ് വിച്ച് ആക്ച്വലി യൂസ് SI യൂണിറ്റ്സ് ആസ് വെൽ. നമുക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യാം. എനിവേസ് വർക്ക് ഡൺ ഇസ് ഏരിയ അണ്ടർ ദ PV ഡയഗ്രാം. ഓക്കെ, ഈ ഏരിയ എവാലുവേറ്റ് ചെയ്യുന്നൊരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ദാറ്റ്സ് ഓൾ വി ആർ ഡൂയിങ് ഹിയർ. ഹാഫ് BH, ബേസ് അറിയാം, ബേസ് 4 ആണ്, 4 മീറ്റർ ക്യൂബ് ആണ് വരിക. ആൻഡ് ഹൈറ്റ് ഇസ് 900 മൈനസ് 300, that is 600 Newton per meter square. എല്ലാം SI യൂണിറ്റിൽ ആയതുകൊണ്ട് simplification is very easy. Now please make sure that you check the units very well. ചിലപ്പോൾ ഒരു കൺവേർഷൻ വേണ്ടി വരും. So please understand that as well. Now work done using PV diagram വെച്ചിട്ടുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതൊരു പോയിന്റ് ആണ്. Remember that PV graph based questions connecting first law of thermodynamics. ഈ ഒരു കാര്യവും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് തെർമോഡൈനമിക്സിന്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് PV ഡയഗ്രാം തന്നിട്ട് എൻ പോയിന്റുകളെല്ലാം തരാതെ 1-2 പോയിന്റ് തന്നിട്ട് ബാക്കിയുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇഷ്ടം പോലെ നിങ്ങൾ തെർമോഡൈനമിക്സ് കണ്ടിട്ടുണ്ടാവും. പ്ലീസ് മേക്ക് ഷുവർ യു ഹാവ് എ ലുക്ക് അറ്റ് ദം. നൗ
And then you have PV diagram. PV is equal to NRT equation ഉപയോഗിച്ചിട്ട് unknown parameter. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യമാണ് unknown parameter സോൾവ് ചെയ്യുന്ന കാര്യം. ആൻഡ് ഗ്രാഫുകളെ കൺവേർട്ട് ചെയ്യുന്നത് PV ഡയഗ്രംസ് ആണ് നമ്മൾ ഏറ്റവും യൂസ്ഡ് ആയിട്ടുള്ളത്. PV ഡയഗ്രത്തിനെ TV ഡയഗ്രവും TP ഡയഗ്രം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. Please look at a couple of questions, at least the basic ones, which involve these conversions. It's another important section. Now, next, ray optics based ആയിട്ടുള്ള question ആണ്. If a biconvex lens of material of refractive index 1.5 has focal length 20 centimeters in air, then its focal length when it is submerged in a medium of refractive index 1.6 is. The first thing to note here is that you are actually submerging the lens in a medium of greater refractive index. അപ്പോൾ ആ ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ സബ്മേർജ് ചെയ്യുന്ന സമയത്ത് ആ ലെൻസിന്റെ ബിഹേവിയർ മാറും, നേച്ചർ മാറും, കൺവേർജിങ് ആയിട്ടുള്ള ആൾ ഡൈവേർജിങ്ങും ഡൈവേർജിങ് ആയിട്ടുള്ള ആൾ കൺവേർജിങ് ആയിട്ടുള്ള എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക. നിങ്ങളുടെ ആൻസർ അത് വെരിഫൈ ചെയ്യുന്നില്ലേ എന്ന് ഓർത്ത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. നൗ 1/FA is equal to, നോക്കൂ, ഇത് ലെൻസ് മേക്കേഴ്സ് ഫോമിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ഉപയോഗിച്ചിട്ട് എയറിലുള്ളതും ആ മീഡിയത്തിലുള്ളതുമായിട്ടുള്ള ഇക്വേഷൻസ് വേറെ വേറെ എഴുതുക. പ്ലീസ് ഡോണ്ട് ഈവൻ വറി അബൌട്ട് ദിസ്. കാരണം ഇക്വേഷൻ 1ഉം 2ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് എവർ ബി ദ വാല്യൂ ഹിയർ, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാനുള്ളതാണ്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട്, ഡോണ്ട് ഈവൻ ബോദർ ടു ഫിൽ ദോസ് വാല്യൂസ് ദേ. കാരണം നിങ്ങൾക്ക് അറിയാം അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാനുള്ളതാണ്. Then on cancellation and basic mathematical simplification, you get minus 160 centimeters, which is not a surprise. ആ നെഗറ്റീവ് സൈൻ അവിടെ വരേണ്ടതാണ്, കാരണം ലെൻസിന്റെ നേച്ചർ മാറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നൗ സിമിലർ ക്വസ്റ്റ്യൻസ് ആലോചിക്കുകയാണെങ്കിൽ, ലെൻസസ് കട്ട് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഒരു ലെൻസിനെ വെർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് മാറുക, ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് മാറുമോ ഇല്ലയോ, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. കോമ്പിനേഷൻസ് ഓഫ് ലെൻസസ് ഇൻ കോൺടാക്ട്, അത് നന്നായിട്ട് ഓർത്ത് വെക്കുക. രണ്ട് ലെൻസ് ചേർത്ത് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കുള്ള സ്പേസിൽ വേറൊരു ഫ്ലൂയിഡ് ഒഴിച്ചു, അങ്ങനത്തെ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ആ കോമ്പിനേഷൻസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. So that's how we solve this question. Please remember the questions which are connected to them. Now, next question. In a container, 1 gram of hydrogen and 1 gram of oxygen are taken. Find the ratio of hydrogen pressure to oxygen pressure. It's basically trying to calculate the partial pressures of hydrogen and oxygen. Now, first thing to remember, same container ആണ്. വോളിയം രണ്ടാക്കും സെയിം ആയിരിക്കും, ടെമ്പറേച്ചറും രണ്ടാക്കും എക്സാക്ട്ലി സെയിം ആയിരിക്കും, വിച്ച് മീൻസ് അക്കോർഡിംഗ് ടു PV is equal to NRT, the only thing that decides P will be N. So P will be proportional to N, which means PH by PO2 or PH2 should be actually H2. Hydrogenum actually diatomic ആണ്, it should actually be PH2 here. So please remember that, okay? ഇവിടെ H2, ഇവിടെ രണ്ട് ഭാഗത്തും H2 വരേണ്ടതാണ്. H2 by PO2 will actually be equal to NH2 by NO2, which is actually, ഇവിടെ അത് കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, 1 by, നോക്കൂ 1 gram ആണുള്ളത്, എനിക്ക് നമ്പർ ഓഫ് മോൾസ് അറിയണം. ഇവിടെ 1 gram ഡിവൈഡഡ് ബൈ എക്സിസ്റ്റിംഗ് മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താലാണ് നമ്പർ ഓഫ് മോൾസ് അറിയാം. സോ ടു ഫൈൻഡ് NH, I do 1 gram ഡിവൈഡഡ് ബൈ MH2. To find NO2, number of moles of O2, I do 1 gram again, because 1 gram of oxygen are divided by molar mass of O2. Then this is what I get. The answer is 16 on simplification. Now, നോക്കൂ, അടുത്തത് finding number of moles from ratio of partial pressures. നമുക്ക് ഈ പ്രോബ്ലം തിരിച്ച് ചെയ്യാം. Number of moles in the ratio കാണാൻ പറ്റും, partial pressure in the ratio അറിയാമെങ്കിൽ. That's one way of doing it. Now, second thing is pressure and temperature in terms of VRMS. VRMS ന്റെ ഭാഗങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ആ ഭാഗത്തേക്ക് ക്വസ്റ്റ്യൻസ് ഓപ്പൺ അപ്പ് ആയി വരുന്നേ ഉള്ളൂ. We can expect questions like that very soon. All right. So we will move on to the next question. Now, this is actually a very interesting question. ഇത് രണ്ട് രീതിയിൽ, ഈ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ പല ഭാഗത്ത് കണ്ടതുകൊണ്ട് I have done it in two ways. രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ആദ്യത്തെ ഭാഗം നോക്കുക, that is actually the lengthier and more difficult part. Second part is much more easy. ഒറ്റ അടിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് മെത്തേഡ്, ഇൻ ദ സെൻസ് സെക്കൻഡ് വേർഷൻ ആണെങ്കിൽ നോക്കൂ. കൺസിഡർ എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആസ് ഷോൺ. എ ബോൾ ഇസ് ത്രോൺ ഫ്രം O. പോയിന്റ് O ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് പോയിന്റ് O. Now, find the minimum speed to directly jump to the fifth step. Fifth step എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ് വരെയെങ്കിലും എത്തണം. ആ പോയിന്റ് കോർഡിനേറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റും. ഈ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് അറിയാം ഓരോ സ്റ്റെപ്പിന്റെയും. സോ യു കെൻ ഈസിലി കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് P ഹിയർ. നൗ നോക്കൂ, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എത്തണമെങ്കിൽ
the ball must strike point P. Bare minimum, the ball must strike point P, which means ഈ point P എന്നുള്ളത് ഈ പ്രൊജക്ടൈലിന്റെ trajectory equation included ആയിരിക്കണം. Those points should actually satisfy the trajectory equation. So what do I do here? I take the trajectory equation here. For x, I give 2.5 and for y, I give 2.5 again. So what happens now? Our trajectory equation I solve it. Finally, what do I get? I get this equation here. Now, where on the trajectory equation, trajectory equation manipulate, I get to a point where I get an equation here. But the variable tan theta, this is actually a quadratic equation in tan theta. Now, in the equation valid, in the equation possible, this equation should have real roots. If tan theta quadratic equation, real roots and down. For a quadratic equation to have real roots, please compare the equation with ax square plus bx plus c. And x here is tan theta, a 25 b minus 2u square. You can very easily understand that here. C is equal to 2u square plus 25. E comparison and understand the fact that b square should be greater than or equal to 4ac. Real roots or quadratic equation condition, please look at that. Our condition work basic mathematical manipulation squares are complete work. Please look at each step here. Each step is very important. Squares complete and this open bracket here is just telling you that I'm adding a same value on both sides to complete the square. That's all. That's all. That's point mention. That's all that is there. Now you complete the squares and then you have you get u, which is at least, or u should actually be greater than or equal to, or at least minimum. For minimum case, u square minus 25 should be equal to 25 root 2, which is actually u square is equal to 25 plus 25 root 2. Solve correct. U is equal to 5 root 1 plus 5 root 1 plus root 2. Now this is actually the lengthier way of doing it. It will be very easy if you remember an analysis you must have done in your classrooms. I know students who can actually do this. We have discussed this in a classroom session before. This is simple derived equation. If you have a projectile that is projected at a speed u at a certain angle theta, our trajectory projectile P is point cross where coordinates of P is a comma b. Cross our condition is u minimum is equal to root of g into b plus root of a square plus b square. This problem a and b 2.5 and 2.5. All you have to do is this result derive this result evaluate all you have to do is to substitute values. You will get this directly. The procedure will actually be solved in just this section here. Okay, so it's very easy. This evaluation method expression familiar, you can do it in a few seconds. All right, now we'll move on to the next question. Next question version. Now what if this question we are actually throwing it all the way up from the lower point. Matter possibility, this question here is very similar to H.C. Verma problem. Or H.C. Verma problem in kinematics. I think it's objective part 42 question. Our question, this is very clearly mentioned here. This question is a horizontal projectile. One step in the horizontally is the fifth step like this question. So just understand the fact that what if the question was just like this? Horizontally a ball throw that should actually land on the fifth step. Fifth step will land fourth step in the edge of the clear. If clear this point clear fifth step. So the clear in the condition I evaluate. I consider it purely as a horizontal projectile. Horizontal range vertical form mark marking we can easily evaluate them using the grading on the steps. A step grading which is easy to H evaluate. So R is equal to root 2h by g into v. Sadharana horizontal projectile equation. You can easily solve it as v is equal to root 10.
So this is actually a very simple question as compared with the previous one. മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. It's very much possible. Alright, now സിമിലർ ക്വസ്റ്റ്യൻസ് ആലോചിക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽസ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഒരു സർട്ടൺ പോയിന്റിലേക്ക് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ഫയർ ചെയ്തിട്ട് ആ ഹൊറിസോണ്ടലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യാൻ എത്ര ഹൈ എയിം ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. That is actually based on the dip that happens to the dip that a projectile encounters when it travels a distance horizontally. അപ്പോൾ ആ കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ദെൻ ഓൾസോ ഇതുവരെ ഈ സെഷൻസിൽ അധികം കാണാത്തൊരു ഇക്വേഷൻ ആണ് y is equal to x tan theta into 1 minus x by r ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഇസ് ഒരു സർട്ടൺ എന്താ പറയുക സർട്ടൺ ഒരു ഷീൽഡ് ക്ലിയർ ചെയ്യുന്നുണ്ട് പ്രൊജക്ടൈൽ, എത്ര ദൂരം പോകും അത്, അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടതാണ്. സോ പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ and please make sure you go to some objective book and you try solving questions based on that. All right. Now next, a solid sphere of radius 4a units is placed with its center at the origin. Two charges minus 2q at minus 5a comma 0 and 5q at 3a comma 0 is placed. The flux through the sphere is xq by epsilon naught. Find x. Now listen. ഇതൊരു വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. യു നോ ഇറ്റ് വെരി ക്ലിയർലി ദാറ്റ് ഫ്ലക്സ് ഇസ് ഓൺലി ഡിസൈഡഡ് ബൈ ക്യു എൻക്ലോസ്ഡ്. ഫ്ലക്സ് ഇസ് ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ഓർ 1 ബൈ എപ്സിലോൺ നോട്ട് ടൈംസ് ക്യു എൻക്ലോസ്ഡ്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ എൻക്ലോസ്ഡ് ഇതാണ് നിങ്ങളുടെ ഗോഷൻ സർഫസ് എങ്കിൽ അതിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ചാർജ് ആകെ ആ 3a ഫൈവ് ചാർജ് ആണ്. മറ്റേയാളുടെ നെറ്റ് ഫ്ലക്സ് ഉണ്ടാക്കില്ല. എത്ര ലൈൻസ് അകത്തേക്ക് കയറുന്നോ അത്ര ലൈൻസ് പുറത്തേക്ക് ഇറങ്ങും. സോ ദ ചാർജ് ദാറ്റ് ക്രിയേറ്റ്സ് ഫ്ലക്സ് ഹിയർ is the enclosed charge, and that gives you flux is equal to 5q by epsilon naught. X is equal to 5 is the correct answer. Now Gauss theorem ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നന്നായി നോക്കുക. റെഗുലർ ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവാലുവേഷൻ, ഒരു ചാർജ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ഓരോ ഫേസിലൂടെ എത്ര ഫ്ലക്സ് ഉണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോക്കി വെക്കുക. ആപ്ലിക്കേഷൻസ് ഓഫ് Gauss theorem, be thorough with it. You're very likely to get questions from that section. Electrostatics 1 and 2 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് Gauss theorem. So please make sure you're very clear with Gauss theorem and the evaluations. Now the next question. An electron is placed 1 meter away from a uniformly charged sheet and released from rest. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ റിലീസ് ഫ്രം റെസ്റ്റ് ഉണ്ട്, ത്രോൺ ഉണ്ട്, പല ഫ്രേസസ് കാണാൻ പറ്റുന്നുണ്ട്. ഐ എം ജസ്റ്റ് ഡൂയിങ് എ ജനറിക് ക്വസ്റ്റ്യൻ ആൻഡ് ഐ വിൽ ടെൽ യു ഹൗ ടു അഡ്ജസ്റ്റ് ദ സൊല്യൂഷൻ ടു ഡിഫറെന്റ് പോസിബിലിറ്റീസ്. Now an electron is placed 1 meter away from a uniformly charged sheet and released from rest and strikes the sheet after 1 second. If the charge density of the sheet is x m epsilon naught by e, find x. നോക്കൂ, ഈ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് QE ആയിരിക്കും. ഓക്കെ, Q ഇലക്ട്രോൺ ആയതുകൊണ്ട് Q will have value E. And ഇലക്ട്രിക് ഫീൽഡ് വരിക ഷീറ്റ് അല്ലേ, that will be equal to sigma by 2 epsilon naught. Now acceleration will be F by m, that is E sigma divided by 2 epsilon naught me. Me is the mass of the electron. F by m ചെയ്തു. അത് ലെഫ്റ്റിലോട്ടായിരിക്കും ഉണ്ടാവുക, ഇടത്തോട്ടാണ് ഉണ്ടാവുക, കാരണം പ്ലേറ്റ് അതിൻ്റെ ഇടത്ത് ഭാഗത്തായിരിക്കുന്നത്. ഇറ്റ്സ് വെരി ക്ലിയർ ഹിയർ. ഓക്കെ, സോ ഞാൻ ഇതിനെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിവിടെ റെസ്റ്റിലാണെങ്കിൽ അതിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, ആ പ്ലേറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നവരെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇസ് ആക്ച്വലി -1. That is equal to half at square. Aയും ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് I put the minus sign here. That will get cancelled off. You will finally get x is equal to 4. Now remember, if the question includes an initial velocity, നിങ്ങൾ ഈ ഇക്വേഷൻ റിസോർട്ട് ചെയ്യേണ്ടി വരും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തേക്കാണ് നോക്കുക, u vector is equal to u vector കൺസിഡർ ചെയ്യുക, and s vector is equal to u vector t minus half a vector t square ഉപയോഗിക്കുക. Linear motion ആണെങ്കിൽ it's easy, just you have to use signs there, that's all. Now similar questions ആയിട്ട് മനസ്സിലാക്കേണ്ട motion of charge particles in uniform electric field, exactly similar case ആണ്. കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇടയിലൂടെയുള്ള ചാർജ് പാർട്ടിക്കിളിന്റെ മോഷൻ പല ഡയറക്ഷനിൽ, ഒരു രണ്ട് പാരലി ചാർജ് പ്ലേറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇലക്ട്രോണെ പ്രൊജക്ട് ചെയ്യുന്നു, അത് എത്ര കർവ് ചെയ്യും, ഫൈനൽ വെലോസിറ്റി വെക്ടർ എന്താണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. പ്ലീസ് മേക്ക് ഷുവർ യു ഹാവ് എ ലുക്ക് അറ്റ് ദം. Now next question. In a convex mirror having radius of curvature 30 centimeters, the height of image is half the object height. What will be the object distance? നിങ്ങൾക്ക് u ആണ് കാണേണ്ടത്. You are given, നിങ്ങൾക്ക് കാണേണ്ടത് u ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡേറ്റ തന്നിട്ടുണ്ട് to calculate f
and you also have data to understand magnification. Okay, ഞാൻ രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. This is a very handy formula, that is this one here. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. It may come very handy for you ഇങ്ങനത്തെ കേസസിലൊക്കെ. The most naive way to do it is just understand that HI by HO is M. Virtual image ഉണ്ടാവുക എന്നുള്ളത് കോൺവെക്സ് മിറർ ആണെന്നുള്ള കേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. So you get an expression which relates V and U. 1 by V plus 1 by U is equal to 1 by F ൻ്റെ അകത്ത് just use that relation here to replace V. You get the answer. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. Otherwise, what you should actually do is remember this formula here. നമ്മൾ 1 by V plus 1 by U is equal to 1 by F ൻ്റെ അകത്ത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഫോർമുലയാണ് M is equal to F by F minus U. In that equation, F is very clear, R by 2 ആണ്. So I give it as plus 15. Magnification I calculated very easily as plus 1 by 2 plus 1 by 2 കൊടുക്കുക. Magnification M കൊടുത്തു. This is M here and this is F here and this is F minus U. Alright? Okay? അപ്പോൾ F by F minus U കൊടുക്കുമ്പോൾ you can actually solve this question very very easily. Alright? യു നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടും. നോക്കൂ, എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെവർ ഗിവ് സൈൻ ഫോർ ദി അൺനോൺ ക്വാണ്ടിറ്റി. അൺനോൺ ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്ത് സൈൻ കൊടുക്കരുത്. അൺനോൺ ക്വാണ്ടിറ്റിയുടെ സൈൻ ആൻസറിന് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ആൻഡ് ദാറ്റ് വെരി റൈറ്റ്ലി യു ഗെറ്റ് യു ആസ് മൈനസ് 15 ഹിയർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു കീപ് ദ ഓബ്ജെക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. സോ ഡെഫിനറ്റ്ലി ആ യു നെഗറ്റീവ് തന്നെയാണ് വരേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് വെരിഫൈഡ് ഇൻ ദി ആൻസർ ഹിയർ ഓൾസോ. Two methods. This is a little lengthy, a little more naive. This is actually the smarter way to do it. All right. Next question. The recoil velocity of hydrogen atom when a photon is released during transition from n is equal to 2 to n is equal to 1. Now, look. Initially, hydrogen is in excited state. That's stationary at irikiyana. Finally, hydrogen ground state like and then it emits a photon. Now, what do you know about the photon? A photon the wavelength kana you have this hydrogen spectrum based at equation to 1 by lambda is equal to 3r by 4. R is Rydberg constant. ആ കാര്യം ഓർമ്മയുണ്ടാവണേ. Please remember that. Now, നോക്കൂ, initially the momentum was 0. കാരണം hydrogen atom, excited hydrogen atom restലാണ്. Finally, the net momentum will have to be 0. കാരണം it's only internal interaction. External ആയിട്ട് ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നില്ല. Internal interaction ആണ്. So total momentum should be 0. Total momentum vector should be 0. Which means total momentum vector initially ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം total momentum vector finally, which implies that the momentum gained by the hydrogen atom should be equal to in magnitude and opposite to the momentum of the photon. Now, momentum of the photon എങ്ങനെ കാണാൻ പറ്റും? See, this is again de Broglie equation. Lambda photon will be equal to h by p photon. With that, you can actually find p photon. So you have MHVH ആണ് momentum of the hydrogen atom. H by lambda ആണ് momentum of the photon. It's very clear here from these equations. So VH is very easily 1 by lambda H by MH. 1 by lambda നിങ്ങൾ sort out ചെയ്ത് വെച്ചിട്ടുണ്ട്. Plug that in here. All what remains, that's what we have here. 3R by 4 ഇവിടെ വരും. ബാക്കി H by MH ആണുള്ളത്. Just plug in values. This is MH here. This is H. This is mass of the hydrogen atom. This is Planck's constant, Rydberg constant here, 3, 4, everything is here. If you evaluate it, you get 3.25 meters per second. That's how we solve it. Now, similar questions at Orkala, hydrogen spectrum based questions, please remember that. You can expect questions widely from it. Look at atomic collisions. Atomic collisions is when you have a hydrogen atom or any atom for that matter collided with a projectile, which could be a neutron or a helium nucleus or any other particle. അവിടെ നിങ്ങൾ you will have to consider the energy transactions and you will have to consider the reduced mass concept to understand whether the hydrogen atom gets enough energy to excite or it doesn't happen at all. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അറ്റോമിക് കൊളീഷൻ എന്നൊരു സെക്ഷൻ നന്നായി നോക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ വിചാരിക്കുന്ന ഗട്ട് ഫീലിംഗിൽ തോന്നുന്നത് പോലെ ആയിരിക്കില്ല ആ എനർജി ട്രാൻസാക്ഷൻ ഉണ്ടാവുക. യു ഹാവ് ടു യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് റെഡ്യൂസ്ഡ് മാസ് ദെയർ. റിമെമ്പർ ദാറ്റ് വെരി കെയർഫുള്ളി. നൗ, next question. A particle executing simple harmonic motion along x-axis with amplitude a is executing simple harmonic motion along x-axis with amplitude a about the origin. Then
The ratio of kinetic energy and total energy at x is equal to a by 3 is. Okay. Total energy is always half k a square. Potential energy at x half k x square, and obviously kinetic energy will have to be equal to TE minus PE. Those standard equations are. I'm just telling you how you get there. Now, at x is equal to a by 3, kinetic energy easy at evaluate based on this equation here, which only requires x. And then you have total energy already figured out. Take the ratio, you get 8 by 9. Similar questions ആലോചിക്കുമ്പോൾ energy sharing in SHM. ഏത് സമയത്താണല്ലോ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് എനർജി ഈക്വലി ഡിവൈഡഡ് ആവുക പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും തമ്മിൽ 3/4 ആവുക എപ്പോഴാണ് 5/6 ആവുക അങ്ങനത്തെ റേഷ്യോസിലൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ റിമെമ്പർ ഗ്രാഫിക്കൽ പ്രോബ്ലംസും പോസിബിൾ ആണ്. PE വേഴ്സസ് പൊസിഷൻ ഗ്രാഫ്, KE വേഴ്സസ് പൊസിഷൻ ഗ്രാഫ് ഫോർ ഓസിലേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലീസ് റിമെമ്പർ ദീസ് ഐഡിയാസ് വെരി ക്ലിയർലി. Now, next question. Consider the circuit shown. The galvanometer resistance is 10 ohm and current through the galvanometer is 3 milliampere. Now, find the resistance of shunt. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 10 ആംപിയർ ആണ് ഇതൊരു സർക്യൂട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10 ആംപിയർ ആണ് സർക്യൂട്ടിലേക്ക് ആ മൊത്തം അമീറ്റർ കോംപ്ലക്സിലേക്ക് വരുന്ന കറണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി ക്ലിയർലി ഗിവൺ ദാറ്റ് ഗാൽവനോമീറ്ററിലൂടെ 3 milliampere മാത്രമേ പോകാൻ പറ്റുള്ളൂ. So the rest of it will have to go through the shunt. And remember, the potential drop across these 2 points will be same irrespective of the way which you calculate it. That is, ഈ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ IS into or that is I minus I. IS is actually I minus IG കേട്ടോ. ഇവിടുന്ന് I വന്നു കഴിഞ്ഞാൽ IG ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ IS will naturally be equal to I minus IG. I minus IG into IS will have to be equal to IG into RG. You just equate these values, do your simplification. ഇവിടെ ഒരു ചെറിയ approximation വേണ്ടി വരും. Anyways, the final answer is S shunt resistor is approximately close to 3 into 10 raised to minus 3. Please understand the question. Now, current and voltage division rules ഉപയോഗിച്ചുള്ള questions നന്നായി ശ്രദ്ധിക്കുക. Scaling up of ammeter into voltmeter and എന്താ പറയുക ഹയർ കറണ്ട് എടുക്കുന്ന അമീറ്റർ ആയിട്ടും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മെഷർ ചെയ്യുന്ന വോൾട്ട് മീറ്റർ ആയിട്ടും അമീറ്ററിനെ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്ലീസ് ഗോ ത്രൂ ദം. യു ഹാവ് മെനി എക്സാമ്പിൾസ്. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിലും പറഞ്ഞ കാര്യമാണ്. ഒരുപാട് തവണ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോസിബിൾ ആയിട്ടുള്ള കണക്റ്റഡ് ടോപ്പിക്സ് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദം. നൗ, the voltage and resistance of a resistor are measured as V is equal to 200 plus or minus 5 volt and R is equal to 20 plus or minus 0.2 ohms. Find the percentage error in current. Now, this is actually a question we discussed about in the previous session here, previous analysis. നമ്മൾ പറഞ്ഞതാണ് percentage error based ആയിട്ടുള്ള questions വരാനുള്ള ചാൻസ് ഉണ്ട്. This is exactly one such question. Error അറിയാം, ആക്ച്വൽ വാല്യൂ അറിയാം, നിങ്ങൾക്ക് റിലേറ്റീവ് എറർ കാണാൻ പറ്റും. റിലേറ്റീവ് എറർ ഇൻറ്റു 100 വിൽ ഗിവ് യു പെർസെൻറ്റേജ് എറർ. ഫംഗ്ഷൻ അറിയാമെങ്കിൽ മാക്സിമം പെർമിസിബിൾ റിലേറ്റീവ് എറർ കിട്ടുക ഓർ മാക്സിമം പെർമിസിബിൾ പെർസെൻറ്റേജ് എറർ കിട്ടുക. ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഇസ് percentage error in I is equal to percentage error in V plus percentage error in R. 5/200 ആണ് relative error. That into 100 will give you percentage error in V. 0.2/20 into 100 will give you percentage error in R. That's all you need. 3.5% is the correct answer. Now, ഓർക്കേണ്ട similar questions. നോക്കൂ, ടൈം പീരീഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലും G at the surface of the earth ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ചിട്ട് G മെഷർ ചെയ്യുന്നതിൽ ഓരോ പാരാമീറ്റർ മെഷർ ചെയ്യുന്നതിലുള്ള എറർ വെച്ചിട്ട് ഈ ടൈപ്പ് ഓഫ് പെർസെൻറ്റേജ് എറർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ദം. വൺ. സെക്കൻഡ് തിങ് ഇസ് the general form. Z is equal to A raised to X, Y raised to B by Z raised to C ഫോമിലുള്ള ഫങ്ഷൻസ് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള പെർസെൻറ്റേജ് എററും റിലേറ്റീവ് എററും കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദം. നൗ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാപ്പിലറി ഇസ് മൂവ്ഡ് ഫ്രം ഹോട്ട് വാട്ടർ ടു കോൾഡ് വാട്ടർ. ദെൻ കാപ്പിലറി ലെവൽ റൈസസ്. ഹോട്ട് വാട്ടറിൽ നിന്ന് കോൾഡ് വാട്ടറിലേക്ക് പോകുമ്പോൾ കാപ്പിലറി ലെവൽ റൈസ് ചെയ്യുന്നു പറയുന്നു. സെക്കൻഡിൽ ഇറ്റ് ഇസ് മൂവ് ഫ്രം ഹോട്ട് വാട്ടർ ടു കോൾഡ് വാട്ടർ, കാപ്പിലറി ലെവൽ ഡിക്രീസസ് എന്ന് പറയുന്നു. സോ വൺ തിങ് ദാറ്റ് ഇസ് വെരി സേഫ് ഹിയർ ഇസ് either one of them will be true, the other one will not be true. ഒരെണ്ണം ട്രൂ ആണെങ്കിൽ മറ്റേ ആൾ നാച്ചുറലി ഫോൾസ് ആവും. What you should remember here is that H is equal to 2 sigma cos theta divided by R rho g ആണ് നമ്മുടെ equation, and H has to be proportional to sigma.
Now, നമ്മൾ കഴിഞ്ഞ അനാലിസിസിൽ പറഞ്ഞതാണ് സർഫസ് ടെൻഷൻ എങ്ങനെയാണ് സോല്യൂബിളും ഇൻസോല്യൂബിളും ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് എങ്ങനെയാണ് ഗവേൺ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ സമയത്ത് ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പോസിബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് സർഫസ് ടെൻഷൻ വിച്ച് ഇസ് എക്സാക്ട്ലി വാട്ട് യു സീ ഹിയർ. നോക്കൂ, സർഫസ് ടെൻഷന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് സർഫസ് ടെൻഷൻ ഡിക്രീസസ്. So now hot water surface tension കുറവായിരിക്കും than cold water. Obviously, capillary rise in hot water will be lesser than capillary rise in cold water. So statement 1 is true, statement 2 is false. It's a very easy question. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ഇതിനെ സിമിലർ ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്. Now next question here. In the voltage regulator circuit shown below, the reverse breakdown voltage of Zener diode is 3 volt. Find the current through the Zener diode. Noku, even if you don't understand what a Zener diode is, you can actually solve this question. Noku, A to B across ആണ് Zener diode ഇരിക്കുന്നത്. അത് റിവേഴ്സ് ബയസിൽ അത് ബ്രേക്ക് ഡൗൺ അത് കറണ്ട് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് 3 volt is the potential difference across a Zener diode, which means 3 volt exactly is the potential difference across this 2 kilo ohm resistor. Okay. Now, നന്നായിട്ട് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക, ഈ വരുന്ന I കറണ്ടിൽ ഒരു ഭാഗം IZ ഉണ്ട്, ഒരു ഭാഗം IR ഉണ്ട്. Alright. Now, IR and you know that I will have to be equal to IZ plus IR. നമുക്ക് കാണേണ്ടത് IZ ആണ്. So, IZ is equal to I minus IR. Now, your job is to calculate I and IR. How do you do that? Very basic principles. നോക്കൂ, ഈ 10 വോൾട്ടിൽ 3 വോൾട്ട് ഇതിന് അഗെയിൻസ്റ്റ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ 2 കിലോ ഓമിന് അക്രോസ് ഉണ്ടാവുക ഈ 3 വോൾട്ട് ആണ്. Which actually means current through that resistor here would then be IR will be equal to VAB, A എന്നുള്ള പോയിന്റ് B എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 3 വോൾട്ട് ഡിവൈഡഡ് ബൈ 2 into 10 raised to 3 ohm. That is 1.5 milli ampere വരും. Now 3 വോൾട്ട് ഔട്ട് ഓഫ് 10 വോൾട്ട് 3 വോൾട്ട് എൻ്റെയും ബിന്റെ അക്രോസ് ഡിസിപ്പേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി 7 വോൾട്ടും ഉണ്ടാവുക സിന്റെയും എൻ്റെയും അക്രോസ് ആയിരിക്കും. Which actually means the current I through the 1 kilo ohm resistor can be easily calculated by dividing VAC with RAC, which is actually 7 milliampere here when you use the values. So basically IZ is equal to I minus IR, which is actually 7 milliampere minus 1.5 milliampere. The answer is 5.5 milliampere. All right. Now, you don't even have to understand what Zener diode is. You just have to know that a certain current is passing through it in reverse bias, and it has a 3 volt potential drop across it. Now, similar questions ആലോചിക്കുക. ഇതേ കോൺസെപ്റ്റുള്ള ഒരുപാട് സർക്യൂട്ട്സ് പോസിബിൾ ആണ്. ഇറ്റ്സ് എ വെരി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് that there are logic gate concepts also along with in this chapter. അങ്ങനത്തെ കുറേ equations questions possible ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. So please have a look at these kind of questions where you calculate the current through the Zener diode. Now next question says a galvanometer shows deflection corresponding to 25 divisions when a certain current is passed. The deflection becomes 5 divisions when the galvanometer is shunted with 24 ohms. Find the resistance of galvanometer. Now listen. Noku, deflection is always proportional to the current. That is the main principle of a galvanometer, which actually means നോക്കൂ, ഡിവിഷൻ 25 ഡിവിഷൻസ് നിന്ന് 5ലേക്ക് ഡിഫ്ലക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഏതോ ഒരു ഐയിൽ നിന്ന് I/5ലേക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഗാൽവനോമീറ്ററിലേക്ക് പോകുന്ന കറണ്ട് ഐയിൽ നിന്ന് I/5 ആയതുകൊണ്ടാണ് ഡിഫ്ലക്ഷനും 5-1 മാറിയെന്നുള്ളത് മനസ്സിലാക്കുക. ദാറ്റ്സ് എ ബേസിക് പോയിന്റ് which actually is described here in 2 figures. ആദ്യം I 25 ഡിവിഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ദ ഗിവൺ I വാല്യൂ ഹിയർ RG ആണ് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദെൻ യു ഹാവ് രണ്ടാമത്തെ കേസിൽ I പാസ് ചെയ്യുമ്പം ഗാൽവനോമീറ്ററിലൂടെ I/5 പോകുന്നുള്ളൂ. ബാക്കി കറണ്ട് മുഴുവൻ എന്താ പറയുക ഷണ്ടിലൂടെയാണ് പോകുന്നത്. ഷണ്ടിന്റെ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് 24 ഓം ആണ്. വിച്ച് ആക്ച്വലി മീൻസ് നോക്കൂ I/5 നോക്കൂ, ദിസ് ഇസ് ആക്ച്വലി കറന്റ് ഡിവിഷൻ റൂൾ. കറന്റ് ഡിവിഷൻ റൂൾ സേസ് I1 is equal to or I2 is equal to R1 divided by R1 plus R2 into I. Exactly that is what you have here. Galvanometer പോകുന്ന കറണ്ട് that is I/5 will be equal to 24 divided by 24 plus RG into I. You can easily solve it. You get 96 will be your answer.
It's very easy to solve this question. ഈ ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിഫ്ലക്ഷൻ കുറയുമ്പോൾ കറണ്ടും കുറയുന്നുണ്ടാവും. ഡിഫ്ലക്ഷൻ കുറയുന്ന അതേ തോതിലായിരിക്കും ഗാലനോമീറ്ററിലൂടെ പോകുന്ന കറണ്ടും കുറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. Alright, now the next question says, if a particle starting from rest having constant acceleration covers s1 distance in first p minus 1 seconds and s2 distance in first p seconds, then determine the time for which the displacement is s1 plus s2. Okay. S1 can be easily calculated, half a t square. S2 can again be easily calculated, half a t square again. T മാറുന്നുണ്ട്. ആദ്യം p minus 1 second ആണ്, രണ്ടാമത് p second ആണ്. For displacement s1 plus s2, s1 plus 2 will be equal, s1 plus s2 will be equal to some half a t square. ആ time ആണ് കാണേണ്ടത്. Alright. So I have half a t square is s1 can be replaced with this here. S2 can be replaced with this again here. രണ്ടും combine ചെയ്യുക. T is equal to root of p minus 1 square plus p square, which actually gives you t is equal to root of 2p square minus 2p plus 1. That's how we solve it. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സിമിലർ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഈക്വേഷൻസ് ഓഫ് മോഷൻ നന്നായി നോക്കുക, അതിൻ്റെ മാനിപ്പുലേഷൻ നന്നായി പഠിക്കുക, പെട്ടെന്ന് ഇത് ക്ലിക്ക് ആവാൻ പറ്റുക എന്നുള്ളത്. പെട്ടെന്ന് ഈ എക്സ്പ്രഷനൊക്കെ കാണുമ്പം വി മേ ആക്ച്വലി ഗെറ്റ് എ ലിറ്റിൽ പെർപ്ലെക്സ്ഡ്. ഇങ്ങനെയാണ് ഇതിലേക്ക് എത്തുക. But the only thing is, if you're very clear about these equations, you have a knack of choosing these equations. ഏത് എക്സ്പ്രഷൻ എടുത്താലാണ് ഇക്വേഷൻ കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് പോകാമെന്ന് മനസ്സിലാക്കാനുള്ള knack ഉണ്ടെങ്കിൽ you can easily solve this. Now, next question. A square loop of side 0.1 meter is in east-west plane, and a magnetic field is along northeast, and the field has a magnitude 0.2 Tesla. If B is removed in 10 seconds, find the EMF induced. Now, നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞാണ് ഫാരഡേ ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫീൽഡ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇറ്റ്സ് എ വെരി സിമിലർ ക്വസ്റ്റ്യൻ ടു ദ വൺ ദാറ്റ് വി ഡിഡ് ഇൻ ദ ജാൻ മോർണിംഗ് ഷിഫ്റ്റ്. ഇറ്റ് സീംസ് വളരെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഈ ഇൻഡ്യൂസ്ഡിന് വാല്യൂ വരിക d5/dt ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്വിച്ച് ഓഫ് ചെയ്യുന്ന കേസിൽ ഡെൽറ്റ ഫൈ ഇസ് ആക്ച്വലി ഫൈ. അതിൻ്റെ അകത്തുള്ള ഫൈ ഓഫ് ആയി പോകുമ്പോൾ 0 ആവുന്നു. സോ ഡെൽറ്റ ഫൈ വിൽ ബി ദ ഫൈ എക്സിസ്റ്റിംഗ് ദെയർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അത് കാണാൻ വേണ്ടി മനസ്സിലാക്കുക. സി, ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിനും നോർത്ത് ഈസ്റ്റും ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്ലെയിനിൻ്റെയും ഡയറക്ഷൻസ് വരുന്നത്. സോ ഏരിയ വെക്ടറുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി വരും. Flux will be BA cos 45. That's exactly what we have here. B എടുത്തിട്ടുണ്ട്, area എടുത്തിട്ടുണ്ട്, and you have a cos 45 accounted for, and then that is the flux, which is actually change in flux. Change in time താഴെ കൊടുത്തിട്ടുണ്ട്. You just do the math, you get the answer. All right. Now, Faraday's law based ആയിട്ടുള്ള questions ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Please make sure that you go through them. All right. The next question, ഇത് കുറച്ചുകൂടെ ന്യൂമറിക്കലി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂയിഡ്സിൽ ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഇത്. ഓൾറൈറ്റ്, നൗ the flow speeds on upper and lower surfaces of the wings are 70 meters per second and 65 meters per second respectively on an airplane in a wind tunnel. What is the lift force on the wing? Area of the wing is 2 meters square. That's what is given. And density of air is 1.2 kilogram per meter cube. Now listen. This is the wing here. ഇവിടെ ഹൈ സ്പീഡിലാണ് പോകുന്നത്, ഇവിടെ ലോ സ്പീഡിലാണ് പോകുന്നത്. ലോ സ്പീഡിൽ ഹയർ പ്രഷർ ഉണ്ടാവും, ഹൈ സ്പീഡിൽ ലോവർ പ്രഷർ ആയിരിക്കും. സോ താഴത്തുനിന്ന് മുകളിലേക്കുള്ള ഫോഴ്സ് കുറച്ച് ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ലിഫ്റ്റ് കിട്ടുന്നത്. ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് വെരി വെൽ. This is Bernoulli's principle based at equation another. Please understand the fact that the upper part and lower part of the wing are very close to each other, which means that we are actually neglecting the height difference here. Appam ee rho gh term rendu side lu undavilla. I am writing Bernoulli's equation for the wind flow above and on the upper surface and on the lower surface here. The rearrange cheyana samayathu net pressure, which we actually mentioned right now, which will be equal to pressure on the lower side minus pressure on the upper side. താഴത്തുനിന്ന് മുകളിലേക്കുള്ള പ്രഷർ ആയിരിക്കും ഗ്രേറ്റർ ആവുക. That will be equal to half rho V upper square minus V lower square. Now, force will be pressure into area. ആ ഫോഴ്സ് കാണാനാണ് ഈ ഏരിയ ഇവിടെ തന്നിരിക്കുന്നത്. We just multiply that. ഇതാണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ. ഏരിയ ഇൻറ്റു ഹാഫ് റോ ഇൻറ്റു V upper square minus V lower square. Plug in the values, you get 810 Newton as your answer. സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വെഞ്ചുറി മീറ്ററിൻ്റെ ഭാഗം നന്നായി ശ്രദ്ധിക്കുക. പിറ്റോട്ട് ട്യൂബ്,
എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, എന്നൊരു ഡിവൈസ് ഉണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പ്ലീസ് വർക്ക് ഓൺ ദീസ് ഡിവൈസസ്. ഓൾസോ ടോറിസെല്ലീസ് ലോ ഓഫ് എഫ്ലെക്സും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടെയ്നറിലൂടെ ഉണ്ടാകുന്ന എഫ്ലെക്സ് ഏത് പോയിന്റിൽ ഓപ്പണിംഗ് വെച്ചാലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക ആ എഫ്ലെക്സിന്, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നന്നായി നോക്കി വെക്കുക. ഓൾറൈറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ബേസ്ഡ് ഓൺ ന്യൂക്ലിയൈ. നോക്കൂ, ലിത്തിയം ന്യൂക്ലിയസ് and a hydrogen nucleus will combine to give a certain product here. ആദ്യം നോക്കുക, ന്യൂക്ലിയോൺസ് ഒക്കെ മാച്ച്ഡ് ആണോ നോക്കുക. നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ബേസിക്കലി ഇറ്റ്സ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. നമ്മൾ ഡെൽറ്റ എം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ചേഞ്ച് ഇൻ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ക്യൂ ഫാക്ടർ കാണുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ 27th ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് യു ഹാവ് ഹിയർ. നൗ യു ഹാവ് ദ റിയാക്ഷൻ ഹിയർ. ഓരോ കോമ്പണന്റിന്റെയും റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും, ദീസ് ആർ ദ റിയാക്ടൻസ് ഹിയർ ആൻഡ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഹിയർ. രണ്ടിന്റെയും മാസസ് തന്നിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഇസ്, ഫസ്റ്റ് തിങ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് reactants will have a slightly higher mass than the products. So this mass difference will have to be multiplied with 931 MeV to get the Q value. That's exactly what we have here. Numerically കുറച്ച് ടെല്ലിംഗ് ആണ്, കുറച്ച് സമയം അതിന് എടുക്കേണ്ടി വരും. അതായത് കുറച്ച് സേഫ് ആയിട്ട് ചെയ്യണം. തെറ്റിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് വെരി ഷുവർ ടു ഗെറ്റ് ദി ആൻസർ. 22.37 MeV ആണ് ആൻസർ വരിക. നൗ അഗെയിൻ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പ്ലീസ് മേക്ക് ഷുവർ യു ഗോ ത്രൂ ദം. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാൻ. ഓൾറൈറ്റ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. YDSCയിൽ നമുക്ക് കണ്ടിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് അഗെയിൻ ഈ ക്വസ്റ്റ്യൻ്റെ ഫിഗറിനെ പറ്റിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫിഗർ വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. ദി അതർ ഫിഗേഴ്സ് വിൽ ബി മച്ച് മോർ ഈസി ഫോർ യു. നൗ ലിസൺ. In YDSC experiment, source is placed exactly in front of one slit. The distance between slits and screen is 0.2 meters. Wavelength used is 400 nanometer. Find the minimum distance between the slits such that point O is dark. Now listen very carefully here. ഇവിടെ path difference ഉണ്ടാവുന്നത് സ്ലിറ്റിന് ശേഷമല്ല, because we are talking about point O here. Point O is actually symmetric or is equidistant from S1 and S2, which means there is no path difference here in this region. Path difference ഉണ്ടാവുന്നത് സ്ലിറ്റിൽ എത്തുമ്പോഴാണ്. ആ path difference will be this difference here. Okay? Now, ഈ path difference എങ്ങനെ കാണാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു കൻ ആക്ച്വലി ഇവാലുവേറ്റ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് നിങ്ങളിതാ ഇവിടെ ഈ ഒരു പോയിന്റിലേക്കുള്ള path difference ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങൾ XD/D ഉപയോഗിച്ചിട്ടാണ്. എക്സാക്ട്ലി അതേ ജിയോമെട്രി ഇവിടെ യൂസ് ചെയ്യാം. ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ ഈ ക്ലോസ് തന്നിട്ടുണ്ടാവണം. ഈ ക്ലോസ് തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു യൂസ് പൈത്തഗോറസ് തിയറം ടു ഇവാലുവേറ്റ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. അത് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി യൂസ് അപ്രോക്സിമേഷൻ. ബേസ്ഡ് ഓൺ ദാറ്റ് XD/D ആയിരിക്കും path difference വരിക, ഡെൽറ്റ എക്സ് വരിക, which actually means x is equal to d/2 ആണ്. നോക്കൂ, ഈ x എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൈറ്റ് എന്ന് പറഞ്ഞ് d/2 ആണ് വരിക. d/2 കൊടുത്തു കഴിഞ്ഞാൽ you can actually get delta x as d square by 2d. Now minimum distance for darkness ആണ്. That path difference should be equal to λ/2 ആണ്. path difference expression അറിയാം, അത് λ/2 ന് ഈക്വൽ ആവണം. d is equal to root lambda capital D ആണ് നമ്മുടെ സൊല്യൂഷൻ വരിക. You can easily plug in the numbers. Lambda കൊടുത്തിട്ടുണ്ട് 400 nanometer and capital D 0.2 meters ആണ്. You can plug that into. Final answer will be 0.28 millimeters. YDSC questions based ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായി നോക്കുക. ഒരു സ്ലിറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഷിഫ്റ്റ് ഇൻ ഫ്രിഞ്ചസ് എന്നുള്ള ഭാഗവും നന്നായിട്ട് ശ്രദ്ധിക്കുക. These are two sections you should be familiar with. Based on this question ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തത്. Alright. Now that is all in this set. ഇതേ സെറ്റിൻ്റെ repetition ആണ് എടുത്തത്. So I think we have covered a good number of questions. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ഔട്ട് ആണ്. ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. And that is actually a good sign. If you study very deeply, you study all these concepts very hard, you can actually do it very easily. ഈസി ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരുപാടെണ്ണം. പെട്ടെന്ന് ക്വിക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒരുപാടെണ്ണം അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഐ ഹോപ്പ് ദ സൊല്യൂഷൻസ് ആർ വെരി ക്ലിയർ. ഇതിൻ്റെ PDF will be available to you through the site. Thank you so much for listening. Now we will move on to the next shift, the evening shift. നമുക്കിനി Jan 29th ഈവനിങ് ഷിഫ്റ്റിലെ പേപ്പറും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ച് കുറവാണ്. അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കുറവേ ഉള്ളൂ. ദ മസ്റ്റ് ബി മോർ ക്വസ്റ്റ്യൻസ് ഹിയർ. പ്രീവിയസ് സെഷനിലുള്ള അത്ര ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല.
Anyways, we'll cover as much questions as possible, as many questions as possible. Now, questions രണ്ടാമത് ഒന്ന് ഈസി ആയിട്ടുണ്ട്. ചാപ്റ്റേഴ്സിന്റെ പാറ്റേൺ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ടുണ്ട്. 27th പോലെ കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ വിൽ go through the questions first. Now, in a simple pendulum, length 10 meters, string is initially kept horizontal and the bob is released. 10% of the energy is lost till the bob reaches the lowermost point. Then find the speed of the bob at the lowermost position. ഇത് ബേസിക്കലി കോൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രിൻസിപ്പിൾ ആണ്. അതിൻ്റെ അകത്ത് ലോസ് കൂടെ അക്കൗണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ലോസ് ഇല്ലായിരുന്നെങ്കിൽ ഹൊറിസോണ്ടൽ പോയിന്റ് നിന്ന് താഴെ വരുത്തുന്ന സമയത്ത് ആ ബോബ് ഗെയിൻ ചെയ്യുന്ന കൈനറ്റിക് എനർജി അത് ലൂസ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി തന്നെയായിരിക്കും. ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ലെവൽ, നമ്മളെ സീറോ ലെവലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് ലൂസ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വിൽ ബി mgh. mgh ഇൻ ദ സെൻസ് mgl ആയിരിക്കും. അതുതന്നെയായിരിക്കും അത് ഗെയിൻ ചെയ്ത കൈനറ്റിക് എനർജി. ബട്ട് ദ പ്രോബ്ലം ഹിയർ ഇസ് ഹാഫ് mv0 സ്ക്വയർ ഇസ് ഇക്വൽ ടു mg എന്ന് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് 90% എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. 10% ഓഫ് എനർജി ലോസ്റ്റ് ആയിട്ടുണ്ട്. So half mvl square will be equal to 90/100 of mgl വരിക. അത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. vl is equal to 6√5. The only thing is conservation of mechanical energy വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന്റെ കൂടെ ഓർത്ത് വെക്കണം. ഒപ്പം ലോസിന്റെ പെർസെൻറ്റേജ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോസ് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് വെച്ചിട്ട് ആ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Alright, that's a very easy question. Now next, the intensity at each slit is equal for YDSC. And maximum Imax at central maximum is Imax at central maxima. If I is the intensity for phase difference 7 pi by 2 between two waves at the screen, then I by Imax is, okay, Imax at the central maxima will definitely be 4I0. You know that. രണ്ട് ഭാഗത്തും I0 ആണ് വരുന്നതെന്ന് വിചാരിക്കുക. And see, this is something that you must have already known. നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതായിരിക്കും. I is equal to I0 plus 2 root I0 cos delta phi. That will boil down to I is equal to 4I0 cos square delta phi by 2. ഇതാണ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ. യു മസ്റ്റ് ഹവ് സീൻ ദിസ് ബിഫോർ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നിരിക്കുന്ന പാത്ത് ഡിഫറൻസിന്, തന്നിരിക്കുന്ന ഫേസ് ഡിഫറൻസിനുള്ള intensity we can evaluate it 4I0 into cos square 7 pi by 4. 7 pi by 4 evaluate ചെയ്യുന്നതിലാണ് നിങ്ങളുടെ പോയിന്റ് ഇരിക്കുന്നത്. You will get 2I0 as your answer, which actually means I by Imax will be equal to 2I0 by 4I0. 1 by 2 is the answer. Now, ഈ ഇക്വേഷൻ നന്നായി നോക്കി വെക്കുക. ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് നോക്കി വെക്കുക. Imax by Imin എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. Imax by Iminലുള്ള ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ തന്നാലും ഇന്റൻസിറ്റി റേഷ്യോ തന്നാലും രണ്ട് സോഴ്സിന്റെ ചെയ്യാനുള്ള മെത്തേഡ്സ് മനസ്സിലാക്കി വെക്കുക. ദീസ് ആർ വെരി കോമൺ ക്വസ്റ്റ്യൻസ്. ആൻഡ് റിമെമ്പർ, ഇതേ ഇക്വേഷനെ നമുക്ക് പാത്ത് ഡിഫറൻസിനെ ബേസ് ചെയ്ത ഇക്വേഷനിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും ബൈ ഇക്വേറ്റിംഗ് ഫേസ് ഡിഫറൻസ് വിത്ത് കറസ്പോണ്ടിങ് പാത്ത് ഡിഫറൻസ്. ആ ട്രാൻസ്ഫോർമേഷൻസ് കൂടെ നോക്കി വെക്കുക. Now, it's a very easy question. Next one here. An electromagnetic wave has electric field given by E vector is equal to 9.6 j cap sine 2 pi in brackets 30 into 10 raised to 6 t minus 1 by 10 x. നോക്കൂ, V is equal to E0 by B0 ആണ് ഫോമാറ്റ്. അതാണ് ഇക്വേഷൻ. നമ്മളിത് ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. Now, V is equal to omega by k. From this equation, നിങ്ങൾക്ക് omega easy ആയിട്ട് കിട്ടും. That is 2 pi, this is actually omega. And 2 pi into 1 by 10 is actually k. But similarly, നിങ്ങൾക്ക് എഫും ലാംഡയും നേരിട്ട് ഇതിനകത്ത് കിട്ടും. 2 pi f ആണ് ഒമേഗ വരിക, 2 pi by ലാംഡയാണ് k വരിക. You can easily evaluate it. And it's very easy for you to understand that velocity, which is nu lambda, is actually equal to 3 into 10 raised to 8. So light, this electromagnetic wave is traveling through vacuum. And velocity is c itself. Very easy. B is equal to E0 by V, that is 9.6 divided by 3 into 10 raised to 8, which is the calculate here. So B0 is calculated as 3.2 into 10 raised to minus 8. It's a very easy question. Now, similar questions ഓർക്കാനുള്ളത് energy density based ചെയ്തിട്ടുള്ള questions ഇതുവരെ കണ്ടിട്ടില്ല. That is one possibility. Then there are questions which actually ask you to find out the direction of propagation of wave or direction of E vector or direction of P vector separately if you know the propagation direction. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൻ്റെ കൂടെ നോക്കി വെക്കുക. Basically another easy question. Now, a planet at a distance r from sun
takes 200 days to complete one revolution around sun. What will be the time period of a planet at distance r by 4 from the sun? ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോയിൽ ആൻഡ് കെപ്ലേഴ്സ് തേർഡ് ലോ. ഇൻഫാക്ട് കെപ്ലേഴ്സ് തേർഡ് ലോയിൽ ക്വസ്റ്റ്യൻസ് വരാനുണ്ട് നമ്മൾ പറഞ്ഞതാണ്. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് നാം പ്രത്യേകം എഴുതിയതുമാണ് ആ ഫോർമാറ്റ്. So that is exactly what we have here. T square is proportional to r cube. So T2 square by T1 square will be equal to R2 cube by R1 cube. And you have T2 is equal to T1 into R2 by R1 whole raised to 3 by 2. Evaluate but it's very simple. R by 4 ആണ് സെക്കൻഡ് കേസിലെ R വരുന്നത്. ഫസ്റ്റ് കേസിലെ R തന്നെയാണ്. You can cancel it out and you get 200 into 1 by 4 raised to 3 by 2. You can easily solve it. 200 into 1 by 8 ആണ് വരിക. That is 25 days. This simplification is all you have to do. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. That is actually the key concept with which you solve this question. Now, ഓർത്ത് വെക്കേണ്ടത് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ലോ ഓഫ് ഏരിയാസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ, ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, KE, PE, TE എക്സെട്ര, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഓർബിറ്റൽ മോഷനിലുള്ളത് ഓർത്ത് വെക്കുക. These are important concepts here. Alright. Now, next. Now, a physical quantity Q depends on the physical quantities A, B and C as Q is equal to A raised to 4 B cube by C square. Alright. If the maximum percentage errors in measurement of A, B and C are 3%, 4% and 5% respectively, find the maximum percentage error in measurement of Q. This is something that we have already covered. നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ, ഈ ഫോർമാറ്റിലുള്ള ഇക്വേഷൻസിന്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എറേഴ്സ് എന്ന ക്വസ്റ്റ്യൻ വരുന്നൊരു സെക്ഷൻ ആണത്. All we have to do here is percentage error in Q. Maximum percentage error in Q is 4 times percentage error in A plus 3 times percentage error in B plus 2 times percentage error in C. Multiply it, you get 34%. Now, similar questions നന്നായി നോക്കുക. Directional errors ആണെങ്കിൽ സൈനോട് കൂടി ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. That's another important point. And then understand that G കണ്ടുപിടിക്കുന്നതിൽ എറർ കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് എററിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് സിമിലർ ആയിട്ടാണ് ചെയ്യുക. ഓൾസോ റിമെമ്പർ ദാറ്റ് സെക്ഷൻ. അത് ഇനി വളരെ പ്രോബബിൾ ആണ് വരും ദിവസങ്ങളിൽ ചോദിക്കാൻ. Now, the next question here is from current electricity. In the circuit, the ammeter reads 0.9 ampere. The value of capital R is. ഈ ക്യാപിറ്റൽ ആർ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. നിങ്ങൾക്ക് ആകെ തന്നിട്ടുള്ളത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ആം സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ I2 ഇസ് ഗിവൺ ടു യു 0.3 ആംപിയർ ആണ്. ആൻഡ് ആ I2 പോകുന്ന ആമിലുള്ള റെസിസ്റ്റൻസ് 20 ഓം അത് നിങ്ങൾക്ക് അറിയാം. വിച്ച് മീൻസ് യു കൻ ആക്ച്വലി ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് A ആൻഡ് B, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് അതേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും ഈ ആറിന് അക്രോസ് ഉണ്ടാവുക, അതേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആയിരിക്കും ഈ 15 ഓമിന് അക്രോസും ഉണ്ടാവുക. ഓൾറൈറ്റ്. സോ നൗ VAB is equal to I2 into R. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്രയാണ് ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നുള്ളത്. I2 you know is 0.3 ampere given in the question ആണ്. R is again given in the question 20. So you know 6 volt is the potential drop across A and B. That be the drop across R and 15. Which means നമുക്ക് മൊത്തം കറണ്ട് 0.9 ആണ് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഈ R ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. So 0.9 will have to be equal to I1 plus I2 plus I3. I2 you know. I1 ഉം I3 ഉം കാണാൻ divide the potential difference by corresponding resistance. 6 by R in terms of I1 and 6 by 15 in terms of I3 for I3, which actually gives you an expression which you can simplify, and R will be equal to 30 ohms ആണ് Rന്റെ ആൻസർ വരിക. ആൻഡ് സർക്യൂട്ടുകൾ, ഇങ്ങനെയുള്ള സർക്യൂട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ടെക്നിക്കുകൾ, കറണ്ട് ഡിവിഷൻ, വോൾട്ടേജ് ഡിവിഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ കൂടെ ഓർത്ത് വെക്കേണ്ട കോൺസെപ്റ്റ്സ്. All these concepts will come very handy for you. ഇത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്. അൺനോൺ കുറച്ചൊരു ഈസിലി ഉള്ളൊരു പൊസിഷനിലല്ല പ്ലേസ് ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു ഒരു വ്യത്യാസം. കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഇൻവോൾവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കോൺസെപ്ച്വലി ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്. നൗ നെക്സ്റ്റ്, ദിസ് ഇസ് അഗൈൻ സ്റ്റഡി സ്റ്റേറ്റ് RC സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വി ലുക്ക് അറ്റ് ഇറ്റ്. In the circuit given below, the charge on 6 microfarad capacitor is. നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജും ചോദിക്കാം, എനർജി സ്റ്റോറും ചോദിക്കാം. Here we need charge. Basic thing is Q is equal to CV. And you know, steady state കപ്പാസിറ്ററിന് അക്രോസ് വോൾട്ടേജ് എന്താണ് കണ്ടുപിടിക്കുക വേണ്ടത്. കപ്പാസിറ്ററിലൂടെ കറണ്ട് പോകില്ല സ്റ്റഡി സ്റ്റേറ്റിൽ. ആ കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഇസ് ഹൗ വി ആർ ഡൂയിങ് ദിസ്. നോക്കൂ, എയും ബിയും ഷോർട്ട് ചെയ്തു. സോ ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ ലൈൻ അക്രോസ് ഹിയർ. എയും ബിയും ഷോർട്ട് ചെയ്ത് ഞാൻ വരച്ചിട്ടുണ്ട്.
And remember, steady state capacitors current പോവില്ല, which means the current here from potential difference, മൊത്തം കോംപ്ലക്സിന്റെ potential difference 9 volt ആണ് ട്ടോ. This is 0 here, grounded ആണ് മറ്റേ സൈഡ്. So 9 volt ആണ് potential drop across the entire complex, which means current will take a direction or which will take a path like this, which will exclude the capacitors, which means the current flowing through this path will have to be equal to potential difference, that is 9 volt, divided by the net resistance, that is again 9 ohm. നോക്കൂ, ഇത് ഒറ്റ ആമിലാണുള്ളത് ബേസിക്കലി. അപ്പോൾ സീരീസ് തന്നെയാണിത്, ഇങ്ങനെ പോണു, സീരീസ് തന്നെയാണിത്, which actually means current I is equal to 1 ampere വരിക. ആൻഡ് സ്റ്റഡി സ്റ്റേറ്റിൽ കറണ്ട് കപ്പാസിറ്ററിൽ ഫ്ലോ ചെയ്യുന്നില്ല, വളരെ ക്ലിയർ ആണല്ലോ. നൗ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 6 മൈക്രോ ഫാരഡ് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ പേർപ്പസ്. കാരണം നമുക്ക് കാണേണ്ടത് ചാർജ് ഓൺ 6 മൈക്രോ ഫാരഡ് ആണ്, വിച്ച് ഇസ് നൗ ഈക്വൽ ടു I ഇൻറ്റു R. I 1 ആംപിയർ എന്നറിയാം, 6 ഓം ആണ് റെസിസ്റ്റൻസ്. സോ 6 ഇൻറ്റു 1 6 വോൾട്ട് ആണ് എക്സാക്ട്ലി പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 6 മൈക്രോ ഫാരഡ് വരിക, വിച്ച് മീൻസ് Q is equal to CV is all you need to do. C അറിയാം, V ഇപ്പോൾ കണ്ടുപിടിച്ചു. Q is equal to 36 മൈക്രോ കൂളോംബ് ആണ് ആൻസർ വരിക. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അഗെയിൻ നോക്കൂ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ്. ഇനി ഒരു പക്ഷേ സ്റ്റഡി സ്റ്റേറ്റ് RL സർക്യൂട്ടിലേക്ക് കൂടെ പോയേക്കാം ഇൻ DC സർക്യൂട്ട്സ്. നമ്മളത് ഡിസ്കസ് ചെയ്താണ് പ്രീവിയസ് സെഷൻസിന്റെ അനാലിസിസിൽ. നൗ ദിസ് ഇസ് അഗെയിൻ എ ലോജിക് 8 ക്വസ്റ്റ്യൻ. നോക്കൂ, ഒരുപാട് ലോജിക് 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. I think this is like the second logic 8 question that we are encountering. Now, നോക്കൂ, the truth table for the following circuit is. നോക്കൂ, ഈ സർക്യൂട്ട് ഇവിടെ കാണുന്നുണ്ട്. The first thing to do is to write down an expression, Boolean expression for the circuit. നോക്കൂ, ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, രണ്ട് ആൻഡ് ഗേറ്റ്സ് ഇവിടെ ഉണ്ട്. ആ രണ്ട് ആൻഡ് ഗേറ്റ്സിലെ ഇൻപുട്ട് നോക്കുക. ഫസ്റ്റ് ആൻഡ് ഗേറ്റിൽ A നേരെ പോകുന്നുണ്ട്, ബിയും നേരെ വരുന്നുണ്ട്. സോ A B ആണ് ഫസ്റ്റ് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്സ്, A ഡോട്ട് B ഓർ AB. സെക്കൻഡ് ആൻഡ് ഗേറ്റിൽ വരുന്ന ഒരു ഇൻപുട്ട് B തന്നെയാണ്, മറ്റേ ഇൻപുട്ട് A ത്രൂ നോട്ട് ആണ്, A കോംപ്ലിമെന്റ് ആണ്. സോ രണ്ട് ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്സും ഒന്ന് AB യും ഒന്ന് A കോംപ്ലിമെന്റ് B യും ആണ്. ആൻഡ് റിമെമ്പർ, ഈ രണ്ട് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് കൂടെ ഇറ്റ് ഇസ് ദെൻ ഗെറ്റിംഗ് ഓർഡ്, സംഡ് അപ്പ് അവർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ഹിയർ, ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഹിയർ. ഇഫ് യു ടേക്ക് B ഔട്ട്, യു ഹാവ് A പ്ലസ് A കോംപ്ലിമെന്റ്. A or A complement will always be 1. So you can remove that section from there, and then you have Y is equal to B. അതായത് Y ന്റെ ടേബിൾ എന്ത് തന്നെയാണോ, Y ന്റെ വാല്യൂസ് എന്ത് തന്നെയാണോ അത് തന്നെയാണ് B ന്റെ വാല്യൂസ് എന്ത് തന്നെയാണോ അത് തന്നെയാണ് Y റെപ്ലിക്കേറ്റ് ചെയ്യുക. സോ വാട്ട് എവർ ബി ദ ട്രൂത്ത് ടേബിൾ, എന്താണോ B ഉള്ളത് അത് അതേപോലെ കോപ്പി ചെയ്യുന്ന Y ഏതാണോ, ദാറ്റ് ഇസ് ദ കറക്റ്റ് ട്രൂത്ത് ടേബിൾ. സോ ദിസ് വിൽ ബി ദ എക്സാക്ട് കറക്റ്റ് ട്രൂത്ത് ടേബിൾ ഹിയർ. മനസ്സിലാക്കുക, യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ബൂളിയൻ എക്സ്പ്രഷൻ, സിംപ്ലിഫൈ ഇറ്റ്. സിമിലർ ക്വസ്റ്റ്യൻ ലോജിക് ഗേറ്റ്സ് വരാം, സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A uniform wire has length L and radius R. It is acted upon by a force F as shown. The elongation is delta L, and F and R, if F and R are both halved, keeping L constant, the new elongation will be. നോക്കൂ, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള റോഡിന്റെ ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ഇസ് ഗിവൺ ബൈ FL by AY. നോക്കൂ, എഫിലും ആറിലും മാറ്റേണ്ട, ആൻഡ് A has to be written, സർക്കുലർ ക്രോസ് സെക്ഷനുള്ള വയർ ആണ്, A has to be written as pi into radius square. Y മെറ്റീരിയൽ മാറുന്നില്ല, so Y won't change, and L, it is given in the question that L doesn't change, so the only quantities changing here are F and R. എഫും ഹാഫ് ആവും, ആറും ഹാഫ് ആവും. ഫാക്ടേഴ്സ് കൃത്യമായിട്ട് നോക്കുക. ദാറ്റ് വിൽ മീൻ ദാറ്റ് L dash will be equal to 2FL divided by pi R square Y. FL by pi R square Y, already you know it is delta L, so the answer is 2 delta L. Delta L dash is the new delta L is 2 times delta L. Now that's how you solve it. It's a very simple question. Factors എടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. Now similar question ആയിട്ട് പറയാൻ പറ്റുന്നത് extension of a rod due to its own weight, integral ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു എക്സ്പ്രഷൻ ആണ്. യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. കോമ്പസിറ്റ് റോഡ് എന്നൊരു സെക്ഷൻ ഉണ്ട്, രണ്ട് മൾട്ടിപ്പിൾ റോഡ്സ്, രണ്ട് മൾട്ടിപ്പിൾ വൈ ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വൈ ഉള്ള രണ്ട് റോഡ്സിനെ ജോയിൻ ചെയ്യുക. അത് പാരലൽ ആയിട്ടുള്ള രീതിയിലും വരാം, എന്താ പറയുക, സീരീസ് ആയിട്ടുള്ള രീതിയിലും വരാം. ഈ കോമ്പസിറ്റ് റോഡിൻ്റെ ഇഫക്റ്റീവ് വൈ കാണുക അല്ലെങ്കിൽ കോമ്പസിറ്റ് റോഡിൻ്റെ ഇഫക്റ്റീവ് എക്സ്റ്റൻഷൻ കാണുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അത് നന്നായി ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two charged particles A and B have charges Q each.
while masses are m1 and m2. Both have same velocity v and they enter into a transverse magnetic field B such that their radii are R1 and R2 respectively. The ratio m1 is to m2 is. Noku. For a charged particle executing a circular trajectory inside a uniform magnetic field, the expression for the radius of the path is R is equal to mv divided by qb. ഇതിന് പല ഫോംസ് ഉണ്ട് കേട്ടോ. എം വിനെ പി ആയിട്ട് എഴുതുന്ന സിറ്റുവേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജിന്റെ ടേംസിൽ എഴുതുന്ന സിറ്റുവേഷൻ ഉണ്ട്, ഒരുപാട് ഇക്വേഷൻസ് പോസിബിൾ ആണ്. Now it's very clear that R is proportional to M and R1 by R2 will have to be equal to M1 by M2. It's a very easy question. Similar ആയിട്ട് ഓർത്ത് വെക്കേണ്ട കോൺസെപ്റ്റുകൾ വെലോസിറ്റി സെലക്ടർ, മൊമെന്റം സെലക്ടർ, കമ്പാരിസൺ ഓഫ് ആർ എഫ് ആൻഡ് ടി, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. Now this is a very common question again. ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഇത് കപ്പാസിറ്റൻസിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കോമ്പിനേഷൻ ഓഫ് ടൈനി സ്ഫിയേഴ്സ് ഇൻ ടു എ ലാർജർ സ്ഫിയർ ഓർ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലാർജർ സ്ഫിയേഴ്സ് ഇൻ ടു ടൈനി സ്ഫിയേഴ്സ്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓൾറൈറ്റ്, വിൽ ലുക്ക് അറ്റ് ഇറ്റ്. A liquid drop of radius capital R is divided into 27 identical drops. ഈ 27 തരുന്നതിന്റെ purpose, 27, 125, 64 ഒക്കെ തരുന്നതിന്റെ purpose തന്നെ ക്യൂബ് റൂട്ട് എടുക്കുന്നത് ഈസി ആക്കുക എന്നുള്ളതാണ്. That will be very much required here. If the surface tension of the drop is T, then find the work done in the process. Now remember, surface tension sigma or T here is actually numerically equal to surface energy. That is work done per unit change in surface area. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്പ്ലിറ്റിംഗ് അപ്പ് പ്രോസസ്സിലുള്ള വർക്ക് ഡൺ ആ കാണണമെങ്കിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഏരിയനെ ചേഞ്ച് ഇൻ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് വിൽ ബി ദ വർക്ക് ഡൺ ഇൻ ദാറ്റ് പ്രോസസ്. ഒരു ഡ്രോപ്പിനെ നമ്മൾ സ്മാക്ക് ചെയ്യുകയോ ഇടിക്കുകയോ ചെയ്യുമ്പോൾ അത് മൾട്ടിപ്പിൾ ഡ്രോപ്ലെറ്റ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള വർക്ക് കാണാനുള്ള മാർഗം വർക്ക് ഡൺ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയനെ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Work done per unit change in surface area, which is surface energy, is also numerically equal to surface tension. So all you have to do here is W is equal to sigma into delta S, which actually means sigma ki pagaram ഇവിടെ T ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. T എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. T into area final minus area initial. But before you go any further, use volume conservation here. നോക്കൂ, ഒരു വലിയ ഡ്രോപ്പ് 27 ചെറിയ ഡ്രോപ്പ് ആവുന്നുണ്ട്. Please understand that the surface area is actually increasing. നോക്കൂ, ഒരു വലിയ ഡ്രോപ്പിന് ഒരുപാട് ചെറിയ ഡ്രോപ്പ് ആകുമ്പോൾ ആ ഇൻസൈഡിലൊക്കെ ഉള്ള വോളിയം ഇനി എക്സ്പോസ്ഡ് ആവുക ചെയ്യുന്നത്, സർഫസ് ഏരിയ കൂടുക ചെയ്യുന്നത് ആക്ച്വലി. ബട്ട് ബിഫോർ യു ഗോ ഇനി ഫർദർ, വോളിയം കോൺസർവേഷൻ ഉപയോഗിക്കുക. വലിയ സ്ഫിയറിന്റെ റേഡിയസിനെയും ആ ചെറിയ സ്ഫിയറിന്റെ റേഡിയസിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. 4/3 pi capital R cube, that is the volume of the big sphere, will be equal to 27 times volume of the small sphere, that is 4/3 pi into small r cube. That will actually give you capital R is equal to 3 times small r. നിങ്ങൾക്ക് ആൻസർ വേണ്ടത് എന്തിലാന്ന് നോക്കുക. ഇതിലിപ്പോൾ ആൻസർ വേണ്ടത് ക്യാപിറ്റൽ ആറിന്റെ ടേംസിലായതുകൊണ്ടാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ക്യാപിറ്റൽ ആറിലേക്ക് കൊണ്ടുപോകുന്നത്. സ്മോൾ ആറിന്റെ ടേംസിലും ആൻസർ വേണ്ട കേസുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുപോകുക. Now ഇനി ചേഞ്ച് ഇൻ സർഫസ് ഏരിയ കാണണം. നോക്കൂ, ന്യൂ സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഫൈനൽ ഇസ് 27 ടൈംസ് സർഫസ് ഏരിയ ഓഫ് ദ സിംഗിൾ ടൈനി സ്ഫിയർ. ദാറ്റ് മൈനസ് സർഫസ് ഏരിയ ഓഫ് ദ ലാർജ് സ്ഫിയർ ഇസ് ദ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 pi പുറത്തേക്ക് എടുക്കാം. T into 4 pi പുറത്തേക്ക് പോവും. 27 into ക്യാപിറ്റൽ R by 3 ആയിട്ട് നമുക്ക് ആരെ എഴുതാം? സ്മോൾ ആറിനെ എഴുതാം. ദാറ്റ് സ്ക്വയർ വിൽ ബി ആ സർഫസ് ഏരിയ വരും, which actually boils down to, നോക്കൂ, T into 4 pi പുറത്തേക്ക് എടുക്കാം. You will have 27 by 9, that will be 3r square minus again r square. You have 2r square ആ സൈഡിൽ ബ്രാക്കറ്റിനകത്ത് നിന്ന് വരും. And then you have T into 4 pi. Basically you have 8t pi r square, capital R square ആണ് കേട്ടോ. That will be the answer. It's a very simple question. Remember, ഈ process is something that you will keep doing in different sections. ടെർമിനൽ വെലോസിറ്റിയുടെ കേസുകളിലും ഇതേ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സർഫസ് എനർജീൻ്റെ കേസിലാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. നൗ റിമെമ്പർ, ഇതിൻ്റെ റിവേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. കൊളീസിങ് ഓഫ് എൻ ഡ്രോപ്ലെറ്റ്സ്, ചെറിയ കുറേ ഡ്രോപ്പുകൾ ഒരു വലിയ ഡ്രോപ്പായി മാറുമ്പം അവിടെ റിലീസ് ആവുന്ന ഹീറ്റ്, സർഫസ് ഏരിയ കുറയുകയാണല്ലോ, അപ്പം എനർജി റിലീസ് ചെയ്യല്ലേ ചെയ്യുക. അവിടെ റിലീസ് ആവുന്ന ഹീറ്റും അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഇൻക്രീസും ഒക്കെ നമുക്ക് കാണേണ്ടി വരാറുണ്ട്. ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ സെയിം കോൺസെപ്റ്റ്, surface energy and surface tension.
Now, the next question says, alternating voltage and current in a circuit are given as V is equal to 100 sin omega t volts and I is equal to 100 sin omega t plus pi by 3 milliampere. Find the average power dissipated in the circuit. First thing you should remember here is, you know the angle between I and V. That angle between I and V is phi. And cos phi is actually the power factor. ഇത്രയും കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. And E0 അറിയാം, E0 is given and I0 is given as well. Now, average power is ERMS IRMS cos phi or E0 I0 by 2 into cos phi. E0 ന്റെ വാല്യൂ അറിയാം, I0 ന്റെ വാല്യൂ അറിയാം. You multiply that with cos phi, you get 2.5 watt. That is the answer. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. It's actually very direct. ഈ മില്ലി ആംപിയർ കാണാൻ മറന്നു വരുത്. യു വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ആൻസർ ഇഫ് യു ഫൊർഗെറ്റ് ഇറ്റ്. ദാറ്റ് വിൽ ബി എ മേജർ മിസ്സിംഗ്. കാരണം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ്സാവും. സിമിലർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആലോചിക്കുമ്പോൾ സീരീസ് LCR സർക്യൂട്ടിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഇനിയും ആവശ്യമുള്ളതാണ്. ഈ കോസ് ഫൈ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 27th മോർണിംഗ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ദ ആൻഡ് മോർണിംഗ് ഓർ സെക്കൻഡ് ഷിഫ്റ്റ് ഏതോ ഒരു ഷിഫ്റ്റിൽ 27th അത് ഉണ്ടായിരുന്നു. റെസൊണൻസ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും സീരീസ് LCR സർക്യൂട്ട്സും നന്നായിട്ട് പഠിക്കുക. യു കൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് സെക്ഷൻ in the days to follow. Now, next question, again a very direct question. Consider a rod moving in a uniform magnetic field as shown in the diagram below. The induced EMF across the ends of the rod. It's a very direct question. Induced EMF BLV ചെയ്യാനുള്ള കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ പ്ലെയിൻസിന്റെ ഇഷ്യൂ ഒന്നുമില്ല. കറക്റ്റ് ട്രാൻസ്ഫേഴ്സ് ആയിട്ടാണ് ഫീൽഡിനെ കട്ട് ചെയ്തിട്ട് ആ റോഡ് മൂവ് ചെയ്യുന്നത്. So just use the values here. B തന്നിട്ടുണ്ട്, L അറിയാം, V അറിയാം. Just use those values here. That's all you need to do. All right. Now, ഇതിന് സിമിലർ ക്വസ്റ്റ്യൻ റോഡ് റൊട്ടേറ്റിംഗ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ആ ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ ഫോർമുല ആൻഡ് ഹൗ ഇറ്റ് ഇസ് ബീങ് ഡിറൈവ്ഡ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. റൊട്ടേറ്റിംഗ് റോഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. പ്ലീസ് റിമെമ്പർ ദാറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എനർജി കോൺസർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ, വെർട്ടിക്കൽ പ്ലെയിനിലുള്ള സർക്കുലർ മോഷൻ ഈസ് എ വെരി പ്രോബബിൾ ടോപ്പിക് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് വി ഹാവ് ഹിയർ. നൗ, എ പാർട്ടിക്കിൾ കണക്റ്റഡ് വിത്ത് എ ലൈറ്റ് ത്രെഡ് is performing vertical circular motion. Speed at point B, the lowermost point, is just sufficient so that it is able to complete the circular motion. Ignoring any friction and any losses, the ratio of kinetic energy at A to that at B is. നോക്കൂ, B ആണ് ലോവസ്റ്റ് പോയിന്റ്, A ആണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ VA is equal to root RG വരേണ്ടത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ബട്ട് സ്റ്റിൽ ഐ ഹവ് റിട്ടൺ ഡൗൺ ദ ഡെറിവേഷൻ ഹിയർ. ഓൾറൈറ്റ്. നൗ, ഇങ്ങനെ മുകളിൽ എത്തുമ്പം റൂട്ട് RG ഉണ്ടാവണമെങ്കിൽ താഴെ ഏതൊരു സ്പീഡിൽ വേണം അതിനെ പ്രൊജക്ട് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ദെയർ ആൻഡ് സ്റ്റിൽ ഹാസ് റൂട്ട് RG. ഒരു ഹയർ വെലോസിറ്റിയിലാണ് പമ്പ് ചെയ്യേണ്ടത് താഴെത്തുന്നത്. കാരണം മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് PE കൂടും, കൈനറ്റിക് എനർജി കുറഞ്ഞാലും ആ കൈനറ്റിക് എനർജി ഷുഡ് കറസ്പോണ്ട് വിത്ത് വെലോസിറ്റി റൂട്ട് RG. നോക്കൂ, രണ്ട് പോയിന്റിലും ടോട്ടൽ എനർജി കമ്പയർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന റൂട്ട് 5 RG ആണ് താഴെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടുത്തെ ടോട്ടൽ എനർജിയും കമ്പയർ ചെയ്യുക. ആൻഡ് ഹാഫ് എം VA സ്ക്വയർ പ്ലസ് 2mgh, ഇതാണ് നമ്മുടെ 0 PE കേട്ടോ. ഇതാണ് എൻ്റെ 0 ലെവൽ. ദാറ്റ് ബി ഈക്വൽ ടു ഹാഫ് എം VB സ്ക്വയർ പ്ലസ് 0. ഇവിടുത്തെ ടോട്ടൽ എനർജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആൻഡ് ഇവിടുത്തെ ടോട്ടൽ എനർജിയാണ് ദിസ് ഹിയർ. ആൻഡ് യു നോ, ഫോർ ബെയർ മിനിമം കണ്ടീഷൻ VA എന്നുള്ളത് റൂട്ട് RG ആയിരിക്കണം. VA എന്നുള്ളത് റൂട്ട് RG ആണെങ്കിൽ യു നോ ദാറ്റ് you can substitute root RG here for VA, which actually gives you a wonderful equation. Easily നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് VB is equal to root 5 RG എന്നുള്ള ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. That's a very easy thing to do. Alright. Now, next. നമുക്ക് വേണ്ടത് പക്ഷേ കൈനറ്റിക് എനർജി അറ്റ് A and കൈനറ്റിക് എനർജി അറ്റ് B കമ്പയർ ചെയ്യാണ് വേണ്ടത്, which is actually very much possible. നിങ്ങൾക്ക് VA അറിയാം. സോ ഹാഫ് എം VA സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് എം VB സ്ക്വയർ ചെയ്താൽ മതി. ആൻസർ വിൽ ബി 1/5. Alright. Now, similar ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ is actually from again same question ആണ്. ഒരു ലൂപ്പ് ഡി ലൂപ്പ് പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നതിനെ ഏതോ ഒരു ഹൈറ്റിൽ നിന്ന് ഞാനൊരു കാർട്ട് റിലീസ് ചെയ്യാണ്. ഇറ്റ് ഷുഡ് ആക്ച്വലി ടേക്ക് എ വെർട്ടിക്കൽ സർക്കിൾ ആൻഡ് മൂവ് അലോങ്. അപ്പോൾ അതിന് 2.5 R ഹൈറ്റ് ഉള്ളത്. ദിസ് ഹൈറ്റ് ഹിയർ ആക്ച്വലി ഷുഡ് ബി 2.5
R ഉള്ള, if this track has a radius R, 2.5 R ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്താലാണ് ആ ട്രാക്ക് എടുക്കുക. സിംപ്ലി 2.5 R എന്നുള്ള ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്താലാണ് താഴെ എത്തുമ്പോൾ √5 RG ഉണ്ടാവുക. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ അതൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ആക്ച്വലി തിങ്ക് അബൌട്ട് ഇറ്റ് ആസ് വെൽ. ആ ക്വസ്റ്റ്യനോട് ഒന്ന് ഓർത്ത് വെക്കുക. Now next, distance between twice magnified virtual image and an object placed in front of the mirror is 15 centimeters. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇമേജ് ട്വൈസ് മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് ആണെന്ന് പറയുന്നുണ്ട്, കോൺകേവ് മിറർ ആണ്. യു കൻ ഈസിലി റൈറ്റ് ഇറ്റ് ഡൗൺ ഹിയർ. m+2 ആയിരിക്കണം, m+2 വരണം വെർച്വൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ. സോ -v/u ഷുഡ് ബി ഈക്വൽ ടു +2, വിച്ച് മീൻസ് u ഇസ് ഈക്വൽ ടു -v/2. അതായത് v എവിടെയാണോ കിട്ടുന്നത് അത് യുടെ ട്വൈസ് ആയിരിക്കും, സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി u ഉണ്ടാവുക നെഗറ്റീവ് സൈഡിലും v ഉണ്ടാവുക പോസിറ്റീവ് സൈഡിലുമാണ് വെർച്വൽ ഇമേജിന്റെ കേസ് ഓഫ് മിറേഴ്സിൽ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, വിച്ച് ആക്ച്വലി സോൾവ്സ് ദിസ് വെരി ഈസിലി. ഈ ദൂരം എക്സും ഈ ദൂരം 2x ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ആൻഡ് ഈ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ദൂരമാണ് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. സോ എക്സ് വിൽ ബി 5 വെരി ഈസിലി. സോ ഓൾ യു ഹാവ് ടു ഡു നൗ ഈസ് ടു യൂസ് മിറർ ഫോർമുല. 1/v plus 1/u is equal to 1/f യൂസ് ചെയ്താൽ മതി. u is -5 and v is actually +10. f ഇവാലുവേറ്റ് ചെയ്യുക. എഫിന് ആദ്യമേ സൈൻ കൊടുക്കരുത്, എഫിന്റെ സൈൻ ആൻസറിൽ കിട്ടേണ്ടതാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് അഗൈൻ വൺസ് അഗൈൻ ഞാൻ സ്ട്രെസ് ചെയ്യാം, ഈ ക്വസ്റ്റ്യന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇസ് ദിസ് പാർട്ട് ഹിയർ, ട്വൈസ് മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് ആൻഡ് ഓബ്ജെക്ട്. സോ m will be +2. that is where you actually cut this question open. ഇവിടുന്നാണ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ആക്ച്വലി നിങ്ങൾ പെർഫോം ചെയ്യുന്നത്. കറക്റ്റ് ഈ പറഞ്ഞ സ്പേസിങ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ദാറ്റ് ഇസ് ഓൾ യു നീഡ്. ബാക്കി ബിക്കോസ് യു നോ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ഐ ഓർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഓബ്ജെക്ട് ആൻഡ് ദി ഇമേജ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സ് ഇവാലുവേറ്റ് ചെയ്യാം. യു ഹാവ് ദ വാല്യൂസ് ഹിയർ, യു ക്യാൻ ഈസിലി സോൾവ്. നോക്കൂ, മിറർ ആൻഡ് ലെൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, മിറർ ഫോമിലെയും ലെൻസ് ഫോമിലെയും ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസും മാഗ്നിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നോക്കി വെക്കുക. അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്, we'll move on to the next question. Electric field in a region is given by E is equal to 6i cap plus 7j cap plus 8k cap units. An area of 30 units is considered in YZ plane. Calculate the electric flux through this area. Electric flux is very simply calculated as E dot A. Field varying ആണെങ്കിൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇ ഡോട്ട് എ ചെയ്താൽ മതി. റിമെമ്പർ ഇറ്റ്സ് YZ പ്ലെയിൻ. അപ്പോൾ അതിൻ്റെ ഏരിയ വെക്ടർ ഉണ്ടാവുക വിൽ ബി അലോങ് ഐ ക്യാപ്പ് ആയിരിക്കും. YZ പ്ലെയിൻ ആയതുകൊണ്ട് ഏരിയ വെക്ടർ ഐ ക്യാപ്പിലായിരിക്കും. ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഡു ദ ഡോട്ട് പ്രൊഡക്റ്റ്. Dot here, which actually gives you 180. 180 is this is actually E vector, this is dot A vector. Alright, A vector നമ്മൾ already എടുത്തിട്ടുണ്ട്. 30 units ആണ് magnitude. So 30 is the magnitude and I cap is the direction here. That is how you calculate flux. Very easy question. പക്ഷേ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ ഫംഗ്ഷനും ഇൻ്റഗ്രേഷനും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഇലക്ട്രിക് ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു റെഡി ഫോർ ദാറ്റ്, പ്രിപ്പയർ ഫോർ ദാറ്റ്. അത് നോക്കി വെക്കുക, ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, n moles of non-linear polyatomic gas which has 6 degrees of freedom, which you actually should be familiar with by now. Linear ആണെങ്കിൽ അത് 5 ആയിരിക്കും, നോൺ ലീനിയർ ആയതുകൊണ്ട് 6 ഉണ്ട്. We are talking about rotational and translational degrees of freedom only. Is mixed with 2 moles of non-monoatomic or 2 moles of monoatomic gas. നോക്കൂ, ഒന്ന് നോൺ ലീനിയർ പോളിയാറ്റമിക് ആണ്, ഒരു കോമ്പണന്റ് n moles ഉണ്ട്. It is mixed with 2 moles of monoatomic gas. The resultant mixture has molar specific heat capacity at constant volume equal to that of a diatomic gas. Then n is, നോക്കൂ, CV of a mixture കാണാനുള്ള ഫോർമുലയാണ് N1CV1 plus N2CV2 divided by N1 plus M2. നോക്കൂ, N1 plus N2. CV1 for polyatomic, degrees of freedom F6 ആണെങ്കിൽ it is F by 2R, that is actually equal to 3R ആണ് വേണ്ടത്, F6 ആയതുകൊണ്ട്. Similarly, CV for നമ്മുടെ സെക്കൻഡ് ഐറ്റം മോണോആറ്റമിക് ഗ്യാസ് ആണ്, that is again F by 2R ആണ്, മോണോആറ്റമിക് ആയതുകൊണ്ട് 3 degrees of freedom ഉണ്ടാവുക, which actually gives you 3 by 2R. Now, CV of the mixture is equal to the
specific heat capacity at constant volume for a diatomic gas. Diatomic ആണെങ്കിൽ degrees of freedom 5 ആണ് വരിക, കാരണം അതിൽ 2 റൊട്ടേഷനും 3 ട്രാൻസ്ലേഷനും ഉള്ളത്, which actually gives CV as 5/2R. ഈ മിക്സ്ചറിന്റെ CV ഈ 5/2R ആണെന്നാണ് ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. So all you have to do is equate 5/2R with N1, that is capital N, 3R CV1 plus 2 into 3/2R divided by N plus 2. Solve this equation. N is equal to 4 kittum. That is how we solve it. Now, CP, CV, gamma and internal energy based ആയിട്ടുള്ള questions നന്നായി നോക്കി വെക്കുക. Polyatomic, diatomic, triatomic, linear, triatomic, non-linear എല്ലാ കേസുകളോടും ഒന്ന് കടന്നു പോവുക. And understand that CP, CV problems വളരെ important ആണ്. Kinetic theory, thermal physics ന്റെ ഭാഗത്ത് it's a very important concept. So please make sure that you revise it really well. ഇനിയും questions അതിൽ നമുക്ക് expect ചെയ്യാം. Now, next question. Position of a particle is given by x of t is equal to t cube minus 6t square plus 20t minus 14. Then, find its velocity when acceleration becomes 0. ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ കൈനമാറ്റിക്സ് ആർ ഹൈലി പ്രോബബിൾ. എക്സാക്ട്ലി ആ ക്വസ്റ്റ്യൻ ആണിത്. നോക്കൂ, ചോദിച്ച ക്വസ്റ്റ്യനിലെ ടേംസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല ടേംസാണ് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ലെറ്റ് us do this question based on this function here. നോക്കൂ, x of t can be തന്നിട്ടുണ്ട്. v of t can be found out by doing d by dt of x of t. So we have the velocity function here. അതിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ you have the acceleration function. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് velocity when the acceleration becomes 0. First thing you should evaluate is the time at which the acceleration becomes 0. ആ ടൈം എന്ന് പറയുന്നത് a 0 കൊടുത്താൽ കിട്ടുന്ന ടൈമാണ്. സോ 6t minus 12 is equal to 0 will give you t is equal to 2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് t is equal to 2 എന്നുള്ള സമയത്ത് ആക്സിലറേഷൻ 0 ആവുന്ന ആ സമയത്തുള്ള വെലോസിറ്റി കാണാനാണ്. അതിന് വെലോസിറ്റി ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇപ്പോൾ കിട്ടിയ t is equal to 2 ആ വെലോസിറ്റി ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ് ഇസ് 8 യൂണിറ്റ്സ് ചെയ്യുക. നോക്കൂ, ടേംസ് പലർക്കും വേറെ വേറെ വന്നിട്ടുണ്ടാവുക. ഈ ഫംഗ്ഷൻ അല്ല പല സോഴ്സുകളും കാണുന്നത്. So please make sure that you, for whichever function that you start doing it with, you get the correct answer. Now, calculus based questions is still very relevant. ഒരുപാട് questions ഇനിയും possible ആണ്. And also remember, graphical representation of motion is also important. അത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. It's a very very important section. ഇനിയുള്ള സെഷൻസിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉള്ള questions ആണ് graphical representation of motion. Now, next question. A particle starts oscillating from origin about x-axis with period of oscillation 6 seconds and amplitude a. If the time taken by the particle to reach from x equal to a to x equal to root 3 by 2a for the first time is tau, the value of 6 tau is എന്താണ് വേണ്ടത്? 6 tau എന്താണ്? ഇൻ സെക്കൻഡ്സ് ആണ് വേണ്ടത്. ഉദ്ദേശിച്ചതാണ് 6 tau is s എന്നല്ല, വാല്യൂ ഓഫ് 6 tau ഇൻ സെക്കൻഡ്സ് ആണ് വേണ്ടത്. എനിവേസ് നോക്കൂ, ദ ഈസിയസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദിസ് ഇസ് നിങ്ങൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിനെക്കാട്ടും ഏറ്റവും എളുപ്പമുള്ള മാർഗം ജസ്റ്റ് യൂസ് ഫേസർ ഡയഗ്രം ഹിയർ. നോക്കൂ, ഇവിടെയാണ് ആ പാർട്ടിക്കിൾ തുടക്കം സമയത്തുള്ളത്. എ ആണ്. ദിസ് ഇസ് ആക്ച്വലി ഈ ഷാഡോ ആണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം ദ മെയിൻ പൊസിഷൻ. നോക്കൂ, tau seconds കഴിയുമ്പോൾ it moves to this point here and the projection reaches here. Okay, so a എന്നുള്ള നോക്കൂ, ഇവിടുന്ന് a root 3a ആയി. You can actually consider it as a rotation of a phasor. Okay, ആ റൊട്ടേഷന്റെ ലെങ്ത് എന്ന് പറയുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്ന ഫേസറിന്റെ ലെങ്ത് എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. ആൻഡ് actual value of position x is given by the projection of that phasor on the vertical axis here. Okay, now ഇവിടുന്ന് ഈ പോയിന്റ് വരെ എത്തുമ്പോഴേക്ക് എക്സ് എന്നുള്ളത് എന്ന് റൂട്ട് 3/2a ആവും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഏത് ആംഗിളിൽ ഈ പറയുന്ന ഫേസർ നിൽക്കുമ്പോഴാണ് റൂട്ട് 3a/2 പ്രൊജക്ഷൻ കിട്ടുക. ഇറ്റ്സ് വെരി സിമ്പിൾ. π/6 എന്നുള്ള ആംഗിൾ ആണ്. π/6 ആണ് ഫേസ് ഡിഫറൻസ് ഉള്ളത് മനസ്സിലാക്കുക ഡ്യൂറിങ് ദിസ് ടൈം. ആൻഡ് ദെൻ റിമെമ്പർ, ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഒമേഗ 2π/T ആണ്. ഡെൽറ്റ ടി നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ടോ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഫേസ് ഡിഫറൻസ് ഈ ഒരു പ്രോസസ്സിൽ എന്ന് ആ ഓസിലേഷന്റെ പൊസിഷൻ റൂട്ട് 3a/2 ആവുന്ന ആ ഒരു ഡിഫറൻസിന്
വന്നിട്ടുള്ള phase difference 5/6 ആണ്. That is equal to omega into time taken, which gives you time taken as 1/2. Okay, 1/2 ആണ് ടൈം ടേക്കൺ. നോക്കൂ, ക്യാപിറ്റൽ ടി 6 സെക്കൻഡ്സ് ഉപയോഗിച്ചിട്ട് 2π/t ചെയ്തിട്ടാണ് ഒമേഗ എടുത്തിട്ടുള്ളത്. 2π/t ആണ് ഒമേഗ എടുത്തിട്ടുള്ളത്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. വിച്ച് ആക്ച്വലി മീൻസ് 6 tau ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. Tau is 1/2. You have got the answer. 6 tau is 6 into 1/2. That is 3. നോക്കൂ, ടൈം ടേക്കൺ ടു കവർ എനി 2 points ചോദിക്കാം. യു ക്യാൻ ഈസിലി ഡു ഇറ്റ് ഇൻ ഫേസർ മെത്തേഡ്. ഇതാണ് കുറച്ചുകൂടെ ഈസി, കുറച്ചുകൂടെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഇതാണ്. And velocity and acceleration of system based questions, so you can expect them. So please make sure that you go through these sections very carefully. Now that's all for now. നമ്മൾ ആവശ്യമുള്ള questions ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് second session reasonable ആയിട്ടുള്ള coverage we have made it, and please make sure you go through these questions. Solutions നിങ്ങൾക്ക് PDF പോസ്റ്റ് ചെയ്യും. Please go through these solutions. നിങ്ങൾ ഈ സൊല്യൂഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഇതുവരെ കണക്റ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ സെക്ഷൻസ് ക്ലിയർ ആക്കാനുമാണ്. സോ ഹോപ്പ് ദിസ് ഹെൽപ്സ് ഡ്യൂറിംഗ് യർ പ്രിപ്പറേഷൻ ഫോർ ദി എക്സാം ഇൻ ദ കമ്മിങ് ഡേയ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ JEE മെയിൻസ് 2024 ജനുവരി 29 ഷിഫ്റ്റ് 1 and 2 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അനാലിസിസ്. അപ്പോൾ നമുക്ക് 2 ഷിഫ്റ്റിലായിട്ട് മാത്സിൽ ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയായ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ലോഗരിതം ആദ്യം പറയുന്നത് ലോഗരിതാണ്. ലോഗരിതം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, എങ്കിലും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കൂടെ ലോഗരിതത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം, വരും ദിവസങ്ങളിൽ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേഷനിൽ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ലോഗരിതം ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷനിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ, നമ്മൾ ഓഡ് ഫംഗ്ഷനിൽ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ലോഗരിതം യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലോഗ് a+x/a-x, അത് ഏത് ഫംഗ്ഷനാണ്? ഓഡ് ഫംഗ്ഷൻ. ആ ഓഡ് ഫംഗ്ഷനെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്ക് കൊണ്ടുവരാലോ. ഇൻ്റഗ്രൽ -a to a f(x) dx, ആൻസർ ഈസ് എന്താ വരിക? നമുക്ക് 0. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തി ലോഗ് വരാം. അതുപോലെ ഡിറ്റർമിനൻസിലേക്ക് എന്ത് വരാം? ലോഗ് വരാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷൻ നമുക്ക് കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ ആണല്ലോ, അതൊരു ഈസി മോഡലാണ്. ഓക്കെ, പിന്നെ വരുന്നത് സെറ്റ്. അപ്പോൾ സെറ്റ് സെപ്പറേറ്റ് അല്ല, സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ സെറ്റ് സെപ്പറേറ്റ് ചോദ്യം ഷിഫ്റ്റ് 1 2 ഇല്ലെങ്കിലും അതുമായിട്ട് ബന്ധമുള്ള കൺസെപ്റ്റ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡൊമൈന് അല്ലെ, സെറ്റ് നമുക്കറിയാം. ഇത് 2 ചാപ്റ്റർ മിക്സ് ചെയ്താണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ. അതാണ് നമ്മുടെ മൊഡ്യൂൾ. അപ്പോൾ റിലേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതാണ്? ആ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഷിഫ്റ്റ് 1 നമ്മൾ കണ്ടു. അതുപോലെ ഫങ്ഷൻ എത്തുമ്പോൾ എന്താണ്? ഡൊമൈന്, അതുപോലെ റേഞ്ച്. അപ്പം അങ്ങനെയുള്ള കൺസെപ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏതിലേക്ക് കിടക്കുന്നത്? ഡിഫറൻസിയേഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് f(x) കൊടുക്കൂല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? f(x) + f(1/x) ഒക്കെ ആയിരിക്കും തരാം. അത് നമുക്ക് f(x) കണ്ടുപിടിക്കണം. എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇതൊന്ന് 2 ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 ചോദ്യം വീതം വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഈസി, മീഡിയം. അടുത്തത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. ശ്രദ്ധിക്കാം, ഈ ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ, അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി എന്ന് ചോദ്യം വരാം. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ആംഗിൾ ഓഫ് എലിവേഷൻ, അതുപോലെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. a sin x + b cos x, അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എത്ര വരിക? √a² + b². ദെൻ മിനിമം വാല്യൂ ഈസ് -√a² + b². അപ്പോൾ 2 ഷിഫ്റ്റിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കൂടി ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ശ്രദ്ധിക്കുക, കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളി. കോംപ്ലക്സ് നമ്പറിൽ എന്തുണ്ട്? ഈ കഴിഞ്ഞതിൽ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നു? 27th വരെ പോളാർ ഫോം ആണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ 29th അത് വന്നു. പോളാർ ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ, ആ 2 കൺസെപ്റ്റും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഷിഫ്റ്റിലും ചോദ്യം വന്നിട്ടുണ്ട്. ലീനിയർ ഇനീക്വാലിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ്, അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാറില്ല. പിന്നെ പെർമുട്ടേഷൻ കോമ്പിനേഷൻ, അത് 2 ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഒന്ന് റാങ്ക് ആണ് ചോദിച്ചത് അല്ലേ?
അതുപോലെ മറ്റൊന്നിൽ എന്ത് ചെയ്യണം, നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. രണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാം, അടുത്തത് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ വന്നിട്ടുണ്ട് എക്സ്പാൻഷൻ. ഏത് 1+x all raised to n നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ പറഞ്ഞ റിമൈൻഡർ അല്ലേ, നമുക്കറിയാം 63 അല്ലേ, അതുപോലെ 64 ഇങ്ങനെ നമ്പേഴ്സ് തരും. എന്നിട്ട് ഡിവൈഡഡ് ബൈ 9 ഫൈൻഡ് ദ റിമൈൻഡർ. അപ്പോൾ ആ ടൈപ്പ് ചോദ്യം 2 ക്വസ്റ്റ്യൻ 2 ഷിഫ്റ്റിലും വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് സീക്വൻസ് ആൻഡ് സീരീസ്, AP ആൻഡ് GP പറയേണ്ട ആവശ്യമില്ലല്ലോ, കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻസിൽ സാധാരണ നമ്മൾ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഫോർമുല വയ്ക്കുക, അതിന് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കോണിക് സെക്ഷനാണ്, അത് മിക്സഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പരാബോളയും എലിപ്സും ഹൈപ്പർബോളയും ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് സ്റ്റാറ്റിക്സ് ആണ്. അതിൽ മെയിൻ സിലബസ് എന്താണ്, വേരിയൻസും മീനുമാണ്. രാവിലത്തെ ഷിഫ്റ്റിലും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ഏതായാലും 3D ജോമെട്രി. അതിൽ സ്ഥിരം വരുന്ന സാധനം ഒന്ന് ആംഗിൾ, വെക്ടറും 3D കണക്ട് ചെയ്യാണ്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. അപ്പോൾ ലൈന് തരൂല, വെർട്ടിസസ് ആണ് തന്നതെങ്കിൽ നമ്മൾ ആദ്യം ആ വെർട്ടിസസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, വെക്ടർ AB ഫോം ചെയ്യണം, വെക്ടർ AC ഫോം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, ആംഗിൾ. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതുപോലെ ഇമേജ്. 2 ക്വസ്റ്റ്യൻ വീതം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രോബബിലിറ്റി സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലോ, കഴിഞ്ഞ ദിവസം സാധാ സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ട് തന്നെയാണ് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒന്ന് സെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് 4 or 6 or 7 P ഓഫ് പ്രോബബിലിറ്റി 1 മുതൽ 50 വരെ നമ്പർ തന്നിട്ട് 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്, 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്, 7ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്. പിന്നെ സാധാ നമ്മൾ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി വെച്ചുള്ള ക്വസ്റ്റ്യൻസ് 2 ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നുള്ളത് ഇൻവേഴ്സ് ആണ്, അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇൻ്റഗ്രേഷണൽ ഇൻവേഴ്സ് വന്നിട്ടുണ്ട്, അല്ലാതെ ഇൻവേഴ്സുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടില്ല. പിന്നെ മെട്രിക്സ് ആണ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡിറ്റർമിനൻസിൽ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ സാധാ പ്രോപ്പർട്ടീസ്, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് അഡ്ജിയെ, ഡിറ്റർമിനൻ്റ് ഓഫ് KA, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ എക്സ്പാൻഡ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് 2 ചോദ്യം ഇതാണ് ചോദിക്കുന്നത്, sin x cos x. പിന്നെ അതുപോലെ തന്നെ ഇറാഷണലൈസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ ഏതാണ് നമ്മൾ സാധാ എൽഹോസ്റ്റൽ റൂൾ ഉപയോഗിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എസ്പെഷ്യലി ശ്രദ്ധിക്കുക, ഏതാണ് പ്രൊഡക്റ്റ് റൂള്. വലിയ 2-3 ഫംഗ്ഷൻ തരും, അപ്പോൾ ഒരു ഫംഗ്ഷൻ ചെറുതെടുക്കുകയാണെങ്കിൽ മറ്റേ വലിയ ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് f'(0), f'(1), f', അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 2 ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻക്രീസിങ് ഡിക്രീസിങ്, അതുപോലെ മാക്സിമ മിനിമ, ആ ടോപ്പിക്കാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരാൻ പോകുന്നത് ഇൻ്റഗ്രൽസ് ആണ്. ഇൻ്റഗ്രൽസ് കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് ചോദിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, രണ്ടാമത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അത് സൈനും കോസൊക്കെ വെച്ചുള്ള പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാലോ, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് 2 ഇക്വേഷൻ ആഡ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 to a f(x) dx, അതുപോലെ ഇൻ്റഗ്രൽ -a to a ഈവൻ ഫംഗ്ഷൻ വരുമ്പോൾ 2 ടൈംസിലേക്ക് മാറ്റുന്നത്. അങ്ങനെയുള്ള കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ NCERT നന്നായിട്ട് നോക്കി വയ്ക്കാം. ചിലപ്പോൾ NCERT വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നുള്ളത് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, സർക്കിളും അതുപോലെ ലൈനും. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ 2 കർവുകൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളെ. ഏരിയ അണ്ടർ സിമ്പിൾ കർവാണ് പറയുന്നതെങ്കിലും ഏരിയ ബിറ്റ്വീൻ 2 കർവ്, ഏരിയ ബിറ്റ്വീൻ കർവ് ആൻഡ് ലൈന്, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇന്നലെ ചോദിച്ചതിൽ രാവിലത്തെ ഷിഫ്റ്റിൽ വന്നിരിക്കുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും, ഉച്ചയ്ക്കാണെങ്കിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വെക്റ്റർ ആൾജിബ്ര ആണെങ്കിൽ നമുക്കറിയാം കൊളീനിയർ അല്ലേ, ഒരു വെക്റ്റർ മറ്റൊരു വെക്റ്റർ കൊളീനിയർ ആണെങ്കിൽ A=λb, ആ ഒരു കൺസെപ്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ 2 ഷിഫ്റ്റിലും എല്ലാ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ ചോദിച്ചിരിക്കുന്നത് ഇൻ്റഗ്രൽ ഒരു ക്വസ്റ്റ്യനാണ് π/6 to π/3 √1 അല്ലേ sin 2x. 1 - sin 2x മാറ്റാൻ നമുക്കറിയില്ലേ, cos x - sin x ഹോൾ സ്ക്വയർ ആക്കാൻ പറ്റും. പക്ഷേ ഇവിടെ π/6 to π/3 ആണ്. അപ്പം നിങ്ങൾ മോഡാണ്,
ഈ റൂട്ട് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ യൂസ് ചെയ്യുന്നത്? മോഡ് എക്സ് ആണ്. 2 ഇൻ്റർവെല്ലാക്കി മാറ്റണം. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചോദിച്ചത് ഒരു റിലേഷൻ, അത് നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. മിനിമം നമ്പർ എത്ര നമ്പർ ആഡ് ചെയ്താലാണ് അതൊരു ഇക്വാലൻസ് റിലേഷനായിട്ട് മാറുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഉള്ളത് എ ബി സി എ പിയിലാണ്, ലോഗ് എ ലോഗ് ബി ലോഗ് സി എ പിയിലാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ആൾ ജി പിയിലായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കോംപ്ലക്സ് നമ്പർ ഞാൻ പറഞ്ഞു പോളാർ ഫോം. അപ്പോൾ താരതമ്യേന കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 29th. അപ്പോൾ നിങ്ങൾ അധികം ആൾക്കാരും ലാസ്റ്റ് എത്തുമ്പോൾ ടൈം കുറയും. അപ്പോൾ എന്നിരുന്നാലും വൃത്തിയിൽ ഒരു 10-15 ക്വസ്റ്റ്യൻ കിട്ടുമോ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പല ആളുകൾ ക്വസ്റ്റ്യൻ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ഇടയിൽ ഉണ്ടാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ടഫ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഈസി ആവാം. അപ്പം നമ്മൾ സൂക്ഷ്മതയോടുകൂടി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാം. കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സിമ്പിളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റിക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 31 അതുപോലെ 1 അവസാന ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടു. സിമ്പിളാണ് വിചാരിച്ച് പോകണമെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻ കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ഫിസിക്സും കുഴപ്പമില്ല. എനിക്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പാഠത്തിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താരതമ്യേന ഏത് ലെവലാണ്, ഈസി ലെവലിൽ മീഡിയം ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, താങ്ക് യു. സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് JEE മെയിൻ 2024 January 29 ഷിഫ്റ്റ് 1. ഓക്കെ ആണല്ലോ. അപ്പോൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളേ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആൾ ദി ലെറ്റർ ഓഫ് ദി വേർഡ്, ഏതൊരു വേർഡ് വന്നിരിക്കുന്നത്? യെസ്, GT20 are arranged to form a new word and are arranged in a English dictionary. The find the rank of the word ഏതാണ്? GT20 ലെ GTWENTY എന്ന് പറയുന്ന വേർഡ് എത്രാമത്തേന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, റിപ്പീറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ ഈ വേർഡ് എഴുതണം. എങ്ങനെ എഴുതണ്ടേ? GTWENTY. ഇനി നമ്മൾ ഇതിനെ ആൽഫബറ്റിക് ഓർഡറിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇതിലേതാ ഫസ്റ്റ് ലെറ്റർ വരിക? ഇ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ ലെറ്റർ ഏതാണ്? ജി ആണ്. അത് കഴിഞ്ഞ ലെറ്റർ ഏതാണ്? എൻ ആണ്. അത് കഴിഞ്ഞാൽ ടി ആണ്. അത് കഴിഞ്ഞാൽ ടി ആണ്. അത് കഴിഞ്ഞാൽ ഡബ്ല്യു ആണ്. പിന്നെ എന്താ വരിക മക്കളെ? വൈ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചോളേ. ഇങ്ങനെ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടാവും. 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ, 6 ഫാക്ടോറിയൽ. എല്ലാവരും ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ജിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എത്ര ഉണ്ട് ലെഫ്റ്റ്? 1. ഇനി ഈ ടിയും നമ്മൾ ക്യാൻസൽ ചെയ്യും. ലെഫ്റ്റ് എത്ര വരിക? 2 വരും. ഇനി ഈ ഡബ്ല്യു ക്യാൻസൽ ചെയ്യും. ലെഫ്റ്റ് എത്ര വരിക? 3. ഇതിൽ ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. ഇതിൽ ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. ഇതിൽ ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതിൽ ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ ജി വെട്ടിക്കഴിയുമ്പോൾ 2 ടി റിപ്പീറ്റേഷൻ ഇല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ എന്ത് വേണം? 2 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 2 ബൈ ടി 2 മക്കളെ 2 ഫാക്ടോറിയൽ. കണ്ടോ? ജി ടി വരെയാണുള്ളത്. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് എത്രയുള്ളത്? 4 ഫാക്ടോറിയൽ ഇൻറ്റു 3. ബാക്കി ടേംസൊക്കെ എന്തായിട്ട് മാറി? 0. ലാസ്റ്റ് പ്ലസ് 1 നമ്മൾ ചേർക്കണം. എത്രയാണ് 6 ഫാക്ടോറിയൽ? 720 ഡിവൈഡഡ് ബൈ 2 എത്ര വരിക? 360 പ്ലസ് 5 ഫാക്ടോറിയൽ എത്ര കിട്ടുക? 120. ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 4 ഫാക്ടോറിയൽ 24 ഇൻറ്റു 3 എത്ര കിട്ടുക? 72 അല്ലേ? യെസ്. പിന്നെ പ്ലസ് 1 ആഡ് ചെയ്യാണ്ട്, ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 6 പ്ലസ് 2 815. ദാറ്റ് ഈസ് ഈക്വൽ ടു 553 ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. ഇതുപോലുള്ള ബാക്കിയുള്ള വേർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം.
ഏതൊക്കെയാണ്? സച്ചിന്, അതുപോലെ തന്നെ രാഹുൽ, അതുപോലെ സ്മാൾ തുടങ്ങിയ വേർഡ്സ് ഒക്കെ ഡിക്ഷണറിയിൽ എഴുതിയിട്ട് റാങ്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം മോഡലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഗിവൺ ഡേറ്റ, നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. ഇത് ഏത് ചാപ്റ്റർ മക്കൾ അറിയാലോ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഡേറ്റ 60, 60, 44, 58, 68, alpha, beta, 56 has mean 58, variance 66.2. Find alpha square plus beta square ആണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളേ. വേരിയൻസ് നമുക്ക് ഗിവൺ ആണ്. എന്താണ് വേരിയൻസിൻ്റെ ഫോർമുല? സിഗ്മ xi സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ xi ബൈ എൻ ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയും. 66.2. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഡാറ്റ കൊടുക്കും. ഏതൊക്കെ വരിക? 60 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ പ്ലസ് 44 സ്ക്വയർ പ്ലസ് 58 സ്ക്വയർ പ്ലസ് 68 സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 56 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷനിൽ നോക്കും മക്കളെ? 8 ഒബ്സർവേഷൻ മൈനസ് സിഗ്മ xi ബൈ എൻ എന്താണ്? മീൻ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 58 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത് നോക്ക്? 66.2. ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് സാധാ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ ആൻസറിൽ എത്താൻ പറ്റും. എത്ര കിട്ടും നോക്കറിയാം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 7181.6. ഓക്കെ ആണല്ലോ? ഈ ഒരു ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നോക്കാം. വളരെ സിമ്പിളാണ്. കണ്ട ഇതൊക്കെ ന്യൂമറിക്കൽ അല്ലേ? ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിൽ എത്തിച്ചേരും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കാം. ഏത് ചാപ്റ്റർ മനസ്സിലായാലും സെറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വിച്ച് ചാപ്റ്റർ ഈസ് കോംപ്ലക്സ് നമ്പേഴ്സ്? നോക്കാം. കോംപ്ലക്സ് നമ്പറിൽ മോഡ് z+1 തന്നിട്ടുണ്ട് അല്ലേ? ആൽഫ z+ ബീറ്റ ഇൻറ്റു i+1. z is equal to 1/2 minus 2i. Find alpha plus beta. Very simple. ഈ സെറ്റിൻ്റെ വാല്യൂ നിങ്ങളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സെറ്റ് എത്ര നോക്ക്? മോഡുലസ് വാല്യൂ ഓഫ് 1/2 മൈനസ് 2i പ്ലസ് 1. ക്ലിയർ? ആൽഫ ഇൻറ്റു 1/2 മൈനസ് 2i പ്ലസ് ബീറ്റ ഇൻറ്റു i+1. ഇവിടെ നമ്മൾ റിയൽ പാർട്ട് ഒരുമിച്ച് ചെയ്താൽ 1/2 പ്ലസ് 1 എത്രയും 3/2 മൈനസ് 2i. അതിൻ്റെ മോഡുലസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ റിയൽ പാർട്ട് എന്താ വരിക? α/2 പ്ലസ് ബീറ്റ പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് മൈനസ് 2α പ്ലസ് എന്താ വരിക? ബീറ്റ. എല്ലാവരും ഓക്കെ അല്ലേ? ഇതിൻ്റെ മോഡുലസ് വാല്യൂ 9/4 പ്ലസ് എത്ര വരിക? 4. α/2 പ്ലസ് ബീറ്റ പ്ലസ് i ഇൻറ്റു മൈനസ് 2α പ്ലസ് ബീറ്റ. ഇതെത്ര വരിക? 4 × 4 16 പ്ലസ് 9 √25 വരിക 5/2. അതാണ് റിയൽ പാർട്ട്. α/2 പ്ലസ് ബീറ്റ. ഇനി ഇമാജിനറി പാർട്ട് എത്ര നോക്ക്? മൈനസ് 2α പ്ലസ് ബീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയും ബീറ്റയും കിട്ടും. ഇതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എത്ര കിട്ടുക? 5 ഈക്വൽ ടു ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് കിട്ടും. സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ നമുക്ക് ഭംഗിയിൽ എഴുതാം. ആൽഫ പ്ലസ് 2 ബീറ്റ ഈക്വൽ ടു 5. 2 ആൽഫ പ്ലസ് 4 ബീറ്റ ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 10 കിട്ടി. ക്ലിയർ? ഇതെന്താണ്? മൈനസ് 2 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 0. ആഡ് ചെയ്താൽ 5 ബീറ്റ ഈക്വൽ ടു 10 ബീറ്റ ഈക്വൽ ടു 2 എന്ന് കിട്ടി.
അപ്പോൾ ആൽഫ സിക്വൽ ടു എത്ര കിട്ടും നമുക്ക്? യെസ് 1 കിട്ടി. ചോദിച്ചത് എത്രയാണ്? ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഇക്വൽ ടു 3. ഓക്കെ ആണല്ലോ. ഇതാണ് കോംപ്ലക്സ് നമ്പറിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെയുള്ള മെത്തേഡുകൾ ഓർത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ചോദിക്കാം അടുത്ത ദിവസങ്ങളിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പോളാർ ഫോം അല്ലേ ഓഫ് ദി കോംപ്ലക്സ് നമ്പേഴ്സ്, അതുപോലെ ഓയിലേഴ്സ് ഫോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. താരതമ്യേന അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാ കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുണ്ട് ഡിറ്റർമിനൻറ്റ് ഓഫ് 2a ഓൾ ക്യൂബ് എത്രയാണ്? 2^21. ദെൻ ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ ബീറ്റ ബിലോങ്സ് ടു എന്താണ്? ഐ ആണ്, ഇൻറ്റീജർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ? നമ്മൾ ക്ലാസ് പറഞ്ഞതാണ് k⁻n ഇൻറ്റു ഡിറ്റ് എ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്ക്? ഡിറ്റർമിനൻറ്റ് ഓഫ് 2a, ഇത് 2a ആണ് കേട്ടോ. 2a ഓൾ ക്യൂബ് 2 എത്രയാണ്? 21 തന്നിരിക്കുന്നത്. എത്ര തന്നിരിക്കുന്നത്? 2 ശ്രദ്ധിച്ചോളൂ, 2^21. ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ഡിറ്റർമിനൻറ്റ് ഓഫ് 2a 2 ക്യൂബ് ഇൻറ്റു ഡിറ്റ് എ ഓൾ 3. എങ്ങനെ എഴുതാം? 2^21. ഇതെത്ര വരെ? 2^9. ഡിറ്റ് എ ഓൾ ക്യൂബ് ഇസ് ഇക്വൽ ടു 2^21. അപ്പോൾ ഡിറ്റ് എ ഓൾ ക്യൂബ് എത്ര കിട്ടുക? 2^12. ക്ലിയർ? അപ്പോൾ ഡിറ്റ് എ എത്രയാണ് വരിക? 2^4. ഡിറ്റ് എ നോക്ക്. യെസ്, ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ 16. ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു നോക്ക് മക്കളെ, സിമ്പിളാണ്. ആൽഫ പ്ലസ് ബീറ്റ ഇക്വൽ ടു 16. അപ്പോൾ നമുക്കറിയാം 16 എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കി വരാം? 2 × 8 ആണ്. ദാറ്റ് ഈസ് ആൽഫ മൈനസ് ബീറ്റ 2, ആൽഫ പ്ലസ് ബീറ്റ ഇക്വൽ ടു 8 എടുക്കുകയാണെങ്കിൽ എത്രയാണ് നോക്ക്? 2 ആൽഫ ഇക്വൽ ടു 10, ആൽഫ ഇക്വൽ ടു 5. ചൂസ് ദ വാല്യൂ ഓഫ് ആൽഫ 5. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ്, എല്ലാ കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 4 മാർക്ക് ഇതിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഏതാണ് ചാപ്റ്റർ നോക്ക്? ലിമിറ്റ്സ് ആണ്. ബട്ട് നമ്മൾ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ലെബിൻസ് റൂള് ഇതിനകത്ത് യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. പിന്നെ ആൾസോ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഡയറക്റ്റ് നമ്മൾ എക്സിന് പൈബൈറ്റ് കൊടുത്താൽ ഇത് ഏത് ഫോമാണ് നോക്ക്? യെസ്, 0/0 ഫോമിലല്ലേ? എങ്ങനെ നോക്ക്? ഇൻ്റഗ്രൽ അല്ലേ എസ് ക്യൂബ് π/2 ഓൾ ക്യൂബ് കോസ് ക്യൂബ് കോസ് എത്രയാണ്? കോസ് ടി ഓൾ റേസ് ടു എത്ര എനിക്ക് നോക്കണം? കോസ് t⁻⁴ dt ഡിവൈഡ് ബൈ എന്താ വരും നോക്ക്? എക്സ് മൈനസ് π/2. ഇങ്ങനെ ഇട്ട ഫോം. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2. എക്സിന് π/2 കൊടുത്താൽ ന്യൂമറേറ്റർ 0, താഴെ എന്താണ്? 0. ബൈ യൂസിങ് എൽ ഹോസ്പിറ്റൽ റൂൾ മുകളിലത്തെ ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, താഴത്തെ ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ റൂൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. d/dx ഓഫ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എച്ച് ഓഫ് തീറ്റ ഡി തീറ്റ. എങ്ങനെയാണ് ഇത്? ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് ജി ഓഫ് എക്സ് മൈനസ് എന്താ ചെയ്തിട്ടുണ്ട്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ? അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2. യെസ്, ഇതെന്തായിട്ട് മാറും? 0 ഇൻറ്റു ടേം മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എസ് ക്യൂബ് എത്ര മക്കളെ? 3s² കോസ് ടീന് പകരം എന്താണ് വരിക? എസ് ക്യൂബ് ഓൾ റേസ് ടു എത്ര വരിക? 1/3. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തു, താഴെ എന്താ വരിക? 2 × x മൈനസ്
π/2. ഇനി ഈ ക്യൂബും 1/3 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരും നോക്ക് മക്കളെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 മൈനസ് 3s² cos x/2x മൈനസ് പൈ കിട്ടും. ഇതും എഗൈൻ എന്ത് ഫോമിലാണ്? 0/0 ഫോമിലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 മൈനസ് 3 പുറത്തെടുക്കാം. ഇവിടെ ഏത് റൂൾ യൂസ് ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂൾ. s² ഇൻറ്റു ഡെറിവേറ്റീവ് cos x എന്താ വരിക? മൈനസ് sin x പ്ലസ് cos x ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ താഴെ എത്ര വരിക? 2. എക്സിന് π/2 കൊടുത്താൽ ഈ ടേം 0 ആയിട്ട് മാറും. ശരിയല്ലേ? എക്സിന് π/2 കൊടുത്താൽ ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബാക്കി എത്ര ഉണ്ടോ? ഈ മൈനസ് മൈനസ് പ്ലസ് ആയി. മൈനസ് എക്സിൻ്റെ സ്ക്വയർ എത്ര വരിക? π²/4. സൈൻ π/2 1 അല്ലേ? യെസ്. ഒരു 3 പുറത്തുണ്ട്. യെസ്. താഴെ 2 വരും. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ആ പ്ലസ് ആയി. എത്ര വരും ആൻസർ? 3π²/8. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം കൂടിയാണ് ഇതേ മോഡൽ ഇല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഫോമാണിത്. ലെബിനിസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂള് എങ്ങനെ അപ്ലൈ ചെയ്യാം. എല്ലാവരും ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടു ഓൺ ഈവൻ നമ്പർ ഓഫ് ത്രോ ഓഫ് എ ഡൈസ്. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ത്രോ ഓഫ് ഡൈസിൽ ഗെറ്റിംഗ് എന്ത് കിട്ടണം? 2 കിട്ടണം. അപ്പോൾ എ ഡൈ, ഒരു ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ 2 കിട്ടാനുള്ള ചാൻസ് നമുക്കറിയാം 1/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് 2 ഈസ് 1/6 അല്ലേ? ഇനി 2 കിട്ടാതിരിക്കാനുള്ള ചാൻസ് എത്ര ഉണ്ടാവുക? നോട്ട് 2 എന്ന് പറയുമ്പോൾ 5/6 എന്ന് പറയുന്നതാണ് ഈവൻ നമ്പർ ഓഫ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ത്രോ പിന്നെ 4ത്തിലാണ് പോണത്, പിന്നെ നമ്മൾ 6ത്തിലേക്കാണ് പോണത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തേത് ഏതാണ് വരുന്നത്? സെക്കൻഡ് കേസിലാണ്. അപ്പോൾ 5/6 ആദ്യം വരും, പിന്നെ എന്ത് കിട്ടും? 1/6 കണ്ടോ? പ്ലസ് 4th. അപ്പോൾ 5/6 5/6 5/6 1/6. അടുത്ത് 5/6 5/6 5/6 5/6 5/6 1/6 ആൻഡ് സോ ഓൺ. ഓക്കെ. ഇതിലൊക്കെ എന്ത് കോമൺ ആണ് മക്കളെ? ഒരു 1/6 പുറത്തെടുത്തൂടെ. ബാക്കി എന്താ വരിക? 5/6 5/6 ഓൾ ക്യൂബ് 5/6 ഓൾ റേസ് ടു 5. ഇത് എന്ത് ടേമാണ്? ഇൻഫിനിറ്റ് ജിപിൻ്റെ സമ്മല്ലേ? എന്താ വരിക? a/1 മൈനസ് ആർ. ഇവിടെ കോമൺ റേഷ്യോ എത്ര വരിക? 5/6 ഓൾ സ്ക്വയർ 25/36. അപ്പോൾ എത്ര എടുക്കാം? 5/36. ഇത് സിംപ്ലിഫൈ ചെയ്ത് എത്ര നോക്ക്? 1/11/36. എത്ര ആൻസർ കിട്ടുക? 5/11. എല്ലാവരും ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്. നോക്ക്. GP കണ്ടെയ്ൻ 64 ടേംസ് അല്ലേ? ഒരു ജോമെട്രി പ്രോഗ്രഷനകത്ത് 64 ടേംസ് ആണുള്ളത്. സം ഓഫ് 64 ടേംസ് എന്താണ്? 7 ടൈംസ് എന്താ പറയുന്നത്? യെസ്. സം ഓഫ് ഓഡ് ടേംസിന് ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? സം ഓഫ് ഓഡ് ടേംസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് ഫൈൻഡ് ദ കോമൺ റേഷ്യോ ആണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ കോമൺ റേഷ്യോ. അപ്പം സം ഓഫ് 64 ടേംസ് അല്ലേ? എന്താണ് 64ന്റെ സമ്മ്? നിങ്ങൾക്കറിയാലോ. a ഇൻറ്റു r റേസ് ടു 64 മൈനസ് 1/r-1 ഇൻറ്റു 7 ടൈം സം ഓഫ് ഓഡ് ആണ്. സം ഓഫ് ഓഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം എ, പിന്നെ സെക്കൻഡ് ടേം ഈവൻ അല്ലേ? അത് വരുമോ? ഇല്ല. AR² അല്ലേ? പിന്നെ അടുത്ത വരിക AR³ വരുമോ? ഇല്ല. AR റേസ് ടു 4. ഇങ്ങനെയാണ് പാസ് ചെയ്യാം. അത് എത്ര ടേംസ് ഉണ്ടാവും? യെസ്, 32 ടേംസ് വരും അല്ലേ? സം ഓഫ് ഓഡ് ടേംസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കുക, എ ഇൻറ്റു ഇവിടെ കോമൺ റേഷ്യോ എത്ര നോക്കണം? R² ആണ് വരിക. എത്ര ടേംസ് ഉണ്ടാവുക?
പകുതി ടേംസ് ആണ്. 32 മൈനസ് 1 ഡിവൈഡഡ് ബൈ കോമൺ റേഷ്യോ ആറാണ് അല്ലേ, ആർ സ്ക്വയർ മൈനസ് 1. ഇവിടെ ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ എ ആർ സ്ക്വയർ ബൈ എ, ദാറ്റ് ഈസ് കോമൺ റേഷ്യോ ഈസ് ആർ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ എയും ക്യാൻസൽ ചെയ്തു, ഈ ടേമും ക്യാൻസൽ ചെയ്തില്ലേ. ആർ റേസ് 64 മൈനസ് 1 ഇവിടെ 1 ബൈ നോക്കാം, ഇവിടെ ഈ ആർ മൈനസ് 1 ഉണ്ട്, ആർ സ്ക്വയർ മൈനസ് 1 ഉണ്ട്. അപ്പോൾ ആ ടേം ക്യാൻസലായി. 1 ബൈ നോക്കാം, യെസ് 1 ബൈ ആർ മൈനസ് 1. ക്ലിയർ. ഇവിടെ എത്ര വരും നോക്ക്, 7 ബൈ ആർ മൈനസ് 1 ഇൻറ്റു ആർ പ്ലസ് 1. ഈ ആർ മൈനസ് 1 പോയി, ആർ പ്ലസ് 1 ഇസ് ഇക്വൽ ടു 7. ആർ ഇസ് ഇക്വൽ ടു എന്ത് കിട്ടി മക്കളെ, 6 കിട്ടി. എല്ലാവരും ഓക്കെ ആണല്ലോ? യെസ്, സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യന്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ചാപ്റ്റർ. യെസ്, ബൈനോമിയൽ തിയറം. അപ്പോൾ എം പ്ലസ് എൻ ആണ് ചോദിച്ചിരുന്നത്. ചിലപ്പോൾ എം പ്ലസ് എൻ മൈനസ് 8 അതേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കുക. യെസ്, ഇൻഡിജറായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യൻ മോഡലാണ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 11c1/2 11 ഇങ്ങനെ ഫ്രാക്ഷൻ, ഇവിടെ താഴെ 1 കൂടുതലല്ലേ. ഇങ്ങനെ 1 കൂടണമെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ആയിരിക്കും യൂസ് ചെയ്യാം. ഇനി കോഎഫിഷ്യൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ 1+x ഓൾ റേസ് ടു n-നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1+x ഓൾ റേസ് ടു 11 എങ്ങനെ എഴുതാം? 11c നോട്ട് പ്ലസ് 11c 1x അല്ലേ വരിക, പ്ലസ് 11c2 അല്ലേ, 11c നോട്ട് പ്ലസ് 11c1x പ്ലസ് 11c2 s സ്ക്വയർ 11c3 s ക്യൂബ് പ്ലസ് എക്സെട്ര 11c11 x റേസ് ടു 11. നമ്മൾ ചെയ്യാൻ പോണത് രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു 0 to 1 വരെ. എല്ലാവരും ശ്രദ്ധിച്ചോളി, 0 to 1 വരെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് 1+x ഓൾ റേസ് എത്ര വരിക? 12 ഡിവൈഡഡ് ബൈ 12. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇത് എത്ര വരും നോക്ക്? 11c നോട്ട് x പ്ലസ് 11c1 s സ്ക്വയർ ബൈ 2 11c2 s ക്യൂബ് ബൈ 3 പ്ലസ് എക്സെട്ര 11c9 ഉണ്ടാവും അല്ലേ. എത്ര വരിക? തൊട്ട് മുമ്പുള്ളത് എക്സ് റേസ് ടു എത്ര നോക്കണേ? 10 അല്ലേ വരിക, ഡിവൈഡഡ് ബൈ 10. പിന്നെ അടുത്തത് 11c10 എക്സ് റേസ് ടു 11/11. ലാസ്റ്റ് വൺ എത്ര വരിക? എക്സ് റേസ് ടു 11c11 1 ആണ്, എക്സ് റേസ് ടു 12/12. ഇതിലൊക്കെ നമ്മൾ എക്സിന് എന്താ കൊടുക്കേണ്ടത്? ഇനി 0 to 1 അല്ലേ, 0 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയിട്ട് മാറി. 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടുക? 2 റേസ് ടു 12/12 മൈനസ് 1/12. ഇവിടെ നമ്മൾ എക്സിന് 1 കൊടുത്താൽ 11c നോട്ട് 1 ആണ് വരിക. ഇത്രയുമാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയല്ലോ? നോക്ക്, ഇനി ബാക്കിയുള്ള ടേം ശ്രദ്ധിച്ചോളി. പ്ലസ് 11c10 അല്ലേ വരിക, അപ്പോൾ എക്സ് റേസ് ടു 11 അത് എത്ര വരും നോക്ക്? 1 കൊടുത്തു, 11c10 11 അത് 1 വരും. ബാക്കി എത്ര കിട്ടുക? ലാസ്റ്റ് ടൈം എത്ര നോക്ക്? 1/12 വരും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 റേസ് ടു 12 മൈനസ് 1/12 ഇസ് ഇക്വൽ ടു 2 പ്ലസ് എത്ര വരിക? 1/12. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് നമുക്ക് 11c11 എക്സ് റേസ് ടു 12/12 1/12 കിട്ടും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് നോക്കാം ആൻസർ. 1 കൊടുത്തപ്പോൾ 2 റേസ് ടു 12, ഇത് മൈനസ് 1/12 ഉണ്ട്,
ഓരോ ടേമും നോക്കണം. ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് നമ്മൾ 10 വന്നു. 11C10 അല്ലേ? 11C10നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 11C10 11 ഇൻറ്റു 11C11 ആണ് 11. അപ്പോൾ 11 പോയി കഴിഞ്ഞതിന് ബാക്കി 1 ഉണ്ടാവും. പിന്നെ ഉള്ളത് 11C12. അതൊക്കെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം മക്കളെ. എത്രയാണ് ആൻസർ ഇട്ട് നോക്ക്. യെസ്, ഈ ടേമിന് നമ്മൾ ഇപ്പുറം കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഒരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 raised to 12 minus 1 is equal to 24 പ്ലസ് എത്ര വരിക? 12 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടുത്തെ 12 പോയി, ഇത് 24 ആയി, ഇത് 1 ആയി. അപ്പോൾ 2 raised to 12 is equal to 26 കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഇവിടെ നമ്മൾ 12 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ റേഷ്യോ കണ്ടുപിടിക്കണം. എം ബൈ അത് ഇസ് ഈക്വൽ ടു എന്താണ്? എം ബൈ എൻ ആണ്. അപ്പോൾ 2 raised to 12 minus 26 ആണ് വരും. നോക്ക്, അവിടെ ചെറിയ പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചോളി. ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന റിസൾട്ടിൽ 2 raised to 12 minus 1/12 ഈ ടേമിന് ഇപ്പം കൊടുത്ത എത്ര വരിക? -2 minus 1/12 is equal to ആണ് എം ബൈ എൻ. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ 12 LCM എടുക്കുകയാണെങ്കിൽ ഇവിടെ എഴുതാം 2 raised to 12 minus 1 എത്ര കിട്ടാം? 24 minus 1/12 എം ബൈ എൻ. ഇത് എത്ര നമുക്ക് നോക്കാം. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എല്ലാവരും ശ്രദ്ധിച്ചോളേ. 2 raised to 12 എത്ര നോക്കണം. 2 raised to 12 എത്ര വരും നോക്ക്. 2 raised to 10 നമുക്കറിയാം 1024. അപ്പോൾ 2048. അപ്പോൾ എത്ര കിട്ടുക? 4096. അതിന് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 26 മൈനസ് ചെയ്യണം. 0 ഇത് 7 0 അല്ലേ? 4070. അപ്പോൾ 2035 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? യെസ്, ഇതാണ് m/n. ക്ലിയർ ആയല്ലോ? അപ്പോൾ m + n 2035 ഡിവൈഡഡ് ബൈ 6 ആണെങ്കിൽ m നമുക്ക് 2035ഉം n നമുക്ക് 6 എടുക്കാം. ആഡ് ചെയ്യാം 2041. റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ ക്വസ്റ്റിന് ബാക്കി നമുക്ക് ചിലപ്പോൾ ഇൻഡിജർ ആകുമ്പോൾ -8 എന്നോ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ടെക്നിക്ക് പഠിച്ചല്ലോ. ഇവിടെ നമ്മൾ ചെയ്ത ടെക്നിക്ക് ഏതാണ്? ഇൻ്റഗ്രേഷൻ. കാരണം താഴെയാണ് 2 3 ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി 11C1 അതുപോലെ 2 × 11C2 ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡിഫറൻസിയേഷൻ വരും. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇനിയുള്ള ഷിഫ്റ്റ് എഴുതാൻ പോകുന്ന ആൾക്കാർ ഈ ഭാഗം ശ്രദ്ധിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഏതാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏത് ഫോമിലാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്ക്, ശ്രദ്ധിച്ചോളൂ. dy/dx + py = q. ഈ തന്നിരിക്കുന്ന ഫോമിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. എന്താ പേര്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നിങ്ങൾ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് നമ്മൾ ക്ലാസ് പറയുന്നുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻∫ pdx. എങ്ങനെ നോക്ക്? e⁻∫ sin 2x divided by 1 + cos square x dx. എല്ലാവരും ഓക്കെ ആണല്ലോ? ഈ താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മോൾ കിടക്കുന്നത്? ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ജബാറെ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. കറക്റ്റാണ്. താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് മോൾ കിടക്കുന്നത്. 1 + cos square x ഡെറിവേറ്റീവ് അല്ലേ? -sin 2x. അപ്പോൾ e⁻log mod 1 + cos square x. 1 + cos square is always positive. That is integrative factor is 1 + എന്ത് എഴുതാം? cos square x. എല്ലാവരും ഓക്കെ ആണല്ലോ? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ സൊല്യൂഷൻ എങ്ങനെ കാണുക? y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്ന് എഴുതാം. എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? y × 1 + cos square x
ദാറ്റ് ഈസ് ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു എന്താ വരിക? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ വൈ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താ വരിക? മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇനി സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള സാധനം ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. എത്രയാണ്? വൈ ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്താണ്? 0 തന്നിട്ടുണ്ട്. അതിനർത്ഥം എക്സിൻ്റെ വാല്യൂ 0 ആണ്, വൈൻ്റെ വാല്യൂ എത്രയാണ്? 0യുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ്. എത്ര ഇരിക്കുന്നത്? 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ 1 പ്ലസ് കോസ് സ്ക്വയർ, കോസ് 0 എത്ര വരിക? 1. സംശയമൊന്നുമില്ലല്ലോ. വൈ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇവിടെ കോസ് 0 മൈനസ് 1 പ്ലസ് സി. ക്ലിയർ? വൈ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ വൈ ഇൻറ്റു വൈ ഇവിടെ 0 അല്ല മക്കളെ, അപ്പോൾ ഈ ടേം 0 ആയില്ലേ? അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്തായിട്ട് മാറി? 0. ഇനിയുള്ളത് ശ്രദ്ധിച്ചോളേ, ഇവിടെ സിൻ്റെ വാല്യൂ അപ്പോൾ എത്ര കിട്ടുക? യെസ്, മൈനസ് 1 പ്ലസ് സി അല്ലേ? സി ഇസ് ഇക്വൽ ടു 1 കിട്ടി. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതാം. വൈ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് 1. ക്ലിയർ? വൈ ഓഫ് പൈ ബൈ 2 ആണ്. കോസ് പൈ ബൈ 2 എത്ര? 0 അല്ലേ? അപ്പോൾ വൈ ഇൻറ്റു 1 അത് 0 ആയിട്ട് മാറി 1. അപ്പോൾ വൈ ഇൻറ്റു 1 വൈ ഇസ് ഇക്വൽ ടു 1. വൈ ഓഫ് പൈ ബൈ 2 ഈസ് എന്ത് കിട്ടി? ആൻസർ 1 കിട്ടി. ഓക്കെ ആണല്ലോ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാ കുട്ടികൾക്കും ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഈ വർഷം മാത്സ് എന്താണ് കറക്റ്റ് ആവുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് ചില ഷിഫ്റ്റുകളിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇത് കുറച്ച് ലെങ്തി ടൈപ്പാണ്, പക്ഷെ നമുക്ക് ചെയ്താൽ ആൻസർ കിട്ടും. എന്താണ്? യെസ്, സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. എല്ലാവരും ഓക്കെ ആണല്ലോ. എന്താണ് സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ? ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാം നോക്കാം. 4 cos theta plus 5 sin theta is equal to 1. Then the possible value of എന്താണ് ചോദിച്ചത്? tan theta. ഏത് ഇൻ്റർവെല്ലാണ്? -π/2 മുതൽ +π/2 വരെ. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളിത് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്താൽ എന്താ വരിക? 16 ശ്രദ്ധിച്ചോളേ, cos സ്ക്വയർ തീറ്റ പ്ലസ് 4 × 5 20 40 sin തീറ്റ cos തീറ്റ പ്ലസ് 25 എന്താ വരിക? sin സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 കിട്ടി. ഇതിൽ ഞാൻ 16 cos സ്ക്വയർ തീറ്റ പ്ലസ് 25ന് 16 sin സ്ക്വയർ തീറ്റ പ്ലസ് 9 sin സ്ക്വയർ തീറ്റ പ്ലസ് 20 ഇൻറ്റു 2 sin തീറ്റ cos തീറ്റ sin 2 തീറ്റ ഈക്വൽ ടു 1 എഴുതി. ഇതെത്ര കിട്ടുക? 16 വരും പ്ലസ് 9. എന്താണ് സൈൻ സ്ക്വയർ തീറ്റ? 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. സംശയമൊന്നുമില്ലല്ലോ. പ്ലസ് 20 സൈൻ 2 തീറ്റ ഈക്വൽ ടു 1 കിട്ടി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 32 പ്ലസ് 9 മൈനസ് 9 കോസ് 2 തീറ്റ പ്ലസ് 40 സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി 32 9 കൂട്ടി എത്ര കിട്ടുക? 41 വരും. സംശയമൊന്നുമില്ലല്ലോ. 41 2 പോയി എത്ര വരും നോക്ക്? യെസ്, 39 വരും. ഇനി ഇതിൽ മൈനസ് 9 കോസ് 2 തീറ്റ പ്ലസ് 40 സൈൻ 2 തീറ്റ ഈക്വൽ ടു 0. ഞാനിവിടെ ചെയ്യാൻ പോണ ശ്രദ്ധിച്ചോളേ. എന്താണ് കോസ് 2 തീറ്റ? 1 മൈനസ് tan സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ്
ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 40. എന്താണ് സൈൻ 2 തീറ്റ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. കംപ്ലീറ്റ് ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 39 ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 9 പ്ലസ് എന്താ വരിക 9 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 80 ടാൻ തീറ്റ ഈക്വൽ ടു 0. ഇതെത്ര വരിക 39 പ്ലസ് 39 ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 9 പ്ലസ് 9 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 80 ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇത്രയും ഭാഗം എല്ലാവരും ഓക്കെ അല്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് 39 ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്, 9 ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ എത്ര കിട്ടുക 48 ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് പ്ലസ് 80 ടാൻ തീറ്റ കിട്ടും. ക്ലിയർ? 80 ടാൻ തീറ്റ 39 മൈനസ് 9 എത്ര വരിക പ്ലസ് 30 അല്ലേ? പ്ലസ് 30 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ? ചെറുതായി കൂടെ 24 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടുക 40 ടാൻ തീറ്റ പ്ലസ് 15 ഈക്വൽ ടു 0. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ. എത്ര വരെ റൂട്ട് ബി സ്ക്വയർ വരുമ്പോൾ അല്ലേ 4 16 00 വരും. മൈനസ് 4 ഇൻറ്റു 15 ഇൻറ്റു 24 ഡിവൈഡ് ബൈ എത്ര വരിക 2a 48 മൈനസ് 40 പ്ലസ് ഓർ മൈനസ് എത്ര നോക്ക് 4 ഇൻറ്റു 50 എത്ര വരിക 60 അല്ലേ വരിക അല്ലേ? അപ്പോൾ 16 ഇൻറ്റു 24 6 4 24 6 2 12 13 14 അല്ലേ? എത്ര ഉണ്ടാവും നോക്ക് 160 വരാൻ ചാൻസ് ഉണ്ട്. 160 ഡിവൈഡ് ബൈ 48. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് അല്ലേ കിട്ടിയിരിക്കും. നോക്ക് മക്കളെ എത്ര വാല്യൂസ് ആണ്? യെസ് 2 വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ വയ്ക്കുക അല്ലേ? ആ 2 വാല്യൂസ് എന്താ പറയുക മൈനസ് π/2 മുതൽ പ്ലസ് π/2 വരെ ഉണ്ടാവുമല്ലോ. യെസ് ദെൻ ദി പോസിബിൾ വാല്യൂ ഓഫ് ടാൻ തീറ്റ ഈസ് ഓപ്ഷൻ ഈസ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ ടു സൊല്യൂഷൻ. എല്ലാവരും ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഈസ് ഏതാണ്? ഡിപ്പെൻഡ് അപ്പോൺ വിച്ച് ചാപ്റ്റർ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നമുക്കറിയാം ഏത് 27 ഷിഫ്റ്റ് 1 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചോദിച്ചിരുന്നു അല്ലേ? അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ റീമിക്സ് റൗണ്ട് ആണ്. ഏതാണ്? ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് ഡി ആണ്. ആരുടെ? A1 ഇൻറ്റു A5 ഇൻറ്റു A4. ഈ മൂന്നിൻ്റെയും ടേംസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇത് ഏത് എ പി ആണ്? ഇൻക്രീസിങ് എ പി ആണ്. അപ്പോൾ ഈ എ പിയുടെ ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? A6 ലാസ്റ്റ് ടേം അല്ല 6th ടേം തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് A6 എത്രയാണ് മക്കളെ? 2. A6 എങ്ങനെ എഴുതാം? A പ്ലസ് 5D ഇസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ A എത്ര വരിക? 2 മൈനസ് 5D. അപ്പോൾ നമ്മൾ ചോദിച്ചത് പ്രൊഡക്റ്റ് ഓഫ് A1 A5 A4 ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 6 ആണോ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോളേ. അപ്പോൾ നമുക്കറിയാം ഈ പ്രോഡക്റ്റ് നമ്മളിങ്ങനെ എഴുതണ്ടേ A1 ഇൻറ്റു A5 എങ്ങനെ എഴുതാം നമ്മൾ? A പ്ലസ് 4D അല്ലേ? A4 എങ്ങനെ എഴുതുക? A പ്ലസ് 3D അല്ലേ? അപ്പോൾ നമുക്ക് A എന്ന് വെച്ചാൽ 2 മൈനസ് 5D. ഇനി അടുത്തത് A എത്രയാണ്? 2 മൈനസ് 5D പ്ലസ് എന്താ വരിക? 4D. അടുത്ത A എത്രയാണ് നോക്ക്? 2 മൈനസ് 5D പ്ലസ് എത്ര വരിക? 3D. അപ്പോൾ നമ്മൾ P എന്ന് പറയുന്ന ടേം എത്ര വരിക? ഫസ്റ്റ് ടേം 2 മൈനസ് 5D ഇൻറ്റു 2 മൈനസ് D അല്ലേ വരിക?
അടുത്തത് 2 മൈനസ് 2d. ഇതിൽ വേണമെങ്കിൽ 2 ഈസ് ഔട്ട്സൈഡ്, 2 ഈസ് ഔട്ട്സൈഡ്. ബാക്കി നമ്മൾ ഈ ടേം ഒന്ന് ഇൻറ്റു ചെയ്യാം. ഫസ്റ്റ് ബ്രാക്കറ്റ് ആണ്, ശ്രദ്ധിച്ചോളി. ഫസ്റ്റ് ബ്രാക്കറ്റ് എത്ര കിട്ടുക? 4 മൈനസ് എത്ര വരിക? 2d മൈനസ് 10d പ്ലസ് എത്ര വരിക? 5d സ്ക്വയർ. 2 പുറത്തെടുത്ത് എത്ര ബാക്കിയുള്ളത്? 1 മൈനസ് d. ക്ലിയർ? അപ്പോൾ 2 ഇൻറ്റു ഇത് എത്ര വരിക? 5d സ്ക്വയർ മൈനസ് 12d പ്ലസ് 4 ഇൻറ്റു 1 മൈനസ് d. വേണമെങ്കിൽ നമുക്ക് പുറോട്ടിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഏതാ നിങ്ങൾ ഒരു ഐഡിയ നോക്കുക. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടുക? 5d സ്ക്വയർ 1 കൊണ്ട് മൊത്തം ഇൻറ്റു ചെയ്തു 12d പ്ലസ് 4. ഇനി മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 5d ക്യൂബ് ആവും പ്ലസ് 12d സ്ക്വയർ ആവും. പിന്നെ എത്ര വരിക? മൈനസ് 4d ആവും. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ 2 ഇൻറ്റു ഏറ്റവും വലിയ ടേം എത്ര വരിക? മൈനസ് 5d ക്യൂബ് അല്ലേ. ഇനിയുള്ളത് 5d സ്ക്വയറും 12d സ്ക്വയറും എത്ര വരിക? 17d സ്ക്വയർ കിട്ടി. ക്ലിയർ? ഇനി നമ്മളോട് ചോദിച്ചത് അടുത്ത എത്ര ചോദിച്ചത്? മൈനസ് 5d ക്യൂബായി d സ്ക്വയർ ആയി 12dയും മൈനസ് 4dയും എത്ര വരിക? 16d വരും. ബാക്കി പ്ലസ് 4ഉം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dp ബൈ dd എത്ര നോക്ക്? 2 ഇൻറ്റു മൈനസ് 15d സ്ക്വയർ പ്ലസ് 34d മൈനസ് 16. ഓക്കെ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇത് ഈക്വൾ 0 കൊടുക്കാം. ഇത് ഈക്വൾ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഇതൊരു സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. എത്രയാണ്? ഡീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം മൈനസ് ബി. അപ്പോൾ മൈനസ് 34 അല്ലേ പ്ലസ് ഓർ മൈനസ് ഡീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോണത്. ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണ് നോക്ക്? 34 ഇൻറ്റു 34, 4 ഇൻറ്റു 4 16, 3 ഇൻറ്റു 4 എത്രയും 12 അല്ലേ. അപ്പോൾ 12 13 ആവും. സംശയമൊന്നുമില്ലല്ലോ. 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 3 9, 10 ആയി. 6 വരും, 5 വരും, 1 വരും, 1 വരും. 4 4 16, 3 4 12 13, 12 9 10. ഓക്കെ. 1 1 5 6, 1 1 5 6. ഇനി ബി സ്ക്വയർ മൈനസ് 4ac. ഇവിടെ 4 ഉണ്ട് അല്ലേ. എ എത്രയാണ്? മൈനസ് 15 ആണ്. അപ്പോൾ എത്ര വരിക? മൈനസ് 16. ഓക്കെ. ഇൻറ്റു എത്ര ഉള്ളത്? മൈനസ് 16. ഇത് ബി സ്ക്വയർ മൈനസ് 4 മൈനസ് 15. യെസ്. അപ്പോൾ എത്രയായിരുന്നു നോക്ക്? 16 ഇൻറ്റു 6 36 വരും. 1696 0. അപ്പോൾ അത് 960. അപ്പോൾ 960 പ്ലസ് ആണ് അല്ലേ. മൈനസ് വരും. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യണം. 1156 6 വരും. ഇതെത്ര വരിക? 5 15 6 ആണ് പോണത്. അപ്പോൾ എത്ര എടുക്കും നോക്ക്? 9 അല്ലേ. യെസ്. പിന്നുള്ളത് 10 1 വരും. 196. അപ്പോൾ താഴെ എഴുതാം 2a. 2a എന്ന് പറയുമ്പോൾ മൈനസ് 30. മൈനസ് 34 പ്ലസ് റൂട്ട് 196 എത്ര വരിക? 14 ഡിവൈഡഡ് ബൈ മൈനസ് 13. ഓക്കെ ആണല്ലോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. ഒന്ന് മൈനസ് 34ഉം മൈനസ് 14 ആഡ് ചെയ്ത് കിട്ടുക 4 8 വരും. ഇവിടെ എത്ര കിട്ടുക? 48 വരും. താഴെ എത്ര കിട്ടുക? മൈനസ് 30 വരും അല്ലേ. അപ്പോൾ മൈനസ് പോയി 24/15 എത്ര കിട്ടും നോക്ക്? 8/5 ആണോ നോക്കണം അല്ലേ. യെസ് 8/5. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? ലെസ് ദാൻ 0. യെസ് തീർച്ചയായിട്ടും 8/5 സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ ക്ലിയർ ആയല്ലോ. ഇവിടെ ചെയ്യുമ്പോൾ മൈനസ് 30d വരും. ഇനി 8/5 വേണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ also second derivative less than 0. The greatest value അല്ലേ ആ ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് ആവണമെങ്കിൽ then the value of d ആണ് ചോദിച്ചിരുന്നത്. that is 8/5. ഓക്കെ. അപ്പോൾ അതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്ക്. നമ്മുടെ ചാപ്റ്റർ മനസ്സിലായി. ഏതാണ്? യെസ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. ആർ ഈസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. a, b
related to C comma D is only if AD minus BEC is divisible by 5. A comma B comma C comma D belongs to എന്താണ് സെറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്യുന്നില്ല ഏത് ഇത് സിമെട്രിക് ആവണം, ഇത് അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആവണം. ഡിപ്പെൻഡ് അപ്പോൺ ദി വാല്യൂ നമ്മുടെ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഏത് വാല്യൂവിൻ്റെ കേസിൽ ഇത് റിഫ്ലെക്സീവ് ആവാം, ഇത് സിമെട്രിക് ആവാം, ഇത് ട്രാൻസിറ്റീവ് ആവാം. നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിഫ്ലെക്സിവിറ്റി ആണ്. ആദ്യത്തെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിഫ്ലെക്സിവിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? എ കോമ അല്ലേ എ ബി റിലേറ്റഡ് ടു എ ബി. നമ്മൾ സാധാരണ പറയുമ്പോൾ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എ റിലേറ്റഡ് ടു എ ആണ് നമ്മൾ റിഫ്ലെക്സീവ്. ഇത് പെയറായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നോരോ ചെക്ക് ചെയ്യാം. ആദ്യത്തത് റിഫ്ലെക്സിവിറ്റി എ കോമ ബി റിലേറ്റഡ് ടു എ കോമ ബി. എല്ലാവരും ഓക്കെ ആണല്ലോ. എ ബി റിലേറ്റഡ് ടു എ ബി. അപ്പോൾ നമ്മൾ എന്താ ഓപ്പറേഷൻ പറയുന്നത്? ഇവിടെ എ ഡി മൈനസ് ബി സി ആണ്. അപ്പോൾ എത്രയായിരുന്നു നോക്ക്? ഇത് എ ബി, ഇത് ബി എ. എ ബി മൈനസ് ബി എ 0 അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡിവിസിബിൾ ബൈ 5 അല്ലേ? എ ബി മൈനസ് ബി എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡിവിസിബിൾ ബൈ അല്ലേ? 0ന് ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എ ഡി മൈനസ് ബി സി ആണെങ്കിൽ തിരിച്ച് നോക്ക്. എ ഡി മൈനസ് ബി സി ഈസ് ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എ കോമ ബി റിലേറ്റഡ് ടു സി കോമ ഡി ആണ്. ഇനി നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത് സി കോമ ഡി റിലേറ്റഡ് ടു എ കോമ ബി. അപ്പോൾ എന്താ വരിക? സി ബി മൈനസ് ഡി എ. ഇതിലെന്ത് പുറത്തെടുക്കാം? മൈനസ്. അപ്പോൾ എന്താ വരിക? ഡി എ മൈനസ് ബി സി. ആൾസോ എന്ത് പറയാം? യെസ്, ഡിവിസിബിൾ ബൈ 5. അപ്പം റിലേഷൻ ഈസ് സിമെട്രിക്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്ക്. 1,2 5,5 2,2 നമ്മൾ ചെക്ക് ചെയ്യണം. ഈ കേസിൽ ഇത് ട്രാൻസിറ്റീവ് ആണ്, നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ കേസ് നോക്ക്. 1 × 5 എത്ര? 5 - 10. ഇത് ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി രണ്ടാമത്തെ ഇങ്ങനെ എടുക്കുമ്പോൾ എത്ര വരിക? 10 - 10. അതും എന്താണ്? ഡിവിസിബിൾ ബൈ 5 ആണ്. ഇനി 1,2 പിന്നെ എത്രയാണ്? 2,2 എടുക്കുമ്പോൾ എത്ര വരിക? 2 - 4 ഡിവിസിബിൾ ബൈ 5 ആണോ? അല്ല. അപ്പോൾ എന്ത് പറയാം? ട്രാൻസിറ്റീവ് ആണോ? അല്ല. സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. യെസ്, ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഏരിയ അണ്ടർ ദി കർവ്. ശ്രദ്ധിച്ചോളെ. S² പ്ലസ് Y² ഇസ് ഈക്വൽ ടു എത്ര തന്നിരിക്കും നോക്കണം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. S² പ്ലസ് Y² ഇസ് ഈക്വൽ ടു 169 ആൻഡ് ബിലോ ദ ലൈൻ. അപ്പോൾ സർക്കിൾ വരയ്ക്കണം, ലൈൻ വരയ്ക്കണം. ആ ലൈനിൻ്റെ താഴേക്കുള്ള ഏരിയ ആണ്, സർക്കിളിനകത്തുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളേ. നമ്മൾ ആദ്യം പിക്ചർ വരയ്ക്കാം. റെഡി അല്ലേ? നമ്മൾ ഒരു സർക്കിള് കൺസിഡർ ചെയ്യും. ഓക്കെ. ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് മക്കളെ? 13 ആണ്. ഈ പോയിൻ്റ് 13,0. ഈ പോയിൻ്റ് 0,-13. ഈ പോയിൻ്റ് 0,13. ഇനി ലൈൻ വരയ്ക്കണം. എക്സിന് 0 കൊടുത്താൽ വൈൻ്റെ വാല്യൂ എത്രയാണ് നോക്ക്? യെസ്, -13 അല്ലേ? ഇനി വൈന് 0 കൊടുത്ത് എക്സ് എത്ര ഉണ്ടാവുക? 13/5 വരും. അപ്പോൾ ഏകദേശം ലൈന് ഇങ്ങനെയാണ് നോക്ക്, പാസ് ചെയ്ത് നോക്ക്.
ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ് നമ്മോട് ചോദിച്ചത്. അപ്പോൾ ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട്. സെമി സർക്കിളിൻ്റെ ഏരിയ ഏതാണ്? സെമി സർക്കിൾ കാണിച്ചു തരാം. ഇതാണ് ഈ സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ നിന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അതുപോലെ ഈ ഒരു സ്മോൾ പോർഷൻ ആ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഈ റെഡ് കളറുള്ള ഏരിയ അണ്ടർ ദ ലൈൻ കിട്ടും. അപ്പോൾ ആദ്യം സെമി സർക്കിളിൻ്റെ ഏരിയ എന്താ വരിക? പൈ ആർ സ്ക്വയർ ബൈ 2. ശ്രദ്ധിച്ചോളി, പൈ ഇവിടെ ആർ സ്ക്വയർ എത്ര വരിക? 169/2. ഇതാണ് എന്ത്? സെമി സർക്കിളിൻ്റെ ഏരിയ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്കറിയാം റേഡിയസ് 13 ആണ് തന്നിട്ടുണ്ട്. അപ്പം സെമി സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിൻ്റെ ഏരിയ എങ്കിൽ സെമി സർക്കിൾ എന്ത് ചെയ്താം? പൈ ഇൻറ്റു 169/2 അതവിടെ വെക്കുക. ക്ലിയർ? ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇത് 0 അല്ലേ? ഈ ലെങ്ത് 13 ആണ്. ഈ പോയിന്റ് എത്ര നമുക്ക് കണ്ടുപിടിക്കണം? ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ? സർക്കിളും ലൈനും കൂടിയും ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഓക്കെ, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 169 ആണ്. വൈൻ്റെ വാല്യൂ എത്ര നോക്കുക? എസ് സ്ക്വയർ പ്ലസ് വൈ എന്ന് വെച്ചാൽ 5x മൈനസ് 13 ഹോൾ സ്ക്വയർ 169. അപ്പോൾ എത്ര കിട്ടും നോക്കട്ടോ? എസ് സ്ക്വയർ പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളെ 25 എസ് സ്ക്വയർ മൈനസ് 10 അല്ലേ? 2ab അല്ലേ? അപ്പോൾ 130x പ്ലസ് 169 ഈക്വൽ ടു ഈ 169 ക്യാൻസൽ ആവും. ഇത് എത്ര ഉണ്ടാവുക? 26 എസ് സ്ക്വയർ മൈനസ് 130x ഈക്വൽ ടു 0. ഒരു എന്ത് പുറത്തെടുക്കാം നമുക്ക്? ഇതിൽ വേണമെങ്കിൽ 13 പുറത്തെടുത്തൂടെ? 13 പുറത്തെടുത്താൽ ബാക്കി എത്ര വരും നോക്ക്? ഒരു എക്സും പുറത്തെടുത്താൽ ബാക്കി എത്ര വരിക? 2x വരും. സംശയമൊന്നുമില്ലല്ലോ. മൈനസ് 10 ഈക്വൽ ടു 0. അപ്പം എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ഈ കോർഡിനേറ്റിൽ അല്ലേ ഈ ഡിസ്റ്റൻസ് 5 ആണ്. ഈ ഡിസ്റ്റൻസ് എത്ര വരിക? 13 ആണ്. സംശയമൊന്നുമില്ല. റേഡിയസ് 13, ഇത് 5 ആണ്. ടോട്ടൽ ലെങ്ത്ത് നമുക്കറിയാം 26 അല്ലേ വരിക? എല്ലാവരും ശ്രദ്ധിച്ചോളേ, ഡയമീറ്റർ 26 ആണ്. ഇവിടെ 13 വന്നു, ഇത് എത്ര വന്നിരിക്കുന്നത്? 5 ആണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്ക്? 13ഉം 5ഉം കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ്റെ ലെങ്ത്ത് നമ്മൾ എത്ര നോക്കാം? ഈ പോയിൻ്റ് 0 മുതൽ 13 ഇത് 8 ആണ്. നോക്ക്, 8 അല്ലേ? അപ്പോൾ ഇത് പോയിൻ്റ് 0 മുതൽ 13 ഈ ലെങ്ത്ത് എത്ര യൂണിറ്റ് നമ്മൾ പറഞ്ഞത്? എക്സ്. ഓ സോറി, ഇവിടെ എക്സ് ആണ്. 5 യൂണിറ്റ് ഇവിടെയാണ് എക്സ്. നോക്കുക, ഇത് എക്സ് ആണ്. അപ്പോൾ എക്സ് 5 ആണെങ്കിൽ വൈ എത്ര നോക്കാം നമുക്ക്? 25 മൈനസ് വൈ ഇസ് ഇക്വൽ ടു 13. വൈൻ്റെ വാല്യൂ 12 ആണ് വരിക. ഓക്കെ, ഈ ലെങ്ത് ആണ് 12 വരും. ഈ ലെങ്ത്ത് 12. ഇതാണ് നമ്മൾ ഏത് പോയിൻ്റ്? 5,12. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ 12 മുതൽ ഇവിടെയാണ് 12 കേട്ടോ. 12 മുതൽ 13 വരെ ഈ ഏരിയ. അതുപോലെ ഇവിടെ എത്ര നോക്ക്? ഈ ലെങ്ത്ത് 12, ഇത് 13, ഇത് 5. അപ്പോൾ എന്തൊക്കെയാണ് മൈനസ് ചെയ്യണം? മൈനസ് ചെയ്യേണ്ട ഒന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതാ ഈ ഗ്രീൻ ഷെയ്ഡ് എത്ര വരിക? ഹാഫ് BH. ബേസ് എത്ര കിട്ടുക? 25. ഹൈറ്റ് എത്ര വരിക നോക്ക്? 5. ക്ലിയർ? അപ്പം മൈനസ് 125/2 അതിന് മൈനസ് ചെയ്യണം. പിന്നെ നമ്മൾ മൈനസ് ചെയ്യണം ഒന്നും കൂടി ഉണ്ട്. ഏതാണ്? ഈ ഒരു സ്മോൾ പോർഷൻ ഓഫ് ദി സർക്കിളിലെ 12 to 13
റൂട്ട് ഓഫ് 13 സ്ക്വയർ വൈയിലല്ല നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ, വൈ സ്ക്വയർ ഡി വൈ. ആ ഏരിയയും കൂടി നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുവേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച ഫോർമുലയാണ്. ഏതാണ് ഫോർമുല? എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഏതേനോ എക്സ് ബൈ 2 റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 169 ബൈ 2 സൈൻ ഇൻവേഴ്സ് എത്ര വരിക? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ. അപ്പോൾ വൈ ബൈ 13 ലോവർ ലിമിറ്റ് 12 അപ്പർ ലിമിറ്റ് എത്ര വരിക? 13 വരും. ഓക്കെ, റെഡി ആയല്ലോ. ആദ്യം 13 കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. പ്ലസ് 169 ബൈ 2 എത്ര വരിക? സൈൻ ഇൻവേഴ്സ് 1 പൈ ബൈ 2. ക്ലിയർ. ഇനി ലോവർ ലിമിറ്റ് കൊടുത്താൽ 12 ബൈ 2 എത്ര വരിക? 6. റൂട്ട് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ 25. 5 ബൈ എത്ര വരും? 5 അല്ലേ ഉണ്ടാവുള്ളൂ. യെസ്. അപ്പം എന്ത് കിട്ടി നമുക്ക്? 6 ഇൻറ്റു 5. പിന്നെ ഒരു ടേമിൽ മൈനസ് ചെയ്യണ്ടാവും. മൈനസ് 169 ബൈ 2 സൈൻ ഇൻവേഴ്സ് എത്ര വരിക? 12 ബൈ 13. ഇതെല്ലാം കൂടി റീഅറേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ. ഇവിടെ ഒരു ഏരിയ നമുക്ക് 169 അല്ലേ, ഇതെത്ര വരും? 4 അല്ലേ. 169 പൈ ബൈ 2 മൈനസ് എത്ര വരിക? 169 പൈ ബൈ 4. ഒരു 2 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? യെസ്, 169 പൈ ബൈ 4 മൈനസ് ഇവിടെ എത്രയുള്ളത്? 1 മൈനസ് 125 ബൈ 2 മൈനസ് 30. അപ്പോൾ എത്ര വരിക? 6. എത്ര വരും നോക്ക്? യെസ്, അതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ആ ഒരു പോർഷൻ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യണം. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കുക. ഇവിടെ എത്ര കിട്ടി നമുക്ക്? മൈനസ് 125 ബൈ 2 ഉണ്ട്. ഇത് കൂടാതെ ഈ ഒരു പോർഷൻ്റെ ഏരിയയും കൂടി നമുക്കിവിടെ മൈനസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എത്ര ഉണ്ട് നോക്കണം. ആ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പം 125 ബൈ എത്ര വരിക? 60 ബൈ 2 വരും. എത്ര ഉണ്ടാവും? 125 60 ആണ്. അപ്പോൾ എത്ര? 65 ആണ് നോക്ക് അല്ലേ. 65. യെസ്, മൈനസ് 65 ബൈ എത്ര വരിക? 2. പിന്നെ ബാക്കിയുള്ള ടേം പ്ലസ് 169 ബൈ 2 സൈൻ ഇൻവേഴ്സ് 12 ബൈ 13. എല്ലാവരും ഓക്കെ ആണല്ലോ. ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഓപ്ഷൻ നമുക്ക് തന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നമുക്ക് തന്നില്ല, ക്വസ്റ്റ്യൻ മാത്രം പെട്ടെന്ന് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ലോക്ക് ചെയ്യണം. ആ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എഫ് ഓഫ് എക്സ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എഫ് ഓഫ് എക്സ് ആണ് 2 റേസ് ടു എക്സ് മൈനസ് എസ് സ്ക്വയർ. ഈ ഒരു കർവ് ഉണ്ടല്ലോ, 2 റേസ് ടു എക്സ് മൈനസ് എസ് സ്ക്വയർ ഒരു കർവാണ്. അത് കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് എം പോയിൻറ്റ്സ്. ഇനി വൈ ഡാഷ് കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണെന്ത്? എൻ പോയിൻറ്റ്സും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എം പ്ലസ് എൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം നോക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 റേസ് ടു എക്സ് മൈനസ് എസ് സ്ക്വയർ. അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് എക്സിന് നമ്മൾ 0 കൊടുക്കാം. അപ്പോൾ 2 റേസ് ടു 0 എത്ര വരിക? 1 മൈനസ് 0. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. 2 കൊടുത്ത് എത്ര കിട്ടുക? 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്ര കിട്ടുക? 0 അല്ലേ കിട്ടുക നോക്ക് അല്ലേ. നമ്മൾ ആദ്യം 0 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചോളി. വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ട് നോക്ക്. അപ്പോൾ നമ്മൾ ഇനി 4 കൊടുത്താലോ? 2 റേസ് ടു 4 16 മൈനസ് അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ പാസ് ചെയ്യാണ്. ഇനി നെഗറ്റീവ് സംഖ്യ കൊടുത്താൽ നെഗറ്റീവിലേക്കല്ലേ പോവുക. അപ്പോൾ മൈനസ് 10 കൊടുത്താൽ 1/2 റേസ് ടു 10 മൈനസ് 10 സ്ക്വയർ നെഗറ്റീവ് അല്ലേ വരിക അല്ലേ. y ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ പോകും. എത്ര പോയിന്റ് ടച്ച് ചെയ്തു? 1 2 3. അപ്പോൾ ഇവിടെ 2 റേസ് ടു എക്സ് മൈനസ് എസ് സ്ക്വയർ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് എം പോയിൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് 3 പോയിൻറ്റ്സ്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം വൈ ഡാഷ് എത്ര കിട്ടുക? 2 റേസ് ടു എക്സ് എന്താ വരിക? ലോഗ് 2 മൈനസ് ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ എത്ര കിട്ടുക? 2x. അപ്പോൾ അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. 2 റേസ് ടു എക്സ്
log 2 is equal to എന്താ കിട്ടുക 2x വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 2 raised to x is equal to 2 by log 2 x കിട്ടും. ഇനി നമുക്ക് നോക്കാം 2 raised to xൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകും. സംശയമൊന്നുമില്ലല്ലോ. 2 raised to xൻ്റെ ഗ്രാഫ് ഇൻക്രീസിങ് ആണ്. ശ്രദ്ധിക്കാം, ഈ ഒരു ഷേപ്പിൽ പാസ് ചെയ്യുകയാണ് വിചാരിക്കാം. 2 raised to xൻ്റെ ഗ്രാഫ് ഈ ലൈൻ ഇങ്ങനെയും പാസ് ചെയ്യും. എത്ര പോയിന്റ് ടച്ച് ചെയ്യും നോക്ക് മക്കളെ, 2 പോയിന്റ് ടച്ച് ചെയ്യുമല്ലോ. അപ്പോൾ y ഡാഷ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് 2 പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് M3 ആണ്, N2 ആണെങ്കിൽ നമ്പർ ഓഫ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എത്ര കിട്ടുക അല്ലേ? M+N ചോദിച്ചത്, M+N എത്ര കിട്ടും നമുക്ക് 5 കിട്ടും. എമ്മിൽ നമുക്ക് 3 പോയിന്റ്സ്, എന്നിൽ 2 പോയിന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു. നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഷിഫ്റ്റ് ജനുവരി 29 രാവിലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 raised to x plus 2 raised to minus x into tan x root of tan inverse 2a square minus 3x plus 1 divided by 7x square minus 3x plus 1 whole cube. എന്താണ് ചോദിച്ചത്? എഫ് ഡാഷ് ഓഫ് 0. ചോദ്യം കാണുമ്പോൾ വലിയൊരു സാധനം പോലെ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, സിമ്പിളാണ്. ഇത് നിങ്ങൾ 2 ഫംഗ്ഷൻ എടുക്കതിൽ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ? ടാൻ എക്സ് എടുക്കാം. ശ്രദ്ധിച്ചോളേ, എഫ് ഓഫ് എക്സ് ടാൻ എക്സും ബാക്കിയുള്ളത് 2 raised to x plus 2 raised to minus x root of tan inverse 2a square minus 3x plus 1 divided by 7x square minus 3x plus 1 all cube സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിൽ എന്ത് അപ്ലൈ ചെയ്യണം? യെസ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നോക്ക് മക്കളെ, എഫ് ഡാഷ് എക്സ് ടാൻ എക്സ് ഇൻറ്റു, ശ്രദ്ധിച്ചോളി, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഞാൻ എഴുതുന്നില്ല, പ്ലസ് ശ്രദ്ധിക്കാം സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു 2 raised to x plus 2 raised to minus x root of tan inverse 2a square minus 3x plus 1 divided by 7x square 3x plus 1 all cube into. എടോ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ്. ഇനി എക്സിന് 0 കൊടുക്കാനല്ലേ, അപ്പോൾ ഈ ടേം 0 ആയി. പ്ലസ് 2 raised to 0 1 പ്ലസ് 2 raised to minus 0 1. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ടാൻ ഇൻവേഴ്സ് 1 എത്രയോ? ടാൻ ഇൻവേഴ്സ് 1 റൂട്ട് പൈ ബൈ 4. താഴെ എത്ര വരെ? 1 ക്യൂബ് 1. സീക്ക് 0 1 അല്ലേ? അപ്പോൾ എത്ര ആൻസർ? 2 ഇൻറ്റു റൂട്ട് പൈ ബൈ 2. ടു ക്യാൻസൽ, ആൻസർ ഈസ് റൂട്ട് പൈ. വളരെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇൻ്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ, ഇതിൽ ഞാൻ ചെയ്യാൻ പോണത് ഈ തന്നിരിക്കുന്ന റിസൾട്ടിൽ ടാൻ എക്സ് കൊണ്ട് ഇവിടെ സൈൻ എക്സ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, ടാൻ എക്സ് സൈൻ ടാൻ എക്സിലേക്ക് മാറ്റിയാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കോസ് എക്സ് ഇടുക, ഇൻറ്റു ഒരു കോസ് എക്സ് ഇടുക. അപ്പോൾ ടാൻ എക്സ് കോസ് ക്യൂബ് എക്സ് പ്ലസ് ടാൻ എക്സ് സൈൻ ക്യൂബ് എക്സ്. ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണം നോക്ക്, ഇതിൽ ടാൻ എക്സ് പുറത്തെടുക്കാം. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ബൈ, ഇതിൽ ടാൻ എക്സ് പുറത്തെടുത്താൽ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് വരും. ഈ ടാൻ എക്സ് ആരാ മക്കളെ? സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ? ഒരു സൈന് പോയി ഒരു കോസ് മോളിക്ക് പോകും. സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, മുകളിലൊരു സൈൻ ഉണ്ടല്ലോ, യെസ്, താഴെയുള്ള കോസ് മോളിക്ക് പോയി കോസ് എക്സ് ആയി, ബൈ താഴെ എന്താ വരിക? കോസ് ക്യൂബ് എക്സ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. എന്തോ ഒരു ബന്ധമുണ്ട്. താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് മോള് കിടക്കുന്നത്. കാരണം ഡെറിവേറ്റീവ് ഓഫ് കോസ് ക്യൂബ് എക്സ് എന്താ? പ്ലസ് സൈൻ ക്യൂബ് എക്സ് എന്താ നോക്ക്, ശ്രദ്ധിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് 3 കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ 3ൻ്റെ കുറവല്ലേ മുകളിലുള്ളൂ അല്ലേ? അപ്പോൾ എന്താ ചേർക്കണ്ടേ? 1/3 ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി 1/3 ലോഗ് ടി
1/3 എത്രയാണ് മക്കളെ ടീൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തില്ലേ? യെസ്, ടീൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് പ്ലസ് സി ഏതാ ഓപ്ഷൻ ഏതാ നോക്കുക. യെസ് 1/3 ആണ് വരുന്നത്. അതോടെ 3 ആയിരിക്കും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബി സി ആർ നോൺ സീറോ, ബി ആൻഡ് സി ആർ നോൺ കൊളീനിയർ. എ പ്ലസ് 5b ഈസ് കൊളീനിയർ വിത്ത് സി ആൻഡ് ബി പ്ലസ് 6c ഈസ് കൊളീനിയർ വിത്ത് എ. എ പ്ലസ് 5b ശ്രദ്ധിച്ചോളെ, എ പ്ലസ് 5b കൊളീനിയർ വിത്ത് സി ആണെങ്കിൽ ലാംഡ സി എന്ന് എഴുതി കൂടെ. അതുപോലെ ബി പ്ലസ് 6c കൊളീനിയർ വിത്ത് എ മ്യൂ എ എന്ന് എഴുതി. സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ബി പ്ലസ് 6c ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എ എന്താ വരിക? ലാംഡ സി മൈനസ് 5b. അപ്പോൾ നമ്മൾ ഇതിൽ ബീൻ്റെ കോയിഫിഷ്യൻ്റ് ഏതൊക്കെ വരിക ശ്രദ്ധിച്ചോളെ. 1 പ്ലസ് 5 മ്യൂ ആണ് ബീൻ്റെ കോയിഫിഷ്യൻ്റ്. സീൻ്റെ കോയിഫിഷ്യൻ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സീൻ്റെ കോയിഫിഷ്യൻ്റ് ശ്രദ്ധിച്ചോളെ, ഇവിടെ വരുന്നത് ലാംഡ സി ഉണ്ട് അല്ലേ, ലാംഡ മ്യൂ ഉണ്ട്. ലാംഡ മ്യൂ മൈനസ് എത്രയാണ് വരിക? 6. സംശയമൊന്നുമില്ലല്ലോ. യെസ്, അപ്പോൾ നമ്മൾ ബീൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതി 1 പ്ലസ് 5 മ്യൂ ബി സി ലാംഡ മ്യൂ മൈനസ് 6c എന്ന് കൊടുത്തു. സംശയമൊന്നുമില്ലല്ലോ. ഇനി 1 പ്ലസ് 5 മ്യൂ ഇൻറ്റു ബി പ്ലസ് 6 മൈനസ് ലാംഡ മ്യൂ ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 0. ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലടോ. ഈ സാധനം കോൺസ്റ്റൻ്റ് അല്ലേ? k1b ഈക്വൽ ടു മൈനസ് k2c. അപ്പോൾ നമുക്ക് നോക്കാം, എയും ബിയും സിയും നോൺ സീറോ അല്ലേ. അതുപോലെ ബി ആൻഡ് സി ആർ നോൺ കൊളീനിയർ. സംശയമൊന്നുമില്ലല്ലോ. ബി ആൻഡ് സി എന്ത് കിട്ടി? നോൺ കൊളീനിയർ. അങ്ങനെയാണെങ്കിൽ ഈ 1 പ്ലസ് 5 മ്യൂ 0 ആയിരിക്കണം. അപ്പോൾ മ്യൂ എത്ര കിട്ടുക? മൈനസ് 1/5. 6 മൈനസ് ലാംഡ മ്യൂ ഇസ് ഈക്വൽ ടു 0. 6 ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ. 6 ഇസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടുക? മൈനസ് 1/5. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 30 കിട്ടി. സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് എഴുതാം ബി പ്ലസ് 6c മ്യൂ എ. ബി പ്ലസ് 6c മ്യൂ എത്ര? മൈനസ് 1/5 എ. അപ്പോൾ 5b പ്ലസ് 30c പ്ലസ് എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ബീൻ്റെ കോയിഫിഷ്യൻ്റ് 5, സീൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ബീറ്റ അല്ലേ. അപ്പോൾ 30. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എത്ര കിട്ടുക? ആൽഫ പ്ലസ് ബീറ്റ ഈസ് 35. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂമറിക്കൽ ബേസിലാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഹായ്. അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞ ജനറൽ കാര്യങ്ങൾ അത് തന്നെ. പിന്നെ നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെയാണ് ചോദിച്ചതെന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസിലേക്ക് വരാം. അപ്പോൾ ഷിഫ്റ്റ് 1 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ളതാണ്. മൊളാരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ ഇനി എക്സാം നോക്കുന്ന ആളുകളുടെ റിക്വയർമെൻറ്റ് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് അതിവിടെ തന്നിട്ടുണ്ട്, വെയിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇത് ഡി എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് പറയും, അത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ ഇത് തന്നെയാണോ എന്നുള്ളതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തരുന്ന സൊല്യൂഷനിൽ അപ്പോൾ ഈ യൂട്യൂബിലെ താഴെ കമൻ്റ് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഈ PDF കിട്ടാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ തരും. അപ്പോൾ എക്സാം എഴുതിയ ആളുകൾക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഇത് തന്നെയാണ് വാല്യൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൊല്യൂഷൻ എടുത്തിട്ട് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. മൊളാരിറ്റി, പെർസെൻറ്റേജ്, വെയിറ്റ്, പിന്നെ ഡെൻസിറ്റി ഒക്കെ ആയിട്ടുള്ള റിലേഷൻ പഠിക്കാം. അപ്പോൾ അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഡയറക്റ്റ് ആണ്, ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇനി സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, ഈസിയാണ്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ പറയാം. എല്ലാം n = 5 ആണ്. നമുക്ക് n, l, ml, ms ഇതാണ് ചോദിച്ചത്. ഇനി RB എന്ന് പറയുന്നത് S ബ്ലോക്ക് ആണെന്നറിയാം. അപ്പോൾ L 0 വരും. അപ്പോൾ ഈ രണ്ട് ആൻസറും ഇല്ല. ഇനി ഇതിൽ ആരാണെന്ന് നോക്കുന്ന സമയത്ത് ml ഇയാൾ 0 ആണെങ്കിൽ, L 0 ആണെങ്കിൽ ml ഒരിക്കലും 0ന് മേലെ പോകാൻ പാടില്ല. അപ്പോൾ ഇത് വരും, ഇത് തെറ്റാണ്. അപ്പം അങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാം. അടുത്തത് പീരിയോഡിസിറ്റിയിലെ ക്വസ്റ്റ്യൻ.
ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എ ഗ്രൂപ്പ് 14 എലമെന്റ്സ്. അപ്പോൾ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ നമ്മൾ പറയുമ്പോൾ ചില സ്ഥലത്ത് എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ആ എക്സെപ്ഷൻ ഓർമ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്, എക്സെപ്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണ നമ്മൾ പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ബോറോണിന്റെ കാര്യമാണ് ചോദിച്ചിരുന്നത്. ഇപ്പൊ അവരൊന്നും മാറി എവിടെ എത്തി, കാർബണിലെത്തിയിട്ട് അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ചോദിച്ചു. അതിന്റെ പ്രത്യേകത അവിടെ എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആ എക്സെപ്ഷൻ ഓർമ്മ ഉണ്ടോ ഇല്ലയോ? ഡയറക്റ്റ് NCERT ആണ്. ഇൻഓർഗാനിക് ആകുമ്പോൾ ഡയറക്റ്റ് NCERT ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ നോക്കിയ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുന്ന സമയത്ത് അവസാനം PBക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ബാക്കിയുള്ള ആളുകൾ കമ്പയർ ചെയ്യുമ്പോൾ. കാർബണിന് പിന്നെ ലെഡാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എക്സെപ്ഷനിൽ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ഗ്രൂപ്പ് 40 എന്തുണ്ട്? മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. കറക്റ്റാണ്. അടുത്ത അയണൈസേഷൻ എനർജി ഡിക്രീസസ് എലോങ് ദ പീരീഡ്. ഡിക്രീസസ് അല്ല, ഇൻക്രീസസ് ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടും. അടുത്ത പറയുന്നത് ഇൻ എ പീരീഡ് സ്ക്രീനിങ് എഫക്ട് ഡോമിനേറ്റ്സ് ഓവർ സ്ക്രീനിങ് എഫക്ട്. ഇത് സ്ക്രീനിങ് എഫക്ട് ആയിരിക്കില്ല, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പീരീഡിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡോമിനേറ്റ് ചെയ്യും സ്ക്രീനിങ് എഫക്റ്റിനേക്കാളും. ശരിയാണ്. അതുകൊണ്ടാണ് അയണൈസേഷൻ എനർജി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൂടാനുള്ള ഒരു റീസൺ. അടുത്തത് കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്ന സമയത്ത് കെമിക്കൽ ബോണ്ടിങ്ങിൽ ചോദ്യം 1 ലോൺ പെയർ ഇൻ സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. ഈ തന്ന കോമ്പൗണ്ട്സിലെ സെൻട്രൽ ആറ്റത്തിനാണ്. മൊത്തത്തിൽ എത്ര ലോൺ പെയർ അല്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചത് മൊത്തത്തിൽ എത്ര ലോൺ പെയർ ഉണ്ട് എന്നല്ല, സെൻട്രൽ ആറ്റത്തിൽ ഒരു ലോൺ പെയർ ഉള്ള ആളുകളുടെ സ്ഥിതിയാണ് ചോദിച്ചത്. അപ്പൊ അത് ശ്രദ്ധിക്കുക, അതൊക്കെ തെറ്റിപ്പോകും. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ കെമിക്കൽ ബോണ്ടിങ് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് അങ്ങ് ആൻസർ പറയും. അപ്പൊ അങ്ങനെ പോകരുത്. സെൻട്രൽ ആറ്റത്തിലാണോ ടോട്ടൽ മോളിക്യൂളിലാണോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് ബാക്കി പറയാൻ പാടുള്ളൂ. അപ്പൊ ശരി, ഇത് സോൾവഡ് ആണ്. ആൻസർ ഇവിടെ ഉണ്ട്. അടുത്തത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഹാവ് ബോണ്ട് ഓർഡർ 1. ബോണ്ട് ഓർഡർ 1 ആയിരിക്കണം, പാരാമാഗ്നറ്റിക് ആയിരിക്കണം. അപ്പൊ അതറിയായിരിക്കും. ഈവൻ നമ്പർ വരുന്ന സമയത്ത് പൊതുവെ എന്തായിരിക്കും, ഡയാമാഗ്നറ്റിക് ആയിരിക്കും, എക്സെപ്റ്റ് ബോറോണും ഓക്സിജനും. അപ്പൊ അതിൽ ബോറോൺ ആണ് വരുന്നത്. ഇപ്പൊ 2 കണ്ടീഷനും സാറ്റിസ്ഫൈയിങ് ആയിരിക്കണം എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി എക്സാമിന് പോകുന്ന ആളുകളാണെങ്കിൽ, ഇനി ഭാവിയിൽ എക്സാമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊക്കെ ചെയ്തു നോക്കുക. എന്നിട്ട് മാത്രം നമ്മുടെ സൊല്യൂഷൻ നോക്കുക. അതിനുശേഷമേ PDF-ലെ സൊല്യൂഷൻ നോക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുക. എന്നിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കുക. അപ്പോൾ ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇതുവരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഈ ബോണ്ട് ഓർഡർ MO തിയറി തന്നെയാണ് കാര്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അവിടെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അടുത്തത് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അധികം മെറ്റലർജി ആണ്, ഔട്ട് ഓഫ് സിലബസിലെ ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് അല്ല, ഇത് P ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്. P ബ്ലോക്കിൽ ഒക്കുറൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ബോറോൺ എവിടെ കിട്ടും, അലൂമിനിയത്തിന് എവിടെ കിട്ടും എന്നൊക്കെ അവരിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ചോദ്യം, അല്ലാതെ മെറ്റലർജിയിലുള്ള ഭാഗമല്ല. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇത് P ബ്ലോക്കിലെ NCERT മെറ്റീരിയലാണ്. NCERT അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലത്ത് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇടത് മാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബോക്സൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ക്രയോലൈറ്റിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഈ ഫ്ലൂറോസ്പാറും ഡോളമൈറ്റും ഒന്നും അറിയില്ല വിചാരിക്കാം. ബോക്സൈറ്റും ക്രയോലൈറ്റും അറിയാമെങ്കിൽ ഈ തന്ന ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് നോക്കാം. ജസ്റ്റ് അറിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇതാണ്, ഫ്ലൂറോസ്പാർ എന്ന് പറയുന്നത് CF2 ആണ്, ക്രയോലൈറ്റ് എന്ന് പറയുന്നത് Na3LF6 ആണ്. ഇതാണ് ഡയറക്റ്റ് ആണ്, ഈസിയാണ്. അടുത്തത് D ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കോർഡിനേഷനിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ചോദ്യം നിങ്ങൾക്ക് ഏതെല്ലോ കോമ്പൗണ്ട്സിനെ തന്നിട്ടുണ്ട്, ഏതൊക്കെയോ കോമ്പൗണ്ട്സിനെ തന്നിട്ടുണ്ട്. പക്ഷേ NCERT നിന്ന് തന്ന ആളുകളെ തന്നെയാണ്, NCERT പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പോൾ അതിൽ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് റോഡിയം വരുന്നതാണെന്ന് അറിയാം. സീഗ്ലർ നറ്റ കാറ്റലിസ്റ്റ് ആകുമ്പോൾ ടൈറ്റാനിയം വരും. വിറ്റാമിൻ 12 കൊബാൾട്ട് ഉണ്ടാവും, നമ്മൾ കൊബാലാമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഹീമോഗ്ലോബിൻ ആകുമ്പോൾ Fe ഉണ്ടാവും. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് കുഴപ്പമില്ല, എളുപ്പമാണ്. ഇനി ഈ ടൈപ്പ് എളുപ്പം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആളുകൾ വിചാരിക്കും ഈ എക്സാമിന് ഞാൻ പോയാൽ മതിയായിരുന്നു, എനിക്ക് ഇനി ടഫാണ് വരാൻ പോകുന്നത്, ഇവർക്കൊക്കെ ഈസിയാണ് കിട്ടിയത്, അവർ രക്ഷപ്പെട്ടു, ഞാൻ കുടുങ്ങിയെന്നൊക്കെ പറയും. അങ്ങനെ ശ്രദ്ധിക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസി ആകുമ്പോൾ പെർസെൻറ്റേജ് അല്ലേ, നമ്മൾ കമ്പാരിസൺ അല്ലേ, ഈസി ആകുമ്പോൾ എല്ലാവർക്കും ഈസിയാണ്. അപ്പോൾ പെർസെൻറ്റേജിൽ കൂടുതൽ കിട്ടണ ബുദ്ധിമുട്ടാണ്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1 2 ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ അറ്റൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെ ഒരു 10-15 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ആ ടഫ് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ബേസിൽ റാങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈസി ടഫ് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, പെർസെൻറ്റേജിലാണ്
ചിലപ്പോൾ ടഫായിട്ടുള്ള എക്സാമുകൾ ആരും എഴുതില്ല. അപ്പോൾ നമ്മൾ ചെറിയ 1 2 അല്ലെങ്കിൽ 3 4 ക്വസ്റ്റ്യൻസ് മറ്റവരെക്കാളും എഴുതാൻ പറ്റിയാൽ, നല്ല ടഫ് ക്വസ്റ്റ്യൻസ് വരുന്ന എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടോപ്പിൽ വരാൻ പറ്റും. അപ്പോൾ ചില ആളുകൾ ടഫായിട്ടുള്ള എക്സാമുകളിലാണ് പെർസെൻറ്റേജ് കൂടുതലായിട്ട് കാണാറ്. ഇപ്പോൾ ടഫ് മോശം ഈസി നല്ലത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ ബേസിൽ നമ്മൾ എഴുതുക. അനാലിസിസ് ഒക്കെ ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്തത് ഇത് NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് NCERT ആണ്. NCERTയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ KMnO4ന്റെ ഡീകമ്പോസിഷൻ ആണ് K2MnO4ഉം MnO2 ആയിട്ട് മാറും. അപ്പോൾ D&F ബ്ലോക്കിൽ NCERT വായിക്കാതെ പോകരുത്. അടുത്തത് ആൽക്കലൈൻ KMnO4 ഓക്സിഡൈസ് iodide to a particular product A. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയഡിൻ. അയഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ആൽക്കലൈൻ KMnO4 അയഡൈഡിന് എന്ത് ചെയ്യും, I- എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അസിഡിക് മീഡിയത്തിൽ I2 ആകും, ആൽക്കലൈൻ മീഡിയത്തിൽ IO3 മൈനസ് ആകും. എന്നിട്ട് ഇവിടെ IO3 മൈനസ് ആകുമോ ഇല്ലയോ എന്നല്ല ചോദിച്ചത്, പകരം ഈ IO3 മൈനസിലെ ഐയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ അവർ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് JEEയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ മാറ്റി, വ്യത്യാസം വരുത്തി. ഇയാളുടെ ഓക്സിഡേഷൻ ചോദിച്ചു. ഇപ്പൊ IO3 മൈനസിൽ ഇയാൾ +5 ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് D ബ്ലോക്ക് പ്ലസ് റിഡോക്സ് അങ്ങനെ കാണാം. രണ്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അടുത്തത് CrO5ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് എങ്ങനെയാ ചോദിച്ചെന്ന് അറിയില്ല. ഫൈനലി CrO5ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് പറയണം. അപ്പൊ CrO5 സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ +10 കിട്ടും. അപ്പൊ CRന് +10 പറ്റൂല. അപ്പൊ നമ്മൾ സ്ട്രക്ചർ പഠിക്കണം. സ്ട്രക്ചർ പഠിച്ചിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയണം. അങ്ങനെയൊക്കെ എല്ലാവരും റിഡോക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ CrO5ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മളിങ്ങനെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ -4 വരും, പിന്നെ 2, ഇപ്പോൾ മൊത്തത്തിൽ -6നെ ബാലൻസ് ചെയ്യാൻ +6 വരും. അതറിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ട് ശീലം ഉണ്ടാവും. ഈ സ്റ്റേറ്റ് എക്സാമിനൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബാലൻസിങ് ആണ്. ബാലൻസിങ് ഈസിയാണ്, ടഫ് അല്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയിട്ടും പറയാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, അവർ ഇങ്ങനെ പറയുന്നുണ്ട് x1 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ x = 1, y = 2, z = 1, p = 1. അപ്പോൾ ഓപ്ഷൻസ് ക്ലിയർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും എക്സാമിന് ഹാളിൽ നിന്ന് ഓപ്ഷൻ നോക്കിയിട്ട് ബാലൻസ് ചെയ്ത് നോക്കാം. ചില സമയത്ത് അങ്ങനെ ഓപ്ഷൻ നോക്കി ബാലൻസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടാറുണ്ട്. അപ്പോൾ അത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബാലൻസിങ് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല, അത്യാവശ്യം അറിയാമെങ്കിൽ ഡയറക്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ക്വസ്റ്റ്യൻ ആണ്. ബ്രിഡ്ജിങ് കാർബണിൽ ലിഗൻഡ് ഏതാണ് എന്നാണ് ചോദ്യം. അതായത് രണ്ട് മെറ്റലിൻ്റെ ഇടയിൽ എന്ത് വേണം, ഈ കാർബണിൽ ഗ്രൂപ്പ് വരണം. അതാണ് ബ്രിഡ്ജിങ് CO, ബ്രിഡ്ജിങ് കാർബണിൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് തന്നതിൽ ഇത് കാണിച്ചത് NCERT ആണ്. NCERTയിൽ എന്തുണ്ട്, ഈ മെറ്റീരിയൽ ഉണ്ട്. അവിടെ ഇയാളെ പറ്റി പറയുന്നുണ്ട് CO2 CO8. അപ്പോൾ CO2 CO8ന് ബ്രിഡ്ജിങ് ഉണ്ട് എന്ന് പഠിച്ച ആൾക്ക് ഇവിടുത്തെ ഓപ്ഷൻ എന്താണെന്നൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. CO2 CO8നെ കാണുമ്പോൾ തന്നെ ആൻസർ പറയാലോ. ഇനി അവിടെ ഉള്ളത് Ru3 CO12ഉം അതേപോലെ ഓസ്മിയത്തിൻ്റെ ഒരു CO12 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ പ്രത്യേകത, ഈ ഡൗൺ ദ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ബ്രിഡ്ജിങ് അത്ര കാര്യമായിട്ട് ഉണ്ടാവില്ല. സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ബ്രിഡ്ജിങ്ങിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ താഴെ ഡൗൺ ദ ഗ്രൂപ്പിൽ പോകും തോറും ബ്രിഡ്ജിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ അവരൊന്നും ബ്രിഡ്ജ് ചെയ്യൂല. ആൻസർ CO2 CO8 ഓൾറെഡി അറിയാം. അല്ലെങ്കിലും നിങ്ങൾക്ക് കൺസെപ്റ്റ് പ്രകാരം ഡൗൺ ദ ഗ്രൂപ്പിലുള്ള ആളുകൾ ബ്രിഡ്ജ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയും പഠിച്ചിട്ടുണ്ടാവും. അടുത്തതിന് ഫിസിക്കൽ കെമിസ്ട്രി വരുന്ന സമയത്ത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് നമ്മൾ പൊതുവേ എളുപ്പം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാറുണ്ട്. ഒരു 50-50 ആണ്. എളുപ്പം ഒരു 50% ചാൻസ്, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 50%. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂസിങ് ആകുന്നത് ശ്രദ്ധിക്കണം. തെർമോഡൈനാമിക്സിന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് ആൻസർ പറയരുത്, ഒന്ന് നോക്കി ആലോചിച്ചിട്ടൊക്കെ ആൻസർ പറയാം. ഇൻകറക്റ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ΔG = 0 റിവേഴ്സിബിൾ ആകും. <0 അതായത് ΔG നെഗറ്റീവ് ആണ്, സ്പോണ്ടേനിയസ് ആവും. ΔG പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആകും. അത് ശരിയായില്ല. <0 ആകുമ്പോഴും <0 ആകുമ്പോഴും രണ്ട് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ അത് C തെറ്റാണ്. അപ്പോൾ D ശരിയാണ്. അടുത്തത് KPയും KCയും തമ്മിലുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്തത് സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 2 എക്സാമിലും സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻസ് അത്ര നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ടഫൊന്നുമല്ല, പക്ഷെ നല്ലതാണ്, കൺസെപ്ച്വലി നല്ലതാണ്. ഭാവിയിൽ അവർക്ക് ഒരു നല്ല ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവൊക്കെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ H2 ഉണ്ട്, O2 ഉണ്ട്.
രണ്ടും ഗ്യാസ് ആണെന്നുള്ളതൊക്കെ അറിയാം. ഇനി അവർ തന്നിട്ടുണ്ട് 1 gram H2 ആണ്, 1 gram O2 ആണ്. എന്നിട്ട് റേഷ്യോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ് ചോദിച്ചത്. ഇപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് H2 പാർഷ്യൽ പ്രഷർ ഓഫ് O2ന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ H2ന്റെ പാർഷ്യൽ പ്രഷർ കാണാൻ നമുക്കറിയാം XH2 ഇൻറ്റു പി ടോട്ടൽ ആണ്. അതേപോലെ O2ന്റെ പാർഷ്യൽ പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ XO2 ഇൻറ്റു പാർഷ്യൽ ടോട്ടൽ പ്രഷറാണ്. അപ്പോൾ ഈ പി ഇത് രണ്ടും വെട്ടിപ്പോവും. ഇനി XH2 ബൈ XCO2 ആണ്. അത് NH2 മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ പറയുമ്പോൾ NH2 ഡിവൈഡ് ബൈ N ടോട്ടൽ വരും. അതേപോലെ NO2 ഡിവൈഡഡ് ബൈ N ടോട്ടൽ വരും. അപ്പോൾ ചെയ്ത് എക്സാമിനൊക്കെ ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് അറിയാം ആ N ടോട്ടൽ രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ NO2 വരും. അപ്പോൾ NH2 ബൈ NO2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ NH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 ആണ്. അപ്പോൾ H2 1/2 വരും. 1 gram ആണ്, 2 ആണ് അതിൻ്റെ മോളിക്കുലർ മാസ് വരിക. അടുത്തത് ഓക്സിജൻ്റെ വരുന്ന സമയത്ത് 1 gram വന്നിട്ടുണ്ട്, മോളിക്കുലർ മാസ് 32. അപ്പോൾ 32/2 വരും. 32/2 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 60:1 എന്ന് പറയും. അപ്പോൾ ഒറ്റ ലൈനിൽ പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്, പക്ഷേ കൺസെപ്ച്വലി നല്ലതാണ്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത ഓസ്മോട്ടിക് പ്രഷർ 273 കെൽവിനിൽ തന്നിട്ടുണ്ട്. 273 കെൽവിനുള്ള ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. ഇന്നതാണ്, ഇത്രയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഇറ്റ്സ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് എക്സ് ഇൻറ്റു 10⁴ പാസ്കൽ. അപ്പോൾ വേറൊരു ടെമ്പറേച്ചറിൽ എത്രയായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ എന്നാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അത് കോമ്പൗണ്ട് ഏതാണെന്നോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കോൺസെൻട്രേഷനോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പൊതുവെ πICRT എന്ന് പറയും. ഇപ്പോൾ 2 ടെമ്പറേച്ചറിലാണ് കാര്യം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനെ π1 എന്ന് വിളിക്കും, ഇത് π2. ഇപ്പോൾ സെയിം ആൾ തന്നെ ആയിരിക്കും, ഡിഫറൻറ്റ് സൊല്യൂട്ട് ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ 2 വരും. ഇപ്പോൾ ഇയാളും വെട്ടിപ്പോവും. ഇപ്പോൾ π1/π2 എന്നുള്ളത് എന്തായിട്ട് വരും? T1/T2 എന്ന് വരും. അപ്പോൾ ഇതിൽ ഓസ്മോട്ടിക് പ്രഷർ 1 തന്നിട്ടുണ്ട്, ഓസ്മോട്ടിക് പ്രഷറും 2 ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് π2 കണ്ടുപിടിക്കാൻ വലിയ പണിയില്ല, എളുപ്പമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നല്ലതാണ്, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സൊല്യൂഷനൊക്കെ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാവിയിൽ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ പറയാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. കറണ്ട് ഇത്ര പാസ് ചെയ്തു, ഇത്ര സമയത്തേക്ക് ഇപ്പോൾ IT ആയി. കറണ്ട് കിട്ടി, ടൈം കിട്ടി, IT. അപ്പോൾ IT കിട്ടുമ്പോൾ തന്നെ നമ്മൾ പൊതുവെ ആളുകൾ ZIT വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയും. വെയിറ്റ് ഡെപ്പോസിറ്റഡ് ആണ് ചോദ്യമെങ്കിൽ. ഇനി ഈ ചോദ്യം ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ പൊതുവെ ആളുകൾ ഇതായിരിക്കും പ്രിഫർ ചെയ്തിട്ടുണ്ടാകുക, കാണുമ്പോൾ തന്നെ IT കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ WC/ZITയുടെ ബേസിൽ ചെയ്തിട്ടുണ്ടാവും, കുഴപ്പമില്ല, എളുപ്പമാണ്. അടുത്തത് ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ മുന്നേ കണ്ട ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമല്ല, നമുക്ക് ആ എക്സ്പോണൻഷ്യലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മുന്നേ കണ്ട ആളുകൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്ന അറിയോ? K1 × K2 ഡിവൈഡ് ബൈ K3 ഇതേ ആളുടെ റേറ്റ് കോൺസ്റ്റന്റ് വെച്ചിട്ട് ആക്ടിവേഷൻ എനർജിയുടെ സ്ഥിതിയാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? EA1 പ്ലസ് മുന്നേ ക്വസ്റ്റ്യൻ കണ്ട് പരിശീലിച്ച ആളുകളുടെ കാര്യമാണ് പറയുന്നത്. EA1 പ്ലസ് EA2 മൈനസ് ഡിവൈഡ് ബൈന് പകരം ഇത് കൊടുക്കും. ഇതാണ് EA നെറ്റ് വരിക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 40 പ്ലസ് 50 മൈനസ് 60 വരും. അപ്പോൾ ആൻസർ 30 വരും. അപ്പോൾ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ മുന്നേ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് ചെറിയ ഒരു സമയം എടുക്കും. അല്ലെങ്കിൽ ഓൾറെഡി കണ്ട് ശീലമുള്ള ആൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ അവർ യൂണിറ്റിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം കിലോ ജൂൾ പെർ മോൾ തന്നെയാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനി അതൊക്കെ അത് തന്നെയാണോ ക്വസ്റ്റ്യൻ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അടുത്ത ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിക്കിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിച്ചോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. പൈ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്താണ് വിളിക്കുക? അപ്പോൾ പൈ ബോണ്ടും ലോൺ പെയറും, അപ്പോൾ ഇവിടെ OH. അപ്പോൾ ഫിനോളിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറൊക്കെ നമ്മൾ +2 എന്ന് പഠിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ലോൺ പെയർ ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്. ഇതാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. ഫിനോളിൻ്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ അറിയാലോ. അപ്പോൾ അത് തന്നെയാണ് എന്ത് ചെയ്തത്, പൈ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള റിലേഷനെ എന്താണ് വിളിക്കുക? അപ്പോൾ ഫിനോളിൻ്റെ റെസൊനൻസ് സ്ട്രക്ചർ നമ്മൾ വരച്ചു കൊടുക്കാൻ എക്സാമിന് ചോദിക്കും. ഇനിയിപ്പോൾ തല തിരിച്ച് ചോദിച്ചു, അങ്ങനെ ഒരു പൈ ബോണ്ടും ലോൺ പെയറും ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും? അപ്പോൾ അതിന് റെസൊനൻസ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഹാവിംഗ് ലീസ്റ്റ് എനർജി. ആക്ച്വൽ സ്ട്രക്ചർ റെസൊനൻസ് എനർജിയുടെ ഡെഫിനിഷൻ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇത്രയും എക്സാമുകളിൽ നിന്ന് കാണുന്നത് ഈ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെങ്കിലും എഴുതാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇൻ്റർമീഡിയറ്റ് ആണെന്ന് തോന്നുന്നു അവർ ചോദിച്ചത്.
ഈ സ്റ്റാർട്ടിങ്ങും പ്രൊഡക്റ്റും തന്നിട്ട് ഇൻ്റർമീഡിയറ്റ് എന്താണെന്നാണ് ചോദ്യം തോന്നുന്നു. അപ്പോൾ ഇതായിരിക്കും ആൻസർ വരിക. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ഇതാണ് വരിക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയുന്ന ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇതൊന്നും മെക്കാനിക്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. Cl2 HNu ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? Cl2 HNu അല്ലേലിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അല്ലേലിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഇവിടെ Cl വരും, കഴിഞ്ഞു. അടുത്തത് ഇയാൾ റിയേജൻറ്റ് മാറ്റി CCl4 വെച്ചു. അപ്പോൾ ആൻറ്റി അഡിഷൻ ആണ്. അപ്പോൾ ആൻറ്റി അഡിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റി അഡിഷൻ കാണിക്കും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. സമയം വളരെ ലാഭമാണ്. എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂറിലൊക്കെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കഴിയും തോന്നും. അടുത്തത് ഇതാണ്. അപ്പോൾ ഈ എളുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എൻട്രൻസിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് എളുപ്പമാണ്. ഇപ്പോൾ പ്ലസ് ടുവിലെ കുട്ടികൾ ഇതെന്ത് എളുപ്പമാണ് എനിക്കറിയില്ലല്ലോ എന്നൊന്നും പറയണ്ട. അവർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ലെവൽ ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ ആ ലെവൽ കുറവാണെങ്കിൽ ടഫാണ്. അപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ H2O+H+ ആണ്. H2O+H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ ആണ്. എച്ചിനെയും OHനെയും ഏഡിയലാണ്. അപ്പോൾ എച്ചിനെയും OHനെ ഏഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാർബോകാറ്റോൺ വരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ OHനെ ഏഡ് ചെയ്യും, ഇവിടെ H ഉണ്ടാവും. അടുത്തത് CrO3 ആണ്. CrO3 എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. OHനെ മാറ്റിയിട്ട് എന്താവും? അവിടെ ഡബിൾ ബോണ്ട് വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ N2H4OH- ഹീറ്റ്. ഇത് കാണുന്ന സമയത്ത് ഇത് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ആണെന്നുള്ളത് അറിയണം, അല്ലെങ്കിൽ ഓർമ്മ വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തായിട്ട് മാറും? ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയിട്ട് ഇയാളായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ആൻസർ പറയുന്നതാണ്. ഞാൻ ഈവൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ അത് അങ്ങനെയല്ലേ അങ്ങനെ നോക്കിയിട്ട് പറയാം. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇനി പ്രാക്ടിക്കൽ കെമിസ്ട്രി ചോദിച്ചത് ഇവിടുന്നാണ്. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി ഇനോർഗാനിക് എന്ന് വേണമെങ്കിൽ ചോദിക്കാം, ഓർഗാനിക് എന്ന് ചോദിക്കാം, ഫിസിക്കൽ എന്ന് ചോദിക്കാം. അപ്പോൾ ഇനോർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇനി ഓർഗാനിക്കിന്ന് കഴിഞ്ഞ സെക്കൻഡ് ഷിഫ്റ്റിൽ ഓർഗാനിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പം ചോദിച്ചത് ഓർഗാനിക്കിൻ്റെ ഭാഗത്തു നിന്നാണ്, പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നീറ്റിനൊക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നീറ്റാർക്ക് ഇതൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നീറ്റാറാണ് JEE എന്നെങ്കിൽ അവർക്ക് ഇത്രയേ ഉള്ളൂ JEE എന്നുള്ള ടൈപ്പിലൊക്കെ അവർ പറയും. ശരി, അപ്പോൾ ഇത് SCN. അപ്പോൾ ആൻസർ നൈട്രജൻ സൾഫർ രണ്ടും വരും. പോസിറ്റീവ് ഫെയിലിംഗ് സൊല്യൂഷൻ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മുമ്പെയുള്ള ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ഒക്കെ വന്നിട്ട് അത്യാവശ്യം ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തേതൊന്നും ആൽഡിഹൈഡ്സിൻ്റെ ഉള്ളിൽ വന്നിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പം മെല്ലെ ആൽഡിഹൈഡ്സിൻ്റെ റിയാക്ഷൻ ആ സൈഡിലൊക്കെ പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫെയിലിംഗ് സൊല്യൂഷൻസ് ആർക്കൊക്കെ ആക്റ്റീവാണ്? അപ്പോൾ ആലിഫാറ്റിക് ആൽഡിഹൈഡിന് ആക്റ്റീവാണ്, അരോമാറ്റിക് ആൽഡിഹൈഡ്സിന് പറ്റില്ല. അപ്പോൾ എണ്ണാണ് ചോദിച്ചെങ്കിൽ 3, ഇനി എക്സ്ട്രാ എണ്ണ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അടുത്തത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ സൾഫർ ആറ്റം? ഈ തന്നതിൽ എത്ര ആളുകൾക്ക് സൾഫർ ആറ്റം ഉണ്ട്? അപ്പോൾ ഇത് നമുക്ക് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇവിടെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയും. അപ്പോൾ ഇയാളൊക്കെ അറിയണം. തൈറോസിൻ എന്നൊക്കെ പറഞ്ഞാൽ ബയോമോളിക്യൂൾസ് പഠിക്കുന്നതാണ്. അവർക്കൊക്കെ സൾഫർ ഉണ്ടോ ഇല്ലയോ? സിസ്റ്റീനിൽ സൾഫർ ഉണ്ടോ ഇല്ലയോ? തയോഫീനിൽ സൾഫർ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. സിസ്റ്റീന് ഉണ്ട്. പിന്നെ ചില ആളുകളുടെ ഈ സൈറ്റോസിന് ആയിട്ട് മാറിപ്പോവും. നമ്മൾ ന്യൂക്ലിയോടൈഡൊക്കെ പഠിക്കുമ്പോൾ സൈറ്റോസിനെ കാണും. ഇപ്പോൾ സൈറ്റോസിനും സിസ്റ്റീനും തമ്മിൽ മാറിപ്പോവും. സൈറ്റോസിനിൽ സൾഫർ ഇല്ല, സിസ്റ്റീനിലുണ്ട്. അപ്പോൾ അതങ്ങനെ മാറിപ്പോകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ബയോ മോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു ഒരു 50 to 75% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, എളുപ്പം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 25% ടഫാക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഇവർ ടഫാക്കിയിട്ടില്ല. അപ്പോൾ 28 ക്വസ്റ്റ്യൻസ് ആയി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈതറിൻ്റെ റിയാക്ഷൻ ആണ്. ആൽക്കഹോൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആൽക്കഹോൾ ഈതർ ഫീനോൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അവർ HBr എടുത്തു, എക്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫീനോൾ ടൈപ്പ് സിസ്റ്റം വരുന്ന സമയത്ത് ഇവിടെയാണ് പൊട്ടുക. ഇവിടെ എന്ത് വരും? എച്ചും BRലെ H ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിൽ റിയാക്ഷൻ കഴിഞ്ഞു. പക്ഷേ എക്സസ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് ഈ HBrന് ഇവിടെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അവിടെ റിയാക്ഷൻ ഉണ്ട്, അറിയാം. ഇവിടെ എന്ത് വരും? BR വരും, ഇവിടെ H വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണെന്ന് തോന്നുന്നു അതിലുള്ളത്. അപ്പോൾ ഇത്രയാവുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഷിഫ്റ്റ് 1 ഇത്രയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അത് നമ്മൾ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ മൊളാരിറ്റി ബേസ്ഡ് ചോദിച്ചിട്ടുണ്ട്. എളുപ്പമാണ്. നമുക്ക്
ഇക്വേഷൻ അറിയാമെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ 28-29 ക്വസ്റ്റ്യനാണ് ചെയ്തത്. 28-29 ക്വസ്റ്റ്യൻസിൽ ഈ ഡി ബ്രോഗ്ലിയുടെ ചോദ്യം നമ്മൾ ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് കൈനറ്റിക് എനർജിയുടെ കാര്യമാണെന്ന് തോന്നുന്നു ചോദിച്ചത്. അപ്പോൾ ലാംഡയും കൈനറ്റിക് എനർജിയും റിലേറ്റഡ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ലാംഡ പ്രോട്ടോണും ലാംഡ ഇലക്ട്രോണും തന്നിട്ട് റേഷ്യോ എങ്ങാനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് 2. അപ്പോൾ എന്താ ചോദിച്ചത് ക്ലിയർ അല്ല. അപ്പോൾ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, എംഒ തിയറി VSCPR ലോൺ പെയർ ചോദിച്ചു, എംഒ തിയറിയിൽ നിന്ന് ബോണ്ടിങ് ചോദിച്ചു. 2 എളുപ്പമാണ്. പീരിയോഡിസിറ്റി പി ബ്ലോക്ക്, അതായത് ആ ക്വസ്റ്റ്യൻ നമ്മുടെ കാർബണിൻ്റെ ഗ്രൂപ്പിലുള്ള ട്രെൻഡാണ്. അത് നമുക്ക് വേണമെങ്കിൽ പീരിയോഡിസിറ്റിയിൽ പറയാം, അല്ലെങ്കിൽ പി ബ്ലോക്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഗിബ്സ് എനർജി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. ഇക്വിലിബ്രിയം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. CrO5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബാലൻസിങ്, ഓക്സിഡേഷൻ ബാലൻസ് ചെയ്യാനുള്ളത്, ഓക്സിഡേഷൻ റിഡക്ഷൻ ബാലൻസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ. പി ബ്ലോക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കുറൻസ്. റെസണൻസ് പ്രകാരം 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ പ്യൂരിഫിക്കേഷൻ്റെ പാർട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി, പ്രാക്ടിക്കൽ കെമിസ്ട്രിയുടെ പാർട്ടിൽ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഐസോമറിസം ചോദിച്ചിട്ടില്ല. ഇവിടെ വേണമെങ്കിൽ റെസണൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ പറയാം കേട്ടോ. റെസണൻസിനെ ഇവിടെ പറയാം, റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് പറയാം. എങ്ങനെയായാലും ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. പിന്നെ ഇലക്ട്രോഫിലിക് അഡിഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺസിൽ ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സൊല്യൂഷന് 2 ക്വസ്റ്റ്യൻ വന്നു. ഓസ്മോട്ടിക് പ്രഷറും പാർഷ്യൽ പ്രഷറും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പാരഡൈസ് ലോ ഡയറക്റ്റ് ആണ്. ആക്ടിവേഷൻ എനർജി റൈറ്റ് കോൺസ്റ്റന്റ് കൈനറ്റിക്സിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. DF ബ്ലോക്കിൽ KMnO4 പ്രകാരം 2 ക്വസ്റ്റ്യനും പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാറ്റലിസ്റ്റ് ആണ്. കോർഡിനേഷനിൽ കാർബണിൽ കോമ്പൗണ്ട്സ്, പിന്നെ ഹാലോ ആൽക്കിൻസിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുന്നില്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൺസെപ്റ്റുകൾ ലിങ്ക് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കാര്യമായിട്ടില്ല. ഇനി ആൽക്കഹോൾ ഫിനോൾ ഈതറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളത് അവസാനം പറഞ്ഞതാണ്. ഈതറിലെ ചോദ്യം, ഈതർ. ഇനി ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ വോൾഫേഷണൽ റിഡക്ഷൻ, ടോളൻ ടെസ്റ്റ് ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അമീൻസ് ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അമീൻസിൻ്റെ ഒക്കെ പറയുന്ന സമയത്ത് പിരിഡിൻ അങ്ങനെയുള്ള ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കമ്പൈൻഡ് പാർട്ടിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 28 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് ആറ്റവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ 29 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഈസി ടു മോഡറേറ്റ് ആണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച ഭാഗത്ത് വീണ്ടും ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകളോടാണ്, നിങ്ങൾ പഠിച്ച ഭാഗത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. റിവൈസ് ചെയ്യാൻ ഉള്ള ഭാഗത്ത് റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ അനാലിസിസ് കണ്ടിട്ട് വലിയൊരു ഷിഫ്റ്റിലേക്ക് പോകരുത്. പകരം നിങ്ങൾ പഠിച്ച ഭാഗം ഓക്കെ ആണോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ നോക്കേണ്ടതുണ്ടോ, അവിടെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് 2 ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റ് നോക്കാം. സെക്കൻഡ് ഷിഫ്റ്റിൽ എന്താ സ്ഥിതി? അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 80+ ഓർ 90+, ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കെമിസ്ട്രി അബദ്ധമാണ് എന്ന് പറയേണ്ടി വരും. ഏപ്രിലേക്ക് പഠിക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. 80+ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടണം. ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ കെമിസ്ട്രി ക്വസ്റ്റ്യൻ, അതായത് ഇതേപോലെയാണ് ചോദ്യമെങ്കിൽ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് 80+ കിട്ടിയില്ലെങ്കിൽ മോശമാണ്. 90+ ഞാൻ കുറച്ചും കൂടി എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് കിട്ടേണ്ടതാണ്. +2 ഓൺഗോയിങ് ആളുകൾക്ക് ചിലപ്പോൾ അതിൽ 90+ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എനിവേ 80+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി 80+ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കെമിസ്ട്രിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. അത്രക്കും എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഷിഫ്റ്റ് 1 പറഞ്ഞ പോലെ തന്നെ ഇതാണുള്ളത്. മൊളാരിറ്റി = 1000 ഇൻറ്റു അറിയാലോ, മൊളാരിറ്റി വരും, ഡെൻസിറ്റി വരും, പിന്നെ മൊളാരിറ്റി, മോളിക്കുലർ മാസ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൊളാരിറ്റി റിലേഷൻ. ഇപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ വാല്യൂവിൽ കൺഫർമേഷൻ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. പക്ഷേ ഇതേ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് PDF ആയിട്ട് തരും. അതായത് എക്സാക്ട്ലി ഇത് തന്നെയാണ് സൊല്യൂഷൻ എങ്കിൽ, ഇത് തന്നെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഇത് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാം, PDF ഉണ്ടാകും. അല്ലാത്തവർ ജസ്റ്റ് ആ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാത്രം നോട്ട് ചെയ്യും. അടുത്തത്, ഇത് നമ്മൾ JEEയുടെ എൻ ഗെയിമിലൊക്കെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് നിങ്ങളോട് ഞാനിത് സൂക്ഷിച്ചോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 50 × ml ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 50 × 0.5 × 2 വരും. ഓക്സാലിക് ആസിഡ് ആകുമ്പോൾ 2 H+ ഉണ്ടാവും. ന്യൂട്രലൈസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് 25 ml NaOH തരുന്നുണ്ട്. അപ്പോൾ 25 ഉണ്ട്. മൊളാരിറ്റി വേണം. പിന്നെ എന്ത് വേണം? ഒരു 1 ഉണ്ടാവും. ഒരു OH ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് മൊളാരിറ്റി കിട്ടും. മൊളാരിറ്റി W ബൈ മോളിക്കുലർ മാസ് × 1000 ബൈ വോളിയം ആണ്. വോളിയം തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് അറിയാം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്. +1 പഠിക്കുന്ന ആളുകൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ നോക്കുന്ന സമയത്ത് ആദ്യത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. സ്റ്റാൻഡേർഡ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഷിഫ്റ്റിൽ നമ്മൾ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ലൈമാൻ UV ആണെന്നറിയാം, ബാമർ വിസിബിൾ ആണെന്നറിയാം, 2 IR ആണ്. അപ്പോൾ അതെന്താ അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുക്കുമോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒറിജിനൽ ക്വസ്റ്റ്യൻ കണ്ടാലേ നമ്മൾ പുറമേയുള്ള ആളുകൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുള്ളൂ. പീരിയോഡിസിറ്റി, ഹയസ്റ്റ് അയണൈസേഷൻ എനർജി പറയേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നൈട്രജൻ്റെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, അയണൈസേഷൻ എനർജി കൂടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കുക. അടുത്തത് ഓക്സിജൻ ഷോസ് അനോമലസ് ബിഹേവിയർ. ഇത് P ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ പീരിയോഡിസിറ്റിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. പിന്നെ സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ. അപ്പോൾ സെക്കൻഡ് പീരീഡിലെ ആളുകളൊക്കെ ഇതുപോലെ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുമായിരുന്നു. അവർക്ക് ജനറലായിട്ട് നമ്മൾ പറയുന്നത് അവരുടെ സൈസ് കുറവാന്ന് പറയും. ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി ഗ്രൂപ്പിൽ നോക്കുന്ന സമയത്ത് കൂടുതലാന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുമല്ലോ, അപ്പോൾ അവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാന്ന് പറയാം. പിന്നെ അവർക്ക് ആർക്കും 4-നപ്പുറത്ത് കോർഡിനേഷൻ ബുദ്ധിമുട്ടാണ്, ഡി ഓർബിറ്റൽ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അനോമലസ് ബിഹേവിയറിൽ പൊതുവെ പഠിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവർ ഓക്സിജൻ സ്പെസിഫിക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഡയറക്റ്റ് ഇങ്ങനെ അനോമലസ് പ്രോപ്പർട്ടിയുടെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ചോദിച്ചു. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഹാവ് 0 ഡൈപോൾ മൊമെന്റ്. ഞാൻ എനിക്ക് തോന്നുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഒറ്റ ക്വസ്റ്റ്യനും എനിക്കൊരു ചെയ്യാൻ താല്പര്യം തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള അതായത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞാൻ തീരെ വിചാരിക്കാത്ത ഭാഗങ്ങൾ തന്നെയാണ് ഇത്രയും കെമിക്കൽ ബോണ്ടിങ്ങിൽ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പൊതുവെ അത്ര ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഈസിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് നോക്കണം. ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇതുവരെ ആ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നിന്ന് ബോണ്ട് ഓർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ഇപ്പോൾ അത് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് അറിയാമല്ലോ. ഇപ്പോൾ CH4 ഒക്കെ വരുന്ന സമയത്ത് ഈക്വൽ വരുന്ന സമയത്ത് ക്യാൻസൽ ആയിപ്പോവും. CH4 ആണ്, എല്ലാ ഭാഗത്തുനിന്നും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ BF3 ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ അറിയാം, ഡയറക്റ്റ് ആണ്. ഇപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാം. അടുത്ത റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കണം? ഓക്സിഡേഷൻ സംഭവിക്കണം. അപ്പോൾ GD2+ GD3+ പോകുമോ? ഈ ലാന്തനൈറ്റ്സ് ഒക്കെ +3 സ്റ്റേബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും +3 പോകാൻ താല്പര്യമുള്ളത് കൊണ്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ GD2+ ഉള്ളൂ. GD2+ ഉറപ്പായിട്ടും GD3+ പോകും. ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കും. അടുത്തത് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഇതൊക്കെ ഡി ബ്ലോക്കിലാണ്. ഡി ബ്ലോക്ക് എന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെർക്കുറി ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം മെറ്റൽ അല്ല, സോളിഡ് മെറ്റൽസ് ആണ്. സോളിഡ് എന്നാണ് പറയുന്നത്. സോളിഡ് എന്ന് പറയുന്നതിലാണ് പ്രശ്നം, മെറ്റൽസ് എന്ന് പറയുന്നതല്ല. സോളിഡ് അല്ല, മെർക്കുറി ലിക്വിഡ് ആണ്. അടുത്തത് ഹൈ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ പറ്റില്ല. അവർ സാധാരണ ഡി ബ്ലോക്കിലെ ആളുകളെ പോലെയല്ല നമ്മളെ അവസാനത്തെ ഗ്രൂപ്പിലുള്ള ആളുകൾ. ഈവൻ അവരെ നമ്മൾ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുത്തണോ വേണ്ടിയോ എന്നൊക്കെ ഡി ബ്ലോക്കിൽ അവസാനത്തെ ആളുകൾ നമ്മളൊരു എസ് ബ്ലോക്കിനെ പോലെയൊക്കെ കാണാറുണ്ട് ചില സമയത്ത്. അപ്പം അങ്ങനെ പ്രോപ്പർട്ടീസ് ബാക്കിയുള്ള അവരിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നതാണ്. എല്ലാവരും പാരാമാഗ്നറ്റിക് എന്നാണ് പറയുന്നത്, തെറ്റാണ്. സിങ്ക്, കാഡ്മിയം കനോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സിങ്കിനും കാഡ്മിയത്തിനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, പക്ഷേ മെർക്കുറിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് മെർക്കുറിനെ നമുക്ക് +1 +2 കാണാം. ഇവരെ നമ്മൾ പൊതുവെ +2 കാണാറ്. ശരി, അപ്പോൾ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റും പോസിബിൾ ആണ്. അപ്പോൾ അത് Hg2 2+ നിൽക്കുക. ഈ +1 വരുന്നത് പൊതുവെ Hg2 2+ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുക. എങ്ങനെയായാലും +1 +2 പോസിബിൾ ആണ്. അടുത്തത് IUPAC നെയിമാണ്. IUPAC നെയിം ചോദിക്കുന്ന സമയത്ത് എല്ലാവിടെയും പൊട്ടാസ്യത്തിൽ തുടങ്ങി, ഇത് തെറ്റ്. ഇപ്പോൾ പൊട്ടാസ്യത്തിൽ തുടങ്ങണം, കാറ്റോൺ ആദ്യം പറയണം, പിന്നെ ആനിയോൺ പറയണം. ആനിയോൺ പറയുമ്പോൾ മെറ്റൽ എന്ത് ചെയ്യണം? 8 വരണം. അപ്പോൾ അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇവരൊക്കെ ടെട്രാഓക്സോ മാംഗനേറ്റ്, ഇത് പറ്റില്ല, മാംഗനീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ആണോ 2 ആണോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 3 കൊടുത്തത്. K2MnO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
MnO4 2 മൈനസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 അല്ലാന്ന് അറിയും. അപ്പോൾ 1 വരും. ഓക്കെ, ഈസിയാണ്, ഡയറക്റ്റ്. ഇനി വിച്ച് റിയേജന്റ് ഗീവ്സ് ബ്രൈറ്റ് റെഡ് precipitate വിത്ത് Na2+? പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ ആയിട്ടും അനലിറ്റിക്കൽ കെമിസ്ട്രി, പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പറയാം. Na2+ഉം DMgയും കമ്പൈൻ ചെയ്തിട്ട് NiDMg ട്വൈസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ഷിഫ്റ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, ഈ കഴിഞ്ഞ ഷിഫ്റ്റ് മീൻസ് 29 അല്ല 27th എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗം നിങ്ങൾ നോക്കണം. ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ ഇതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റും കോർഡിനേഷൻ നമ്പറൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ JEE എൻ ഗെയിം ലൈവ് സെക്ഷൻ വെച്ചപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തവർക്ക് കിട്ടും. ഈവൻ അതൊന്നും കണ്ടില്ലെങ്കിലും പൊതുവെ ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല, ചെയ്താൽ കിട്ടാവുന്നതാണ്. അടുത്തത് ഗ്യാസ് X is added to Nestle's reagent then brown precipitate is formed. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് എന്താണ്? പ്രാക്ടിക്കൽ കെമിസ്ട്രി ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടോ എന്നേ അവർ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ NH3 നെസ്ലെസ് റിയേജന്റ്. അപ്പോൾ അടുത്ത തവണ വേണമെങ്കിൽ നെസ്ലെസ് റിയേജന്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം, ഫോർമുലയൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഒക്കെ കിട്ടുന്നത്. ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്നും ടഫ് എന്ന് പറയാനില്ല. അടുത്തത് ഈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ്, നമ്മൾ ഫിസിക്കൽ വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് CCl4. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. CCl4ൻ്റെതാണ് 30.5 kJ/mol ആണ്. ഫൈൻഡ് ഹീറ്റ് അബ്സോർബ്ഡ് വേപ്പറൈസേഷൻ ഓഫ് 294 gram. ഈസി ക്വസ്റ്റ്യൻ ആണ്, ബേസിക് കൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 1 മോളിൻ്റെതാണ് എന്ത്, 1 മോളിൻ്റെതാണ് 30.5. ഇപ്പം തന്നത് 1 മോളിൻ്റെതാണ്. ഇനി ചോദിച്ചത് 294 ഗ്രാമിൻ്റെതാണ്. അപ്പോൾ നമ്മൾ 294നെ കാണണം. അപ്പോൾ ഈ 1 മോൾ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ CCl 1 മോൾ എന്ന് പറയുന്ന സമയത്ത് 155 or 156 ആണെന്ന് തോന്നുന്നു വരുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആ കാർബൺ CL4 4 ആഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വാല്യൂ കിട്ടും. അപ്പോൾ 1 മോളിൻ്റെത് അറിയാം. ഇനി ഇയാൾ എത്ര മോളാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, വലിയ പണിയില്ലല്ലോ. അപ്പോൾ ഇത് 1 മോൾ ആകുമ്പോൾ 156 ഗ്രാം ആണെങ്കിൽ 294 എത്ര മോളാന്ന് കണ്ടുപിടിക്കും. ഒരു പണിയുമില്ല, എളുപ്പമാണ്. ആ മോള് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ പറയൂലേ, ഒരു ആപ്പിളിന് 10 രൂപ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 15 ആപ്പിളിന് എത്ര പൈസ? അതേ ചോദ്യമാണ് ചോദിച്ചത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമല്ല, ഈസിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ കഥ പറഞ്ഞ പോലെ ആ ഒരു മെൻറ്റാലിറ്റി ചെയ്തു പോകാവുന്ന ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എക്സാക്ട് വാല്യൂവിൽ ഷ്യൂരിറ്റി ഇല്ല, 294 ആണ്, വേറെ ഏതെങ്കിലും വാല്യൂ ആണെന്ന് അറിയില്ല. എക്സാക്ട് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്താലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ കൺസെപ്റ്റ് ഇതാണ്. 1 മോൾ ആകുമ്പോൾ ഇത്ര. അപ്പോൾ ആ 1 മോള് ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. വേറെ ഏതൊരു വെയിറ്റിൽ തന്നു, വേറെ ഏതൊരു വെയിറ്റിൽ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഇത് എത്ര മോളിലാണെന്ന് പറയണം. അതിനുശേഷം ജസ്റ്റ് എൻതാൽപ്പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം ഇത് ഇക്വിലിബ്രിയം ആയിട്ട് പറയണ്ട, നമുക്ക് വേണമെങ്കിൽ തെർമോഡൈനാമിക്സ് ആയിട്ട് പറയാം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KC എന്ന് പറയും. വലത് ബൈ ഇടതാണ് NH3 സ്ക്വയർ വരും, ഇവിടെ N2, ഇവിടെ H2 ക്യൂബ് വരും. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ഒന്നുമില്ല, ടെസ്റ്റ് ഒന്നുമില്ല, ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അടുത്തത് അക്വ സൊല്യൂഷൻ ഓഫ്, നമ്മൾ ഷിഫ്റ്റ് 1 പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആളുകളും ഈ കറണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് W=ZIT ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും ഇലക്ട്രോ കെമിസ്ട്രിയും വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല. അടുത്തത് IUPAC നെയിം ഓഫ് കോമ്പൗണ്ട്. അപ്പോൾ നമുക്ക് OH തന്നിട്ടുണ്ട്, ആൽക്കീൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആൽക്കീനും ആൽക്കഹോളും ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ അല്ലെങ്കിൽ പ്രിഫറൻസ് കൂടുതൽ എന്നുള്ളത് വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ. അപ്പോൾ IUPAC നെയിം പറയുന്ന സമയത്ത് സൈക്ലോഹെക്സ് ഓളിൽ അവസാനിപ്പിക്കണം. ഓളിൽ അവസാനിപ്പിക്കുന്ന 3 ഓപ്ഷനാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് ഹെക്സ് ആണ്, സൈക്ലിക് അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. സൈക്ലോഹെക്സ് ഇപ്പം 2 or 4 ആകാനാണ് ചാൻസ്. അപ്പോൾ അവർ നമ്പർ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇതാ OHന് 1 കൊടുത്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് OHന് 3 കൊടുത്തിട്ടുണ്ട്. OH 1 കൊടുക്കുന്നതാണ് ശരി. അപ്പോൾ ഓപ്ഷൻ 2 വരും. പ്രയോറിറ്റി ആൽക്കഹോളിനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 ഇവിടെ കൊടുക്കണം. അപ്പോൾ 2 ഇവിടെ വരും. ശരി. അടുത്ത ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ 2-formyl X4 ഇനോയിക് ആസിഡ്. ഈ സിമിലർ ക്വസ്റ്റ്യന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IUPAC നെയിം എഴുതാൻ അറിയോ ഇല്ലയോ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് നമുക്ക് അതിൽ നിന്ന് സിഗ്മയും പൈ ബോണ്ടും എണ്ണാൻ പറ്റുമോ. ഇത് രണ്ടും പറയേണ്ട ആവശ്യമില്ല. +2 ആളുകൾക്ക് ഈവൻ NCERT ബേസ്ഡ് ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിലെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അത് ഇതിലും ടഫായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ജെയുടേത് അതിലും ഈസി ആയിട്ട് വന്നിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ എക്സാക്ട് അത് തന്നെയാണോ ചോദ്യം എന്നുള്ളത് നമുക്ക് ആക്ച്വൽ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. അത് അടുത്ത വേറെ കാര്യം. അടുത്ത ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് ചോദ്യം. ജോമെട്രിക്കൽ ഐസോമെറിസം ആകുമ്പോൾ നമുക്കറിയാം ഡബിൾ ബോണ്ടിന് ശേഷം ഐഡന്റിക്കൽ ഗ്രൂപ്പ് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം ഇല്ല. ഇവിടെയും ജോമെട്രിക്കൽ ഐസോമെറിസം ഇല്ല. ഇനി ഇവിടെ നോക്കിയേ, ഡിഫറൻ്റ് ആയിട്ടുള്ള 2 ആൾ വന്നിട്ട് എച്ചും ബി ആറും ഉണ്ട്. ഇനി ഈ സൈഡ് ഓക്കെയാണ്, ഈ സൈഡോ, ഈ സൈഡ് സിമെട്രിക്കലാണ്. നോക്കിയേ, ഇതെന്താണോ അത് തന്നെയാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ എവരും പറ്റില്ല. ഇവിടെ ഡിഫറൻ്റ് ആണ്, ഇത് സിമെട്രിക്കൽ ആണോ? അല്ല, ഇവിടെ ഒരു ബി ആർ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ബി ആർ ഉണ്ട്, ഈ ഭാഗത്ത് ബി ആർ ഇല്ല. അപ്പോൾ ഇത് സിമെട്രിക്കൽ അല്ല. അപ്പോൾ ഓപ്ഷൻ 4 വരും. അടുത്ത അസിഡിറ്റി ആണ്. അസിഡിറ്റി ഇതുപോലെ ഓർഡറിലാണോ ചോദിച്ചത്? അല്ല, ആരാണ് മോർ അസിഡിക് എന്ന് ചോദിച്ചതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അസിഡിക് സ്ട്രെങ്ത് അറിയാം. SP ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ SP2, പിന്നെ SP3. ഇതറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം അതിൽ വലിയ ബുദ്ധിമുട്ടിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല. അപ്പം അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫിനോളിലെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള നിലക്ക് പറയാം. NCERT ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഈ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ കണ്ട് ശീലമുണ്ട്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റിയുടെ ഓർഡറാണ്. ഇപ്പോൾ അസിഡിറ്റി കൂടുതലുള്ള ആൾക്ക് pKa വാല്യൂ കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. അസിഡിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു pKa ആണ്. അസിഡിറ്റി കൂടുതലുള്ള ആൾക്ക് pKa കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ പാരാനൈട്രോഫിനോൾ നല്ല ആസിഡാണ്. പാരാനൈട്രോഫിനോൾ ആണ് മോസ്റ്റ് അസിഡിക്. പിന്നെ ആര് വരും? ഇതിൽ ആളുകളെന്ന് ഞാൻ പറയുന്നുള്ളൂ. പാരാനൈട്രോഫിനോൾ കഴിഞ്ഞാൽ പിന്നെ മെറ്റാനൈട്രോഫിനോൾ വരും, പിന്നെ മെറ്റാനൈട്രോഫിനോൾ, അത് കഴിഞ്ഞിട്ട് ഫീനോൾ, എന്നിട്ടാണ് എത്തനോൾ വരിക. അപ്പോൾ pKa കുറയുന്ന ആൾ നല്ല ആസിഡാണ്. അപ്പോൾ പാരാനൈട്രോഫിനോൾ മോർ അസിഡിക്. ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരിക, പാരാനൈട്രോഫിനോൾ. അപ്പോൾ 7.1. പിന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ NCERT ഓർഗാനിക്കിനും അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അടുത്തത് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രി ഓർഗാനിക്കിന് ചോദിച്ച ഭാഗമാണ്. ഇതിൽ അഡ്സോപ്ഷൻ എന്തിൻ്റെ ബേസാണ്? അപ്പോൾ കോളം ക്രോമറ്റോഗ്രഫിയും തില്ലർ ക്രോമറ്റോഗ്രഫിയും അഡ്സോപ്ഷൻ ആണ്. പേപ്പർ ക്രോമറ്റോഗ്രഫി പാർട്ടീഷൻ ആണ്. നമുക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വിച്ച് റിയേജന്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൽക്കൈൽ ഹാലൈഡ് ഇൻറ്റു ആൽക്കൈൽ ഐസോസൈനൈഡ്. അപ്പോൾ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, ഇതിനെ ആൽക്കൈൽ ഐസോസൈനൈഡ് ആക്കണം. നമുക്ക് NC ഫോമിലേക്ക് മാറ്റണം. CN ഫോം ആണെങ്കിൽ സൈനൈഡ് എന്ന് പറയും, NC ആണെങ്കിൽ ആൽക്കൈൽ ഐസോസൈനൈഡ്. അപ്പോൾ നമുക്ക് KCN ഉണ്ട്, AgCN ഉണ്ട്. AgCN ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവരൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഇയാൾ അയണിക് ആണെന്നും ഇയാൾ കോവാലൻ്റ് ആണെന്നും അതിൻ്റെ വ്യത്യാസം എന്താണെന്നും അതുകൊണ്ട് എന്താണ് എഫക്റ്റ് എന്നൊക്കെ പഠിച്ച ആളുകളാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 80+ കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. എസ്റ്ററിൽ എന്താകാണ്? ആൽഡിഹൈഡ് ആയി മാറുകയാണ്. എസ്റ്റർ ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നത് ഡൈബാലച്ച്. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ടഫൊന്നുമല്ല, നീറ്റ് ലെവലെങ്കിലും ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഡൈബാലച്ച് ഉപയോഗിക്കുകയാണ്. ഡൈബാലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എസ്റ്റർ മാറിയിട്ട് ആൽഡിഹൈഡായിട്ട് മാറും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇനി ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ പറയാം. 2 അല്ല 4 അല്ല എന്ന് പറയാം. ഇനി നോക്കിയേ, 1 3 നോക്കുന്ന സമയത്ത് 2 പേർക്കും NaOH ഡൈല്യൂട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനൊന്നും പോണ്ട. ഇത് ആൻസറേ ഉറപ്പായിട്ട് അത് തന്നെയായിരിക്കും. അപ്പോൾ അത് ആൾഡോൾ കണ്ടൻസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ 1 ലും 3 ലും സെയിം ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെയാണ് ചോദ്യം ഇരിക്കുന്നത്. ഈ കോമ്പൗണ്ട് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ നടത്തുമോ ക്ലമൻസൺ റിഡക്ഷൻ നടത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കോമ്പൗണ്ട് OH ഉണ്ട്. OH ഉള്ളത് കൊണ്ട് അസിഡിക് മീഡിയത്തിൽ റിയാക്ഷൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസിക് മീഡിയത്തിൽ നടത്തും. അപ്പോൾ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ് നടത്തും. അടുത്തത് അനിലീൻ ആണ്. അനിലീനിൽ ഡയസോട്ടൈസേഷൻ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇയാൾ മാറിയിട്ട് N2+ ആവും. അപ്പോൾ അടുത്തത് അമീൻസിൽ ഉള്ള ചോദ്യമാണ്. സാൻമേ റിയാക്ഷൻ ആണ്. ഇനി Cu2Cl2 ബാർ HCl. അപ്പോൾ അവിടെ ഈ N2+ മാറിയിട്ട് അവിടെ Cl വരും. ഈസിയാണ്. ഈവൻ ഇത് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സിലും പഠിക്കുന്നുണ്ട്, അമീൻസിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അമീൻസിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അടുത്തത് ആൽക്കഹോൾ ഫീനോൾ ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. റീമർ ടീമർ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ, ഈവൻ അവർ KOH പോലും ചോദിച്ചിട്ടില്ല. KOH ഒക്കെ വരുന്ന ആളുകൾക്ക് ചെറിയതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഓർത്തോലാണോ വാരയിലാണോ എന്നൊക്കെ.
അപ്പം അങ്ങനെ KOH പോലും ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് എന്നെ വെച്ചാണ് ചോദിച്ചത്. അപ്പോൾ അതൊന്നും പറയാനില്ല. ഓർത്തോൽ എന്ത് വരും? ആൽഡിഹൈഡ് വരും. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബയോമോളിക്യൂൾസ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ മിസ്സിംഗ് ആണ്, അത് എവിടെയാണെന്നുള്ളത് അറിയില്ല. സ്റ്റാർച്ച് ആൽഫ ഗ്ലൂക്കോസ് വരും, സെല്ലുലോസ് ബീറ്റ ഗ്ലൂക്കോസ് വരും. ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ് ഒക്കെ റിലേറ്റഡ് ആണ്. പ്രോട്ടീൻ ആൽഫ അമിനോ ആസിഡ് ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 80+ കിട്ടാത്ത ആളുകൾ നന്നായിട്ട് എന്ത് ചെയ്യുക? കെമിസ്ട്രി ഫോക്കസ് ചെയ്യുക. ഏപ്രിൽ സെക്ഷൻ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഇതുപോലെ ആയിരിക്കാൻ ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിലബസ് കുറച്ചത് കൊണ്ട് അവരുടെ ഒരു മെൻറ്റാലിറ്റി നിങ്ങളെല്ലാം ഒന്ന് ബേസ് മുതലേ ഒന്ന് പഠിക്കുക, നമുക്ക് ഏപ്രിലിൽ കാണാം അല്ലെങ്കിൽ അഡ്വാൻസിൽ കാണാം, ആ ടൈപ്പിൽ വിടുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിന് ശേഷം അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾ ബേസിക് ഒക്കെ പഠിച്ചിട്ട് വാ, നമുക്ക് നന്നായിട്ട് ഏപ്രിലിലോ അല്ലെങ്കിൽ അഡ്വാൻസിലോ കാണാം, അവിടെ കോമ്പീറ്റ് ചെയ്യാം എന്നുള്ള നിലക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 80+ ടാർഗറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ളവർ പേടിക്കണ്ട, അതെ അയ്യോ അവർക്ക് ഈസിയാണ് എനിക്ക് ടഫാണെന്ന് പറയാൻ നിൽക്കണ്ട. ഈസി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജിലായിരിക്കും, ടഫ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജിലായിരിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ഇതുവരെയും പഠിച്ചത് അതൊക്കെ തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ശരി, വീഡിയോ കാണാം. കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് PDF വാട്സപ്പിൽ കിട്ടും. അപ്പോൾ ചിലതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു നോക്കിയതിന് ശേഷം മാത്രം PDF-ലെ സൊല്യൂഷൻസ് നോക്കും. അല്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ഉണ്ടാവില്ല. ആ പ്രാക്ടീസോട് കൂടി PDF കാണുന്നതാണ് നല്ലത്. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്.